Praise the Lord. Praise the Lord. കർത്താവിന്റെ ധന്യമേറിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ പരിശുദ്ധവാദ നാമത്തെ സ്തുതിവാകലേ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് തരുന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಒಟ್ಟಾಗಿ ಸೇರಿ ಕರ್ತನನ್ನು ಘನಪಡಿಸುವ ಒಳ್ಳೆ ಅವಕಾಶ ಕೊಟ್ಟ ದೇವರಿಗೆ ನಾನು ಸ್ತೋತ್ರ ಸಲ್ಲಿಸ್ತೇನೆ. പിന്നിലിരിക്കുന്നവർ ദയവായിട്ട് മുന്നോട്ടൊന്ന് കയറിയിരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ಹಿಂದುಗಡೆ ಕೂತವರು ದಯವಿಟ್ಟು ಮುಂದೆ ಬಂದು ಖಾಲಿ ಚೇರ್ಗಳನ್ನು ಫಿಲ್ಅಪ್ ಮಾಡ್ರಿ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ಬೇಗ ദൈവത്തിന്റെ വചനം കേൾപ്പാൻ ദൈവം സഹായിക്കട്ടെ. ನಾವು ಒಟ್ಟಾಗಿ ದೇವರ ಶಬ್ದ ಕೇಳುವುದಕ್ಕೆ ದೇವರು ನಮಗೆ ಸಹಾಯ ಮಾಡಲಿ. ആമേൻ. അടുത്തുള്ള ചെയറുകൾ എംപ്റ്റി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആമേൻ ആമേൻ ചിലപ്പോൾ ഒരു ലോൺലിനെസ് ഫീൽ ആകാൻ ചാൻസ് ഉണ്ട്. ಪಕ್ಕದಲ್ಲಿ ಕೂತಿರುವ ಚೇರ್ಸ್ ಖಾಲಿ ಇದ್ರೆ ನಿಮಗೆ ಒಬ್ಬಂಟಿಗರು ಅನಿಸ್ಬಿಡ್ತದೆ. ಹಾಗಾಗಿ ಹಿಂದೆ ಇರುವವರೆಲ್ಲ ಸಹೋದರಿಯರು ಮತ್ತು ಸಹೋದರರು ಮುಂದೆ ಬನ್ನಿ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ಕರ್ತನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಮಾಡುತ್ತಿರುವ ತನ್ನ ಮಹಿಮೆಯ ಕಾರ್ಯಗಳಿಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸ್ತೇನೆ. അവൻ ഇത് എത്ര പേർ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു? ಈ ಬೆಳಗಿನ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನ ಸಂತೋಷವುಳ್ಳವರಾಗಿದ್ದೀರಿ? എത്ര പേർ സന്തോഷത്തോടെ? ಎಷ್ಟು ಜನಕ್ಕೆ ಸಂತೋಷ ಇದೆ? ചിലർക്കൊന്നും സന്തോഷം ഇല്ലെന്ന് തോന്നുന്നു. ಕೆಲವರಿಗೆ ಸಂತೋಷ ಇಲ್ಲ ಎಂದು ಎನಿಸ್ತದೆ. ആമേൻ. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. ಆದರೆ ನಿಮ್ಮ ಮುಂದೆ ನಾನು ತುಂಬಾ ಸಂತೋಷವುಳ್ಳವನಾಗಿದ್ದೇನೆ. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ದೇವರಾತ್ಮನು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಅದ್ಭುತ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವುದಕ್ಕಾಗಿ ಖುದ್ದಾಗಿ ಬಂದಿದ್ದಾರೆ. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഗാന ശുശ്രൂഷ ആമേൻ ആമേൻ വർഷിപ്പ് ആമേൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟ ಆರಾಧನೆಯನ್ನು ನಾವು ಅನುಭವಿಸಿದ್ದೇವೆ. ആമേൻ. അത് അനുഭവിക്കുക മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ ദാസനോടൊപ്പം ആമേൻ തന്റെ മകനോടൊപ്പം ഒരുമിച്ച് നമ്മൾ ആരാധിക്കുകയായിരുന്നു. ಅದು ಅನುಭವಿಸುವುದು ಮಾತ್ರವಲ್ಲ, ನಡೆಸಿಕೊಟ್ಟ ದೈವ ಸೇವಕರೊಂದಿಗೂ ಅವರೊಂದಿಗೂ ಸೇರಿ ಅವರ ಮಗನೊಂದಿಗೂ ಸೇರಿ ನಾವು ದೇವರನ್ನು ಕೊಂಡಾಡ್ಲಿಕ್ಕೆ ದೇವರು ಸಹಾಯ ಮಾಡಿದರು. ആമേൻ. പാസ്റ്റർ മോനോട് പരിശുദ്ധാത്മാവ് ഒരു വാക്ക് എന്നോട് പറയാൻ പറഞ്ഞു. ಮಗನ ಕುರಿತು ಪರಿಶುದ್ಧಾತ್ಮನು ಮಾತನಾಡುತ್ತಿದ್ದಾನೆ. ആമേൻ. ദൈവാത്മാവ് നിന്നെ രാജ്യാന്തര തലങ്ങളിലേക്ക് ദൈവാത്മാവ് മാറ്റാൻ പോകുകയാണ്. ಕರ್ತನು ನಿನ್ನನ್ನು ರಾಜ್ಯಾಂತರ ರಾಷ್ಟ್ರಾಂತ ಕಾರ್ಯಗಳಿಗೆ ದೇವರು ಕರ್ಕೊಂಡು ಹೋಗ್ತಾರೆ. ആത്മാവിനോട് പറയുന്നു, വിദേശ രാജ്യങ്ങളിൽ നീ ഇംഗ്ലീഷ് വർഷിപ്പുകളുടെ ഇടയിൽ ചെന്ന് ഇംഗ്ലീഷ് വർഷിപ്പിൽ ശുശ്രൂഷിക്കുന്നത് ഞാൻ കാണുന്നു. ವಿದೇಶ ರಾಜ್ಯಗಳಲ್ಲಿ ಇಂಗ್ಲಿಷ್ ಪ್ರೈಸ್ ವರ್ಷಿಪ್ ಗಳನ್ನ ನೀನು ಹೋಗಿ ಮಾಡುವಿ. ആമേൻ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ വാക്കിങ്ങനെ ಪವಿತ್ರಾತ್ಮನು ಹೇಳಿದ ಮಾತು ಇದಾಗಿದೆ. യൂത്തിന്റെ റിവൈവലിന് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. ಅನೇಕ യൗവನಸ್ಥರ ಮಧ್ಯದಲ್ಲಿ ಉಜ್ಜೀವನ ತರುವುದಕ್ಕಾಗಿ ನಿನ್ನನ್ನು ಬಳಸುವೆನು. പരിശുദ്ധാത്മാവ് നീ ഇംഗ്ലീഷ് പാട്ടുകൾ, ഹിന്ദി പാട്ടുകൾ, ഈ ലാംഗ്വേജുകളിൽ പാട്ടുകൾ എഴുതാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ಇಂಗ್ಲಿಷ್ ಮತ್ತು ಹಿಂದಿ ಭಾಷೆಗಳಲ್ಲಿ ನೀನು ಹಾಡುಗಳನ್ನು ಬರೆಯುವಿ ಎಂದು ಪರಿಶುದ್ಧಾತ್ಮ പറയുന്നു. നിന്നെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കർത്താവ് എടുത്തെറിയും. ದೇವರಾತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ, ನಿನ್ನನ್ನು ಒಂದು ಸ್ಥಳದಿಂದ ಇನ್ನೊಂದು ಸ್ಥಳಕ್ಕೆ ಆತನು ದೇವರು ಹಸ್ತಾಂತರ ಮಾಡುವನು. ಅದು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಕೆಲವು ಹರಡುವಿಕೆಗಳಿಗೆ ಕಾರಣ. ഒരു ലെവലിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് ദൈവാത്മാവ് നിന്നെ എടുത്തെറിയുമെന്ന് ആത്മാവ് പറയുന്നു. ಒಂದು ಆತ್ಮಿಕ ಘಟ್ಟದಿಂದ ಇನ್ನೊಂದು ಆತ್ಮಿಕ ಘಟ್ಟಕ್ಕೆ ದೇವರು ನಿನ್ನನ್ನು ತೆಗೆದು ಬಿಸಾಡುವನು. രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നടുവിൽ പുതുവരികൾ, അവൻ പാട്ടുകൾ അവൻ എഴുതപ്പെടുന്നതും അവൻ 3ഓളം സീഡികൾ ഇങ്ങനെ ഈ വർഷം തന്നെ പുറത്തു വരുന്നത് ഞാൻ കാണുക. 3 ಆಮೆನ್ ಸಿಡಿಗಳು ಈ ವರ್ಷವೇ ಹೊರ ತರುವ ನಿಟ್ಟಿನಲ್ಲಿ ರಾತ್ರಿ ಸಮಯಗಳಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವಾಗ ದೇವರು ಹೊಸ ಹಾಡುಗಳನ್ನು ಕೊಡುವರು. ಹಲ್ಲೆಲೂಯಾ. ಅಸಾಧಾರಣമായ ದೈವಿಕ ಅಭಿಷೇಕತೆ ಪಗರ್ದಿರಿಕೆಯಾൽ ഞങ്ങൾ നന്ദി പറയുന്നു. ಅಸಾಧಾರಣವಾಗಿರುವ ದೈವಿಕ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಕರ್ತನ ಹರಡುತ್ತಿರುವುದಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸುತ್ತೇನೆ. I appreciate you. God bless you. Amen. Amen. Praise the ಪ್ರಿಯ ಸಹೋದರ, ಕರ್ತನ ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. Hallelujah. Amen. ಅಸಾಧಾರಣമായ ഒരു ಅಭಿಷೇಕത്തിന്റെ ಚಲനം ಈ ದಿವಸങ്ങളിൽ നമ്മുടെ ನಡುವಿൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ಅಸಾಧಾರಣವಾದ ದೈವಿಕ ಸಾನ್ನಿಧ್ಯ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಚಲಿಸ್ತಾ ಇದೆ. ಆಮೆನ್. ಅದು പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಅದನ್ನು ಹೊಂದುತ್ತಿರುವವರಿಗಾಗಿ ನಾನು ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸುತ್ತೇನೆ. ആമേൻ. എത്ര പേർ ആമേൻ ഇവിടെ വന്നിരിക്കുന്നത് എത്ര പേർ ആമേൻ ദൈവിക ശുശ്രൂഷകളിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു? ಇಲ್ಲಿ ಬಂದು ಕೂತ್ಕೊಂಡ ನಿಮ್ಮಲ್ಲಿ ಎಷ್ಟು ಜನ ದೈವಿಕ ಸೇವೆಗಳಲ್ಲಿ, ಆತ್ಮಿಕ ಸೇವೆಗಳಲ್ಲಿ ಪ್ರಯೋಜನ ಪಡಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೀರಿ? ആമേൻ. ഓൾമോസ്റ്റ് എല്ലാവരും കരങ്ങൾ ഉയർത്തി കഴിഞ്ഞു. ಆಲ್ಮೋಸ್ಟ್ ಎಲ್ಲರೂ ಕರಗಳನ್ನು ಎತ್ತಿದ್ದೀರಿ. ആമേൻ. ആമേൻ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ಇಂದು ಹಗಲು ದೇವರ ಆತ್ಮನು ನಮ್ಮ ಸಂಗಡ ಮಾತನಾಡಲಿಕ್ಕೆ ಬಯಸುವುದೇನೆಂದರೆ, ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ വിടുതലിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന നിന്നിലൂടെ നിന്നിൽ ചില വിടുതലുകൾ നടക്കണം. ಬಿಡುಗಡೆ ಸೇವೆಗಾಗಿ ಕರ್ತನು ನಿಮ್ಮನ್ನು ಬಳಸಲಿಕ್ಕೆ ಇರುವುದರಿಂದ ಮೊದಲು ಬಿಡುಗಡೆ ನಿಮ್ಮ ಒಳಗೆ ನಡಿಬೇಕು. ಆಮೆನ್. ನಿನ್ನಿಲ್ ವಿಡುದಲ್ നടക്കണം. ನಿಮ್ಮೊಳಗೆ ಮೊದಲು ಬಿಡುಗಡೆ ಆಗಬೇಕು. ಪ್ರೈಸ್ the Lord.
Amen. Praise the Lord. Hallelujah. ഇതുവരെയ്ക്കും അനേകർ ഉപയോഗിക്കപ്പെട്ടു, പക്ഷെ അവരിൽ വിടുതൽ നടക്കുന്നില്ല. ಅನೇಕರು ಈ ಕಾಲಘಟ್ಟದಲ್ಲಿ ಉಪಯೋಗಿಸಲ್ಪಡುತ್ತಿದ್ದಾರೆ, ಆದರೆ ಅವರ ಒಳಗೊಂದು ಬಿಡುಗಡೆ ಇಲ್ಲ. ആമേൻ. അവർക്ക് വിടുതലില്ലാതെ അവർ മറ്റുള്ളവർക്ക് വിടുതൽ പ്രസംഗിക്കുന്നു. ಅವರಿಗೆ ಬಿಡುಗಡೆ ಇಲ್ಲ, ಆದರೂ ಇನ್ನೊಬ್ಬರ ಬಿಡುಗಡೆಗಾಗಿ ಪ್ರಸಂಗ ಮಾಡುತ್ತಿದ್ದಾರೆ. ആമേൻ. ചില വിഷയങ്ങളിൽ ആമേൻ എല്ലാ കംപ്ലീറ്റ് ഡെലിവറൻസ് നമുക്ക് ചിലപ്പോൾ ദൈവം തരണമെന്നില്ല. ಎಲ್ಲಾ ವಿಷಯಗಳಲ್ಲಿಯೂ ಸಂಪೂರ್ಣವಾದ ಬಿಡುಗಡೆ ಆಮೆನ್ ದೇವರು ಕೊಡಬೇಕೆಂಬುದಾಗಿಲ್ಲ. ആമേൻ. പക്ഷേ ആമേൻ അറ്റ്ലീസ്റ്റ് വരേണ്ടുന്ന സാത്താനിക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വിടുതൽ നമുക്ക് ഇന്ന് ആവശ്യമാണ്. ಆದರೆ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಒಂದು ಕರ್ತನಿಗಾಗಿ ಪ್ರಯೋಜನ ಪಡಲಿಕ್ಕಿರುವ ವ್ಯಕ್ತಿ ಮೊದಲು ಸೈತಾನನ ಬಂಧನದಿಂದಾದರೂ ಪೂರ್ಣವಾಗಿ ಬಿಡುಗಡೆ ಆಗಿರಬೇಕು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ಆಮೆನ್. ഇന്ന് കർത്താവ് അതിനു വേണ്ടി നമ്മളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. കർത്തನು ಅದನ್ನೇ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಮಾಡುವನಾಗಿದ್ದಾನೆ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 38-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്നലെ വായിച്ചു തുടങ്ങിയത്. ಅಪೊಸ್ತಲ ಕೃತ್ಯಗಳು 10ನೇ ಅಧ್ಯಾಯ 38ನೇ ವಾಕ್ಯವನ್ನ ನಿನ್ನೆ ನಾವು ಓದಿ ಕೇಳಿದ್ದು. ആമേൻ. എന്താണ് നമ്മൾ വായിച്ചത്? ಅಲ್ಲಿ ಏನೆಂಬುದಾಗಿ ನಾವು ಓದಿದ್ದೇವೆ? നസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതും കൊണ്ട് പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയതും ആയ വിവരം നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. ದೇವರು ನಸರೇತಿನ ಯೇಸುವನ್ನು ಪವಿತ್ರಾತ್ಮದಿಂದಲೂ ಬಲದಿಂದಲೂ ಅಭಿಷೇಕಿಸಿದನು. ದೇವರು ಆತನ ಸಂಗಡ ಇದ್ದುದರಿಂದ ಆತನ ಉಪಕಾರಗಳನ್ನು ಮಾಡುತ್ತಾ ಸೈತಾನಿಂದ ಬಾಧಿಸಲ್ಪಡುತ್ತಿದ್ದವರೆಲ್ಲರನ್ನು ಗುಣಪಡಿಸುತ್ತಾ ಸಂಚರಿಸಿದನು. ಇದೆಲ್ಲ ನಿಮಗೆ ಗೊತ್ತಾಗಿರುವುದಷ್ಟೇ. ഹല്ലേലൂയ. 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 യേശു പഴയ നിയമത്തിൽ ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായി ചെയ്ത ഒരു ശുശ്രൂഷയാണ്. ആമേൻ. സാത്താനിൽ ബാധിച്ചവരെയൊക്കെയും വിടുവിച്ചു. ಯೇಸು ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಮಾಡಿದಕ್ಕಿಂತ ವಿಶಿಷ್ಟವಾದ ಸೇವೆಯಾಗಿತ್ತು. ಆಮೇಲೆ ಸೈತಾನನಿಂದ ಅನೇಕರನ್ನ ಬಿಡುಗಡೆ ಮಾಡುವಂತದ್ದು. പഴയ നിയമത്തിൽ സാത്താൻ ബാധിച്ചവരെ ആരെയും പുറത്താക്കിയതായി നമ്മൾ വായിക്കുന്നില്ല. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ದೆವ್ವ ಬಿಡಿಸಲ್ಪಟ್ಟವರ ಯಾರ ಕುರಿತಾಗಿಯೂ ನಾವು ಹೆಚ್ಚಾಗಿ ಕಾಣುವುದಿಲ್ಲ. സാത്താൻ ബാധിച്ചവരുണ്ടായിരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ಆದರೆ ಸೈತಾನನಿಂದ ಬಾಧಿಸಲ್ಪಟ್ಟವರು ಇದ್ದರು ಎಂಬುದು ನಾವು ಸತ್ಯವೇದದಲ್ಲಿ ನೋಡುತ್ತೇವೆ. ಆಮೆನ್. ಶೌಲ್ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ಶೌಲನು ದುರಾತ್ಮನಿಂದ ಕೂಡಿದವನಾಗಿದ್ದನು ನಿಜ. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ ಅದೇ ರೀತಿ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನೋಡುವಾಗ യേശുവിനെ കാണുമ്പോൾ സാത്താൻ ഓടി പോകുമായിരുന്നു. ಯೇಸು ಸ್ವಾಮಿಯನ್ನು ನೋಡುವಾಗ ಸೈತಾನ್ ಓಡಿ ಹೋಗುತ್ತಿದ್ದನು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ, ഈ പ്രവാചക കോൺഫറൻസ് കഴിയുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ സാത്താന്യ മണ്ഡലങ്ങൾ ഓടണം. ಈ ಪ್ರವಾದನ ಶಿಬಿರದಲ್ಲಿ ಭಾಗಿಯಾಗಿರುವ ನಿಮ್ಮನ್ನು ನೋಡುವಾಗ ಸೈತಾನ್ ಓಡೋಗ್ಬೇಕು. ഇഷ്ടമുണ്ടോ? ಸ್ತೋತ್ರ. അത് ആഗ്രഹിക്കുന്നുണ്ടോ? ಅದನ್ನ ಬಯಸ್ತೀರಾ? ಈ ಪ್ರವಾದನ ಶಿಬಿರ ಮುಗಿಸಿ ನನ್ನ ಮನೆಗೆ ಹೋಗುವಾಗ ಸೈತಾನನ ಮಂಡಲಗಳು ನಾನು ಬರುವುದನ್ನು ನೋಡಿ ಬಿಟ್ಟು ಹೋಗ್ಬೇಕು, ಅಥವಾ ನೀವು ಅದನ್ನ ನೋಡಿ ಹೋಗ್ತೀರೋ? ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ പ്രസൻസിൽ സാത്താന്യ മണ്ഡലങ്ങൾ ഓടിപ്പോകണം. ನಿಮ್ಮ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಸೈತಾನ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗ್ಬೇಕು. അതിന് നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം വേണം. ಅದಕ್ಕೆ ಹೆಚ್ಚಾದ ಅಭಿಷೇಕ ನಿಮ್ಮ ಮೇಲೆ ಇರಬೇಕು. അതിന് നിങ്ങളിൽ ഒരു വിടുതൽ വേണം. ಅದಕ್ಕೆ ನಿಮ್ಮ ಒಳಗೊಂದು ಬಿಡುಗಡೆ ಸಂಭವಿಸಿರಬಹುದು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ಆಮೆನ್. സാത്താന്റെ സാധനം നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ സാത്താൻ പോകും. ಸೈತಾನನ ಆಸ್ತಿ ನಮ್ಮೊಳಗಿರುವಾಗ ಸೈತಾನ್ ನಮ್ಮನ್ನು ಬಿಟ್ಟು ಓಡಿ ಹೋಗ್ತದ? ಇಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. ഇന്നത്തെ കാലത്ത് ഒത്തിരി പേര് സാത്താനെ വിടുവിക്കാൻ നടക്കുന്നുണ്ട്. ಇದೆಲ್ಲ ಇಟ್ಟುಕೊಂಡೆ ಅನೇಕರು ಸೈತಾನನ ಓಡಿಸುವುದಕ್ಕಾಗಿ ಪ್ರಯತ್ನಿಸ್ತಾರೆ. രാവിലെ മുതൽ വൈകിട്ട് വരെ സാത്താൻ എന്ന് പറയും. ಬೆಳಗಿಂದ ಸಂಜೆವರೆಗೆ ಬಿಟ್ಟೋಗು ಇವರೇ ಬಿಟ್ಟು ಹೋಗ್ಬೇಕಾಗ್ತದೆ. ഹല്ലേലൂയ. ആമേൻ. പറഞ്ഞു സാത്താൻ പോകത്തില്ല, വായിലെ വെള്ളം തിരത്തേ ഉള്ളൂ. ಅವ್ರು ಹೇಳಿ ಪ್ರಯೋಜನವಾಗುವುದಿಲ್ಲ, ಅವರ ಬಾಯಿ ಒಣಗ್ತದೆ ಅಷ್ಟೇ. ആമേൻ. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ಆದರೆ ಇಂದು ಆಗಲು ಕರ್ತನು ಮೊದಲು ನಿಮಗೆ ಬಿಡುಗಡೆ ಕೊಡ್ಲಿಕ್ಕೆ ಬಯಸುತ್ತಿದ್ದಾನೆ. ഞാൻ ഉപയോഗിക്കപ്പെടുന്ന അനേകർ സാത്താന്യ ബന്ധനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ಅನೇಕರು ಆಮೇಲೆ ಕರ್ತನಿಗಾಗಿ ಪ್ರಯೋಜನ ಪಡುವ ಮಂಡಲದಲ್ಲಿ ಇದ್ದಾರೆ, ಆದರೂ ಅವರು ಸೈತಾನ ಬಂಧನದಲ್ಲಿ ಕಟ್ಟಲ್ಪಟ್ಟಿದ್ದಾರೆ. ആമേൻ. കുറച്ച് ഞാൻ അടുത്ത് സഹകരിക്കുമ്പോൾ ആമേൻ എനിക്ക് മനസ്സിലാകുന്നത് ഇവർ നല്ല ശുശ്രൂഷയാണ്, പക്ഷേ ഇപ്പോഴും ബന്ധനത്തിൽ കിടക്കുന്നു. ಅನೇಕರ ಬಳಿಯಲ್ಲಿ ನಾವು ಹೋಗುವಾಗ ಅವರು ಕರ್ತನ ಸೇವೆಯಲ್ಲಿ ಪ್ರಯೋಜನ ಪಡ್ತಿದ್ದಾರೆ, ಕರ್ತನ ರಾಜ್ಯಕ್ಕಾಗಿ ಉಪಯುಕ್ತರಾಗ್ತಿದ್ದಾರೆ, ಆದರೂ ಅನೇಕ ವಿಚಾರಗಳಲ್ಲಿ ಇನ್ನೂ ಬಂಧನದಲ್ಲಿದ್ದಾರೆ. കേരളത്തിൽ ഞാൻ ഒരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ആമേൻ ഒരു നല്ലൊരു ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്ന ഒരു അഭിഷിക്തന്റെ മേലുള്ള സാത്താനെ ഞാൻ പുറത്താക്കി കഴിഞ്ഞിട്ട് പാസ്റ്റർ എന്ന് പറയാ, പാസ്റ്റർ ആരോട്
ആരോടും പറയല്ലേ. ನಾನು ಕೇರಳದಲ್ಲಿ ಸೇವೆಗೆ ಹೋದ ಸಂದರ್ಭದಲ್ಲಿ ಒಂದು ಸಂಸ್ಥೆಯ ಮೇಲ್ವಿಚಾರಕನಾಗಿದ್ದ ಒಬ್ಬ ಘನವಾದ ವ್ಯಕ್ತಿಯನ್ನ ಆತನ ತಲೆ ಮೇಲೆ ಕೈ ಇಟ್ಟಾಗ ಪ್ರಾರ್ಥನೆ ಮಾಡಿದಾಗ ಆತನಲ್ಲಿದ್ದ ದುರಾತ್ಮ ಬಿಟ್ಟು ಹೋಯಿತು. ಸ್ವಲ್ಪ ಬಿಡುಗಡೆ ಆದ್ಮೇಲೆ ಅವರು ಬಂದು, ಪಾಸ್ಟ್ರೇ ದಯವಿಟ್ಟು ನನ್ನ ವಿಷಯ ಯಾರಿಗೂ ಹೇಳ್ಬೇಡ್ರಿ, ನನ್ನ ಮೇಲೆ ದೆವ್ವ ಇತ್ತು ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ആമേൻ. വിടുവിക്കുന്നവരിൽ വിടുതൽ നടക്കുന്നില്ല. ಬಿಡುಗಡೆ ಮಾಡುವವರಲ್ಲಿ ಬಿಡುಗಡೆ ಸಂಭವಿಸುತ್ತಾ ಇಲ್ಲ. ആമേൻ. ആമേൻ. സാത്താന്റെ അവകാശങ്ങൾ ഇട്ടുകൊണ്ട് ആമേൻ അനേകരെ സാത്താനത്തെ പുറത്താക്കിക്കൊണ്ട് നടക്കുക. ಸೈತಾನನ ಕಾರ್ಯಗಳನ್ನು ಒಳಗಡೆ ಬಂಧನವಾಗಿ ಇಟ್ಟುಕೊಂಡು ಸೈತಾನನ್ನು ಓಡಿಸುವ ಕಾರ್ಯದಲ್ಲಿ ನಿರತರಾಗಿದ್ದಾರೆ. എന്നാൽ ഇന്ന് ഈ ആമേൻ ഈ ദിവസങ്ങളിൽ ഒരു തലമുറ നമ്മുടെ നടുവിൽ എഴുന്നേൽക്കണം. സാത്താന്റെ അവകാശങ്ങൾ ഒന്നുമില്ലാത്ത ഒരു തലമുറ ആമേൻ നമ്മുടെ നടുവിൽ എഴുന്നേറ്റ് വരണം. ಆದರೆ ಈ ಕಾಲಘಟ್ಟದಲ್ಲಿ ಕರ್ತನಿಗೆ ಬೇಕಾಗಿರುವ ಜನಾಂಗ ಯಾರು ಗೊತ್ತಾ? ಮೊದಲು ಬಿಡುಗಡೆ ಹೊಂದಿ ಸೈತಾನನೊಂದಿಗೆ ಎದುರಿಸಿ ನಿಲ್ಲುವವರೇ. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ഒരു വിടുതൽ ഉള്ളതുകൊണ്ട്, അവന്റെ മേൽ സാത്താൻ അധികാരമില്ലാത്തതുകൊണ്ട് സാത്താൻ അവനെ കാണുമ്പോൾ ഓടിപ്പോകും. ಅವರೊಳಗೆ ಒಂದು ಬಿಡುಗಡೆ ಇರುವುದರಿಂದ ಅವನ ಒಳಗೆ ಸೈತಾನನ ಮೇಲೊಂದು ಅಧಿಕಾರ ಆಳ್ವಿಕೆ ಮಾಡುತ್ತಿರುವುದರಿಂದ ಅಂಥವನನ್ನು ನೋಡುವಾಗ ಸೈತಾನ ಬಿಟ್ಟು ಓಡೋಗುತ್ತಾನೆ. Praise the Lord. Praise the Lord. Amen. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് കൈയെടുത്തിട്ട് പറഞ്ഞേ, ಪಕ್ಕದಲ್ಲಿ ಕೂತವರು ಕೈ ಕೊಟ್ಟು ಹೇಳಿ, നമ്മൾ അനേകരെ വിടുവിക്കാനുള്ളവരാണ്. ನಾವು ಅನೇಕರನ್ನು ಬಿಡುಗಡೆ ಮಾಡಬೇಕಾದವರು. ಆಮೆನ್. നമുക്ക് ഫസ്റ്റ് ഒരു വിടുതൽ പ്രാപിക്കാം. ಮೊದಲು ನಮಗೊಂದು ಬಿಡುಗಡೆ ಹೊಂದಿಕೊಳ್ಳೋಣ. ആമേൻ. ഹല്ലേലൂയ. ചിലർ പറഞ്ഞില്ല. ಕೆಲವರು ಹೇಳಲೇ ಇಲ್ಲ. ആമേൻ. ഹല്ലേലൂയ. ಆಮೆನ್. ആമേൻ. ബ്രദർ കൂടെ പിന്നോട്ട് പോയിട്ട് ആ സഹോദരന്മാരുടെ ഇടയിലോട്ട് നിന്നിരുന്നു. ಆಮೇಲೆ ಸಹೋದರ, ನೀವು ಹೋಗಿ ಆ ಸಹೋದರ ಮಧ್ಯದಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿ. ಆಮೇನ್. എന്നിട്ട് ആമേൻ അവരുടെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ച് കുലുക്കിക്കോ. ನಂತರ ನೀವು ಅವ್ರ ಕೈಯೆಲ್ಲ ಹಿಡಿದು ಒಂದ್ಸರಿ ಕುಲುಕ್ರಿ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. മുന്നിൽ ആമേൻ ബുക്കൊക്കെ വേണമെങ്കിൽ മുന്നിൽ വെച്ചോ, കുഴപ്പമില്ല. ഹല്ലേലൂയ. ಆಮೇಲೆ ಬೈಬಲ್ ಬೇಕಾದ್ರೆ ಫ್ರಂಟ್ ಲೈನ್ ಅಲ್ಲಿ ಇಟ್ಕೊಳ್ಳ್ರಿ. ആമേൻ. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ನಾನು ಸಂಗತಿ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. ആമേൻ. നിങ്ങളിൽ ഒരു വിടുതൽ നടക്കണം. ನಿಮ್ಮೊಳಗೊಂದು ಬಿಡುಗಡೆ ಸಂಭವಿಸಬೇಕು. നമ്മിൽ ഒരു വിടുതൽ നടക്കണം. ನಮ್ಮೊಳಗೊಂದು ಬಿಡುಗಡೆ ಸಂಭವಿಸಬೇಕು. ആമേൻ. പാസ്റ്ററെ, നിങ്ങൾ എന്താ പറയുന്നേ? ಪಾಸ್ಟರ್, ನೀವೇನು ಹೇಳ್ತಾ ಇದ್ದೀರಿ? ഞങ്ങൾ അന്യഭാഷ പറയുന്നുണ്ട്. ನಾವು ಅನ್ಯ ಭಾಷೆ ಹೇಳ್ತೇವಲ್ಲ. ഞങ്ങൾ പ്രവചിക്കുന്നുണ്ട്. ನಾವು ಪ್ರವಾದಿಸ್ತೇವಲ್ಲ. അന്യഭാഷയും പ്രവചിക്കുകയും ആമേൻ ഭൂതത്തെ പുറത്താക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ದೆವ್ವ ಓಡಿಸುವುದು, ಆಮೇಲೆ ಪ್ರವಾದಿಸುವುದು, ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಮಾತನಾಡುವವರು, ಅವರ ಬಗ್ಗೆ ನಾನು ಹೇಳ್ತಾ ಇರೋದು. Praise the Lord. Hallelujah. നമ്മളിൽ സാത്താന്യ അവകാശങ്ങൾ വച്ചുകൊണ്ട് ಸೈತಾನನಿಗೆ ಕಾರ್ಯ ಮಾಡತಕ್ಕ ಮಂಡಲ ನಮ್ಮಲ್ಲೇ ಇಟ್ಟುಕೊಂಡು നമ്മൾ എത്ര ശുശ്രൂഷിച്ചാലും, ನಾವು ಎಷ್ಟು ಸೇವೆ ಮಾಡಿದ್ರು, എത്ര പ്രാർത്ഥിച്ചാലും, ನಾವು ಎಷ್ಟು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು, എത്ര പ്രവചിച്ചാലും, ನಾವು ಎಷ್ಟು ಪ್ರವಾದನೆ ಮಾಡಿದ್ರು, അതിൽ ഒരു വിടുതൽ ഉണ്ടാകണമെന്നില്ല. ಅದರಲ್ಲಿ ಒಂದು ಬಿಡುಗಡೆ ಉಂಟಾಗುವುದಿಲ್ಲ. ഈ അന്ത്യകാലത്ത് വേണ്ടത് സാത്താന്യ മണ്ഡലങ്ങളെ എല്ലാ രീതിയിലും ഉടയ്ക്കുന്ന ഒരു തലമുറയെ ಈ ಅಂತ್ಯ ಕಾಲದಲ್ಲಿ ಬೇಕಾಗಿರುವುದು ಸೈತಾನ್ಯ ಮಂಡಲವನ್ನ ಎಲ್ಲಾ ರೀತಿಯಲ್ಲಿಯೂ ಲಯ ಮಾಡುವ ಅಧಿಕಾರವುಳ್ಳ ಜನಾಂಗ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അതിനായി കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കാനാണ് നമ്മൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ಅದಕ್ಕಾಗಿ ಕರ್ತನೆ ಎಬ್ಬಿಸುವುದಕ್ಕಾಗಿ ನಮ್ಮನ್ನು ಇಲ್ಲಿ ಕರ್ಕೊಂಡು ಬಂದಿದ್ದಾರೆ. നിങ്ങൾ താനായിട്ട് വന്നതല്ല, കർത്താവ് നിങ്ങളെ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് ഇരുത്തിയിരിക്കുന്നു. ನೀವು ಸ್ವ ಇಚ್ಛೆಯಿಂದ ಬರಲಿಲ್ಲ, ಕರ್ತನು ನಿಮ್ಮನ್ನು ಕರ್ಕೊಂಡು ಬಂದು ಇಲ್ಲಿ ಕೂರಿಸಿದ್ದಾರೆ. നിങ്ങൾ ഇങ്ങനെ അവൻ പോയി കഴിഞ്ഞാൽ നിത്യതയിൽ കാണത്തില്ലെന്ന് യേശുവിന് അറിയാം. ಕಾರಣ ನಾವು ಈ ರೀತಿಯಾಗಿ ಮುಂದುವರೆದರೆ ದೇವರ ರಾಜ್ಯಕ್ಕೆ ನಾವು ತಲುಪುವುದಿಲ್ಲ ಎಂದು ಸ್ವಾಮಿಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತುಂಟು. ഇന്നൊരു വിടുതൽ പ്രാപിക്കാൻ നമുക്ക് ഒരുങ്ങാം. ನಾವೊಂದು ಬಿಡುಗಡೆ ಹೊಂದುವುದಕ್ಕಾಗಿ ಸಿದ್ಧರಾಗೋಣ. Praise the Lord. Hallelujah. 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 യേശുവിന്മേൽ അഭിഷേകം വന്നപ്പോൾ അവൻ സാത്താൻ ബാധിച്ചവരൊക്കെയും പുറത്താക്കി സൗഖ്യമാക്കി. ಯೇಸುವಿನ ಮೇಲೆ ಅಭಿಷೇಕ ಬಂದಾಗ ಸೈತಾನನಿಂದ ಬಾಧಿಸಲ್ಪಟ್ಟವರನ್ನೆಲ್ಲ ಆಚೆ ಹಾಕಿದರು. Praise the Lord. Amen. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ಎಲ್ಲರೂ ಇಲ್ಲಿದ್ದೀರಾ? അവൻ ഒന്നാമത് സാത്താൻ നമ്മുടെ ഉള്ളിൽ ബന്ധിക്കാൻ ആഗ്രഹിക്കുന്നത്, അവൻ നമ്മെ പൊസസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ಆಮೇಲೆ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಮೊದಲನೇದಾಗಿ ಸೈತಾನನು ನಮ್ಮನ್ನ ಆಮೇಲೆ ಬಂಧಿಸಿ ಆಮೇಲೆ കട്ടിനಲ್ಲಿರಬೇಕೆಂಬುದಾಗಿ ಬಯಸುತ್ತಾನೆ. ആമേൻ. ഡീമൻ പൊസസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആമേൻ പിശാചിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ಸೈತಾನನನ್ನ ಹೊತ್ತುಕೊಂಡು ತಿರುಗುವ ತುಂಬಾ ಜನ ಇದ್ದಾರೆ. ആമേൻ. രണ്ട് രീതിയിലാണ് സാത്താൻ ആമേൻ നിങ്ങളുടെ മേൽ അറ്റാക്ക് ചെയ്യുന്നത്. ಎರಡು ರೀತಿಯಲ್ಲಿ ಸೈತಾನ್ ನಿಮ್ಮೊಂದಿಗೆ ಹೋರಾಡ್ತಾನೆ. ഒന്ന്, സാത്താൻ നിങ്ങളെ പൊസസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ಮೊದಲನೇದಾಗಿ ಸೈತಾನನು ನಿಮ್ಮಲ್ಲಿ ವಾಸವಿರುವುದು, ನಿಮ್ಮನ್ನ ವಹಿಸುವುದು
ಮಾಡುವುದಕ್ಕಾಗಿ ಪ್ರಯತ್ನಿಸ್ತಾನೆ. അവന്റെ കൺട്രോൾ നിങ്ങളുടെ മേലുണ്ടായിരിക്കും. ಅವನ ಸಂಪೂರ್ಣ ನಿಯಂತ್ರಣ ನಿಮ್ಮ ಮೇಲೆ അവൻ ಇರಬೇಕೆಂದು ಅವನು ಬಯಸ್ತಾನೆ. എപ്പോഴും നിങ്ങളെ നടത്താൻ ആഗ്രഹിക്കും. ಅವನು ಯಾವಾಗಲೂ ನಿಮ್ಮನ್ನ ನಿಯಂತ್ರಿಸಬೇಕೆಂದು ಬಯಸ್ತಾನೆ. അങ്ങനെയുള്ളവർ നല്ലൊരു ആരാധനയ്ക്കകത്ത് വരുമ്പോ തന്നെ ഇങ്ങനെ ആടാൻ തുടങ്ങും. ಅಂತವರು ಚರ್ಚ್ ಒಳಗೆ ಬಂದು ಕೂತ್ಕೊಳ್ಳುವಾಗಲೇ ಅಲುಗಾಡುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸ್ತಾರೆ. നല്ല ആത്മസാന്നിധ്യം ഇറങ്ങുമ്പോൾ അവർക്ക് ആമേൻ ആമേൻ വേറെ രീതിയിൽ ആട്ടം വരും. ಪವಿತ್ರಾತ್ಮ ಸಾನ್ನಿಧ್ಯ ಇಳಿಯುವಾಗಲೇ ಅವರಿಗೆ ಇನ್ನೊಂದು ತರಹ ಅವರು ಅಲುಗಾಡುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸ್ತಾರೆ. ആരാധന അവരുടെ ആമേൻ ആരാധന അവർക്ക് അരോചകമായിരിക്കും. ಅವರಿಗೆ ಆರಾಧನೆಯ ಶಬ್ದವು ಇಷ್ಟವಾಗುವುದಿಲ್ಲ. ആമേൻ തലവേദന തുടങ്ങും. ಅವರಿಗೆ ತಲೆನೋವು ಪ್ರಾರಂಭವಾಗ್ತದೆ. തലകറങ്ങാൻ തുടങ്ങും. ಅವರ ತಲೆ ತಿರುಗುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತದೆ. ಓಡണമെന്ന് തോന്നും. ಅವರಿಗೆ ಇಳಿದು ಓಡಬೇಕು ಅಂತ ಅನಿಸ್ತದೆ. അതിന്റെ കാരണം എന്താണെന്നറിയാവೋ? ಅದರ ಕಾರಣ ಏನು ಗೊತ್ತುಂಟಾ? You are possessed with demons. ಸೈತಾನನ ನಿಯಂತ್ರಣದಲ್ಲಿಯೂ ಸೈತಾನನು ಅವನನ್ನು ವಹಿಸಿಕೊಂಡಿದ್ದಾನೆ. Praise the Lord. ಆಮೆನ್. Hallelujah. Hallelujah. ഒരുപക്ഷേ അവൻ പ്രസംഗം കേൾക്കാൻ സാത്താൻ അലോ ചെയ്യുമായിരിക്കും. ಒಂದು ವೇಳೆ ಅವನ ಪ್ರಸಂಗ ಕೇಳುವುದಕ್ಕೆ ಸೈತಾನ ಅವಕಾಶ ಕೊಡ್ತಾನೆ. എന്നാൽ സാന്നിധ്യം ഇറങ്ങുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ಆದರೆ ದೇವರ ಸಾನ್ನಿಧ್ಯ ಇಳಿಯುವಾಗ ಅವನೊಳಗೆ ಕೂತ್ಕೊಳ್ಳುವುದಕ್ಕೆ ಆಗುದಿಲ್ಲ. ആമേൻ. ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ സാത്താൻ ഇരിക്കാനേ പറ്റത്തില്ല. ದೇವರ ಸಾನ್ನಿಧ್ಯ ಎಲ್ಲಿದೆಯೋ ಅಲ್ಲಿ ಸೈತಾನ್ ಕೂರಕ್ಕೆ ಆಗುದಿಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വിടുതലയക്കട്ടെ. ಅಂತವರ ಮೇಲೆಯೂ ಇಂದು ಹಗಲು ಕರ್ತನು ಬಿಡುಗಡೆ ಕೊಡುವವನಾಗಿದ್ದಾನೆ. Praise the Lord. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ആമേൻ പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ നിങ്ങളിൽ ആമേൻ ആരുടെയെങ്കിലും ഉള്ളിൽ സാത്താൻ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അവയെ എടുത്തു കളയാൻ സർവശക്തനായ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ದೇವರ ಮಕ್ಕಳು ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಇರುವಾಗಲೇ ಯಾವುದಾದರೂ ಮಂಡಲದಲ್ಲಿ ದೇವರ ಮಕ್ಕಳನ್ನ ಆಮೇಲೆ ವಹಿಸಿಕೊಳ್ಳುವುದು, ನಿಯಂತ್ರಿಸುವುದು, ಸೈತಾನನ ಕಾರ್ಯಗಳು ಎಲ್ಲಿಯಾದರೂ ಇದ್ದರೆ ಅದು ಇವತ್ತು ನಿಮ್ಮ ಶರೀರವನ್ನ ಬಿಟ್ಟು ಹೋಗಲೇಬೇಕು. ആമേൻ. ಆಮೆನ್. അതിനു വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുക. ಅದಕ್ಕೋಸ್ಕರ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ಆಗಿರಿ. രണ്ടാമത്തെ രീതി എന്താണെന്നറിയാമോ? ಎರಡನೇ ರೀತಿ ಏನು ಗೊತ್ತುಂಟಾ? ആമേൻ. സാത്താൻ പൊസസ് ചെയ്യത്തില്ല. അവൻ നിന്നെ ആമേൻ നിന്റെ മേൽ ഇൻഫ്ലുവൻസ് അഥവാ സ്വാധീനം ഇട്ടിരിക്കും. ಸೈತಾನನು ನಿನ್ನ ಮೇಲೆ ಸ್ವಾಧೀನತೆಯನ್ನು ಇಟ್ಟಿರ್ತಾನೆ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. സാത്താൻ എവിടെയോ ഇരിക്കും. ಸೈತಾನ್ ಎಲ್ಲಿಯೋ ಇರ್ತಾನೆ. എന്നാൽ ഒരു കണക്ഷൻ നിന്റെ മേൽ ഇട്ടേക്കും. ಆದ್ರೆ ಒಂದು ಸಂಬಂಧ ನಿನ್ನೊಂದಿಗೆ ಇರ್ತದೆ. ഹല്ലേലൂയ. 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 ആമേൻ. നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ അന്യഭാഷ പറയുമ്പോഴും ನಿಮಗೆ ಗೊತ್ತಾಗುವುದಿಲ್ಲ ನೀವು ಅನ್ಯ ಭಾಷೆ ಹೇಳುವಾಗ. ചിലപ്പോൾ പ്രവചിക്കുമായിരിക്കും. ಕೆಲವೊಮ್ಮೆ ನೀವು ಪ್ರವಾದಿಸಬಹುದು. പക്ഷേ ആ ഏരിയ വരുമ്പോൾ സാത്താൻ നിങ്ങളെ ആ കൺട്രോളിൽ ഇട്ടേക്കുക. ಆದ್ರೆ ಆ ನಿಯಂತ್ರಣ ಇರುವುದರಿಂದ ಆಮೇಲೆ ಆ ಸಂದರ್ಭಗಳಲ್ಲಿ ಸೈತಾನ್ ನಿನ್ನನ್ನು ನಿಯಂತ್ರಿಸ್ತಾ ಇರ್ತಾನೆ. ആമേൻ. പാപം ചെയ്യും. ആമേൻ. എന്നാൽ പ്രവചിക്കുകയും ചെയ്യും. ಪಾಪವನ್ನು ಮಾಡುತ್ತೀರಿ, ಪ್ರವಾದನೆಯನ್ನು ಮಾಡುತ್ತೀರಿ. ആമേൻ. പാപം ചെയ്തുകൊണ്ട് തന്നെ ശുശ്രൂഷിക്കുകയും ചെയ്യും. ಪಾಪವನ್ನು ಮಾಡಿಕೊಂಡೇ ಸೇವೆಯನ್ನು ಮಾಡುವಿರಿ. ആമേൻ. പാപം ചെയ്തുകൊണ്ട് തന്നെ ആരാധിക്കുകയും ചെയ്യും. ಪಾಪವನ್ನು ಮಾಡಿಕೊಂಡೇ ಆರಾಧನೆಯನ್ನು ಮಾಡುವಿರಿ. എന്താ പറ്റിയതാ? എന്താ ആമേൻ? കാരണം എന്തോ? ಇದರ ಕಾರಣವೇನು? ആമേൻ. സാത്താൻ ആമേൻ നിങ്ങളുടെ മേൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയേക്കുക. ಸೈತಾನನು ನಿಮ್ಮ ಮೇಲೆ ಸ್ವಾಧೀನತೆಯನ್ನಿಟ್ಟಿದ್ದಾನೆ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 അവൻ പൂർണ്ണമായ അവകാശമൊന്നും പറയുന്നില്ല. ಅವನು ಆಮೇಲೆ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಬೇರೆ ಯಾವುದೇ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವುದಿಲ್ಲ. ആമേൻ. സാത്താൻ അവകാശം പറയുന്നില്ല. ಸೈತಾನ್ ಸಂಪೂರ್ಣವಾದ ಸ್ವಾಧೀನತೆ ಇಟ್ಟಿರುವುದಿಲ್ಲ. ആമേൻ. പക്ഷേ ആമേൻ ചില വിഷയങ്ങളിൽ മാത്രം സാത്താൻ വരുന്നു. ಆದ್ರೆ ಕೆಲವು ವಿಷಯಗಳಲ್ಲಿ ಮಾತ್ರ ಸೈತಾನನು ಬಂದು ಅವನಲ್ಲಿ ಕೆಲಸ ಮಾಡ್ತದೆ. Praise the Lord. ಆಮೆನ್. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ಆದುದರಿಂದ ದೇವರ ವಾಕ್ಯ ಹೇಳ್ತದೆ. എഫെസ്യ ലേഖനം ಎಫೆಸ್ಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 4-ാം അധ്യായമാണെന്ന് തോന്നുന്നു. 4ನೇ ಅಧ್ಯಾಯ. ആമേൻ. അതിന്റെ ആമേൻ 27-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു. ಅದರ 27ನೇ ವಾಕ್ಯದಲ್ಲಿ ನೋಡುತ್ತೇವೆ. ആമേൻ. ആമേൻ. സാത്താന് പിശാചിന് ഇടം കൊടുക്കരുത്. ಸೈತಾನನಿಗೆ ಅವಕಾಶ ಕೊಡಬೇಡ್ರಿ. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് കൈ എടുത്തിട്ട് പറഞ്ഞേ, ಪಕ್ಕದಲ್ಲಿ ಕೂತವರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳ್ರಿ, ಸೈತಾನಿಗೆ ಜಾಗ ಕೊಡಬಾರದು. ಸೈತಾನಿಗೆ ಅವಕಾಶ ಕೊಡಬೇಡ್ರಿ. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. പിശാചിന് ഇടം കൊടുക്കരുത്. ಸೈತಾನನಿಗೆ ಅವಕಾಶ ಕೊಡಬೇಡ್ರಿ. പിശാചിന് അവകാശം കൊടുക്കല്ല. ಸೈತಾನನಿಗೆ ಅವಕಾಶ ಕೊಡಬೇಡ್ರಿ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഒരു ചെറിയൊരു അവകാശം കൊടുത്താൽ, ನೀನೊಂದು ಸಣ್ಣ ಅವಕಾಶ ಮಾಡಿಕೊಟ್ರೆ, ആമേൻ, അവൻ നിന്റെ വീട്ടിൽ വന്ന് ആമേൻ വലിയൊരു വീട് കെട്ടും. ಅವನು ನಿನ್ನ ಮನೆಯೊಳಗೆ ಬಂದು ಅವನ ದೊಡ್ಡ ಮನೆ ಕಟ್ಟುತ್ತಾನೆ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. നമുക്കറിയാവുന്ന ഒരു കഥ ഞാൻ പറയാം. ನಮಗೆ ಗೊತ್ತಿರುವ ಒಂದು ಸಂಗತಿ ಹೇಳುತ್ತೇನೆ. ഒരു കഥ ഞാൻ പറയാം. ಒಂದು ಕಥೆ ಹೇಳುತ್ತೇನೆ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എല്ലാവർക്കും കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമാണോ? ಎಲ್ರಿಗೂ ಕತೆ ಕೇಳೋದು ಇಷ್ಟ ಅಲ್ವಾ? ഹല്ലേലൂയ. ആമേൻ. പണ്ടൊരു മനുഷ്യൻ ആമേൻ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ വീട്ടിൽ ചെന്നിട്ട് ಮೊದಲೊಬ್ಬ ಮನುಷ್ಯನು ಇನ್ನೊಂದು ಮನುಷ್ಯನ ಮನೆಗೆ ಹೋಗಿ ആമേൻ എനിക്ക് ഒരു ആണി അടിക്കാൻ അധികാരം തരണമെന്ന് പറഞ്ഞു. ಒಬ್ಬ ಮನೆಗೆ ಹೋಗ್ಬಿಟ್ಟು ಹೇಳ್ತಾನೆ, ನೋಡಪ್ಪ ನಿನ್ ಮನೆ ಒಳಗೆ ನಾನೊಂದು ಮೊಳೆ ಹೊಡಿಯಕ್ಕೆ ನನಗೆ ಜಾಗ ಕೊಡಬೇಕು. ആമേൻ ഒരു ആണി അടിക്കാനുള്ള അവകാശമില്ല. ಒಂದು ಮೊಳೆ ಹೊಡಿತಾನೆ, ನಿನ್ ಮನೆ ಒಳಗೆ ನಾನೊಂದು ಮೊಳೆ ಹೊಡೆದಿಡ್ತೇನೆ. ആമേൻ. കുഴപ്പമില്ല, ചെയ്തോളാം പറഞ്ഞു. ಆಗ ಅವ್ನ ಸ್ನೇಹಿತ ಅಲ್ವಾ, ಆಯ್ತು ಒಂದ್ ಮೊಳೆ ತಾನೆ ತಂದು ಹೊಡ್ಕೊ ನನ್ನ ಮನೆಯಲ್ಲಿ ಅಂತ ಒಪ್ಪಿಗೆ ಕೊಡ್ತಾನೆ. വലിയ ತೊಂದರೆ ಇಲ್ಲದ ವಿಷಯವಲ್ಲ, ಏನ್ ತೊಂದರೆ ಇಲ್ಲಲ್ಲ, ಅವನೊಂದ್ ಮೊಳೆ ಹೊಡೆದು ಹೋಗ್ಲಿ. ആമേൻ. ಅದು അവിടെ ഇരുന്നോളല്ലോ, ಆ ಮೊಳೆ ಅಲ್ಲಿ ಇರ್ತದಲ್ಲ. ആമേൻ. ഒരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞു. ಏನು ತೊಂದರೆ ಇಲ್ಲ. ആമേൻ. ആമേൻ. പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ ആമേൻ ആ ആണിയിൽ ഒരു സാധനം ഒന്ന് തൂക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ಮಾರನೇ ದಿವಸ ಬಂದು ಹೇಳ್ತಾನೆ, ನಾನ್ ನಿನ್ನೆ ಹೊಡೆದ್ನಲ್ಲ ಮೊಳೆ, ಅದರಲ್ಲಿ ಒಂದು ಚಿಕ್ಕ ವಸ್ತು ತೂಗಾಕ್ತೇನೆ ಅಂತ ಹೇಳ್ತಾನೆ. ആമേൻ. ഒരു കലണ്ടർ. കുഴപ്പമില്ല, കലണ്ടർ അല്ലേ? ಅದೇನೊಂದು ಕ್ಯಾಲೆಂಡರ್ ಅಲ್ವಾ, ಆಯ್ತು ಹಾಕೋ ಎಂಬುದಾಗಿ ಹೇಳ್ತಾನೆ. ആമേൻ. ഓരോരോ ദിവസം വന്നിട്ട് ഓരോരോ സാധനങ്ങൾ തൂക്കാൻ തുടങ്ങി. ಅವನು ಪ್ರತಿ ದಿವಸ ಒಂದೊಂದೇ ತಂದು ಆ ಮೊಳೆಯಲ್ಲಿ ತೂಗಾಗ್ಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದ. ആമേൻ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ചീഞ്ഞ ആമേൻ പഴങ്ങൾ, ചീഞ്ഞ പഴത്തിന്റെ വേസ്റ്റുകളൊക്കെ കൊണ്ട് തൂക്കാൻ തുടങ്ങി. ಸ್ವಲ್ಪ ದಿನಗಳಾದ್ಮೇಲೆ ಅವನ ಮನೆಯಲ್ಲಿ ಏನೇನು ವಸ್ತುಗಳು ಕೆಟ್ಟೋಗ್ತದೋ, ಹಾಳಾದ ಹಣ್ಣು, ಹಾಳಾದ ಆಹಾರ ವಸ್ತುಗಳನ್ನ ಕವರಲ್ಲಿ ಹಾಕುದು, ತಗೊಂಡು ಬಂದು ಈ ಮೊಳೆಯಲ್ಲಿ ನೇತಾಕುದು. ആമേൻ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ ആമേൻ ജീർണമായ ആമേൻ ഈ ആമേൻ മാംസമൊക്കെ ജീർണമായ അതിന് നാറ്റം വരുമല്ലോ, ആ സ്മെല്ലുള്ള വസ്തുക്കൾ കൊണ്ട് തൂക്കാൻ തുടങ്ങി. ಸ್ವಲ್ಪ ದಿನಗಳಾದ್ಮೇಲೆ ದುರ್ವಾಸನೆ ಉಂಟು ಮಾಡುವ ವಸ್ತುಗಳು, ಏನು ಇದು ಮಟನ್ನು ಚಿಕನ್ ಎಲ್ಲ ಹಾಳಾದ್ಮೇಲೆ ದುರ್ವಾಸನೆ ಬರ್ತದಲ್ಲ, മാംസ, ಅದನ್ನೆಲ್ಲ ತಕೊಂಡು ಬಂದು കവರಲ್ಲಿ ಹಾಕಿ തൂക്കാക്ലിಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದ. ഈ ആദ്യമേ ആമേൻ ആണി അടിച്ചപ്പോഴേ തന്നെ ആമേൻ പറയുന്നുണ്ടായിരുന്നു, ഈ ആണിയിൽ മേൽ എന്ത് അധികാരം, എന്ത് വേണം എനിക്ക് ഞാൻ കൊണ്ടുവന്ന് തൂക്കുമെന്ന് പറഞ്ഞു. ಆದ್ರೆ ಅವನು ಮೊದಲೇ ಏನ್ ಮಾಡಿರ್ತಾನೆ ಅಂದ್ರೆ, ನಾನೊಂದು ದೊಡ್ಡ ಮೊಳೆ ಹೊಡಿತೇನೆ, ಆ ಮೊಳೆಯ ಮೇಲೆ ನನಗೆ ತುಂಬಾ ಅಧಿಕಾರ ಬೇಕು, ನನಗೆ ಮಾತ್ರ ಅಧಿಕಾರ ಇರಬೇಕು ಅಂತ ಹೇಳ್ಕೊಳ್ತಾನೆ. ആണിയിൽ മാത്രം എനിക്ക് അധികാരം വേണം, ನಾನು ಬೇರೆ ಯಾವುದು ಮುಟ್ಟುವುದಿಲ್ಲ, ನಾನು ಹೊಡೆಯುವ ಆಣಿ ಮೇಲೆ ಮಾತ್ರ ನನಗೆ ಏನಿರ್ತದೆ, ಅಧಿಕಾರ ಇರ್ತದೆ. അപ്പോ ഈ ഉടമയ്ക്ക് ഇവനോട് പറയാൻ പറ്റുന്നില്ല എന്താ എനിക്ക് ചെയ്യുന്നത്. ಹಾಗಾಗಿ ಆ ಮನೆಯಲ್ಲಿ ವಾಸ ಇರುವ ವ್ಯಕ್ತಿಗೆ, ಅವನ ಸ್ವಂತ ಮನೆಯ ಓನರಿಗೆ ಈ ಮೊಳೆ ಮೇಲೆ ಯಾವ ಅಧಿಕಾರವೂ ಇಲ್ಲ. ಹಾಗಾಗಿ ಅವನಿಗೆ ಏನು ಮಾತಾಡಕ್ ಆಗುದಿಲ್ಲ. ആമേൻ. അടാ, ഞാൻ നിനക്കെല്ലാ അധികാരം തന്നേക്കല്ലേ, ನಾನು ಎಲ್ಲಾ ಅಧಿಕಾರ ನಿನಗೆ ಕೊಟ್ಟಿದ್ದೇನಲ್ಲ, അവൻ എന്ത് വേണമെങ്കിലും അവിടെ കൊണ്ടുവിടാം, ಏನ್ ಬೇಕಾದ್ರೂ ಆ ಮೊಳೆಯಲ್ಲಿ ತೂಕ ಹಾಕ್ಬಹುದು. അവൻ അവസാനം ഈ മനുഷ്യന് അവൻ ബുദ്ധിമുട്ടി അവിടുന്ന് ആ വീട് വിട്ട് പോകേണ്ടി വന്നെന്ന് ആ കഥ പറയുന്നത്. ಸ್ವಲ್ಪ ದಿನಗಳಾದ ಮೇಲೆ ಆ ಮೊಳೆಯಲ್ಲಿ ಇವನಿಗೆ ತಗೊಂಡು ಬಂದು ಹಾಕುವ ವಸ್ತುಗಳಿಂದ ಉಂಟಾಗುವ ದುರ್ವಾಸನೆ, ಅವನಿಗೆ ಅದರೊಳಗೆ ಕುಟುಂಬವಾಗಿ ವಾಸ ಇರಲಿಕ್ಕೆ ಆಗದೆ ಇದ್ದ ಕಾರಣ ಅವನು ಮನೆಯನ್ನೇ ಖಾಲಿ ಮಾಡಿ ಹೋಗುವ ಪರಿಸ್ಥಿತಿ ಬಂತು ಎಂದು ಆ ಕತೆ ಹೇಳ್ತದೆ. ആമേൻ. ഇതൊരു കഥയാ, ಇದೊಂದು ಕಥೆ. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ നടത്താറുണ്ട്. ಅದು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಕೂಡ ಅದು ನಡೆಯುತ್ತದೆ. ചെറിയ ചെറിയ വിഷയങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തു കൊടുക്കാറുണ്ട്. ಸಣ್ಣ ಸಣ್ಣ ವಿಚಾರಗಳಿಗೆ ನಾವು ಸೈತಾನನಿಗೆ ಅನುಮತಿ ಕೊಡುತ್ತೇವೆ. ആമേൻ. ആമേൻ. നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളതെന്ന് അറിയാമോ? ನಾವು ಸಾಧಾರಣ ಏನ್ ಮಾಡುತ್ತೇವೆ, ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ട് ಒಂದು ಸಣ್ಣ ತಪ್ಪನ್ನು ಮಾಡಿ ആമേൻ 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 അതൊന്നും കർത്താവ് ആമേൻ ഒന്നും കാര്യമാക്കത്തില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ನಾವು ತಿಳ್ಕೊಳ್ತೇವೆ, ಅದರನ್ನು ದೇವರೇನು ಅದರಲ್ಲಿ ದೊಡ್ಡ ವಿಚಾರವಾಗಿ ತಕ್ಕೊಳ್ಳುವುದಿಲ್ಲ ಎಂದು കർത്താവ് ಯೋಚಿಸ್ತೇವೆ. കാര്യമാക്കത്തില്ലായിരിക്കാം, ದೇವರು ಒಂದು ವೇಳೆ ಅದನ್ನು ದೊಡ್ಡದಾಗಿ ತಕ್ಕೊಳ್ಳುವುದಿಲ್ಲ. പക്ഷേ നീ ചെയ്യുന്ന ഓരോ തെറ്റിലും നീ സാത്താന് ഇടം കൊടുക്കുകയാണ്. ಆದರೆ ನಾವು ಮಾಡುವ ಒಂದೊಂದು ಸಣ್ಣ ಸಣ್ಣ ತಪ್ಪುಗಳಲ್ಲಿಯೂ ಸೈತಾನನಿಗೆ ಅವಕಾಶ ಮಾಡಿಕೊಡ್ತಾ ಇದ್ದೇವೆ. Praise the Lord. ಸ್ತೋತ್ರ. എഫേസ്യ ലേഖനത്തിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നിടത്ത് പറയുന്നു, ಎಫೆಸಿಯ ಪತ್ರಿಕೆಯಲ್ಲಿ ಈ ವಾಕ್ಯ ಬರೆದಿರುವ ಸ್ಥಳದಲ್ಲಿ ನೋಡ್ತೇವೆ, കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യരുത്. ಕೋಪ ಮಾಡಿದ್ರು ನೀವೇನ್ ಮಾಡಬಾರದು, ಪಾಪ ಮಾಡಬಾರದು. എന്നിട്ട് എഴുതിയിരിക്കുന്നത് സാത്താൻ ഇടം കൊടുക്കരുത്. ನಂತರ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ಸೈತಾನನಿಗೆ ಅವಕಾಶ ಕೊಡಬೇಡ್ರಿ. അപ്പൊ കോപം സാത്താന്യമല്ല, ಅವನ ಕೋಪ ಸೈತಾನನಿಂದ ಬರುವಂತದ್ದಲ್ಲ, അവൻ കോപം നിന്റേതാണ്. ಕೋಪವು ನಮ್ಮ ವೈಯಕ್ತಿಕವಾಗಿದೆ. പക്ഷെ അതിനാൽ നീ പിശാചിന് ഇടം കൊടുക്കല്ല. ಆದರೆ ಆ ವೈಯಕ್ತಿಕ ಸ್ವಭಾವದ ಮೇಲೆ ಸೈತಾನನಿಗೆ ಅವಕಾಶ ಕೊಡಬಾರದು. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ಪಕ್ಕದಲ್ಲಿ ಕೂತವ್ರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳ್ರಿ, ആമേൻ. കോപം നിനക്കൊണ്ടായിരിക്കാം, ಕೋಪ ನಿಮಗೆ ಇರಬಹುದು. ആമേൻ. ഇല്ലെന്നൊന്നും കള്ളം പറയല്ലേ. ಕೋಪ ನನಗಿಲ್ಲ ಎಂದು ಸುಳ್ಳು ಹೇಳಬೇಡ್ರಿ, ಹೇಳಿ.
ആ ആ എല്ലാരും ഇവിടെ ഉണ്ടോ? ಎಲ್ಲರೂ ಇದ್ದೀರಾ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അപ്പൊ അവൻ കോപം നിനക്ക് വരുമായിരിക്കാം, ಕೋಪ ನಿಮಗೆ ಬರಬಹುದು, പക്ഷേ പാപം ಆದರೆ ചെയ്യരുത്. ಪಾಪ ಮಾಡಬಾರದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എല്ലാരും ഇവിടെ ഉണ്ടോ? ಎಲ್ಲರೂ ಇಲ್ಲಿದ್ದೀರಾ? ശകരഗസ്യാരകൽക്കന. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ಇದು ಸೈತಾನನು ಹೇಳುತ್ತಿದ್ದಾನೆ. പരിശുദ്ധാത്മാവ് പറയുവാണ്, പരിശുദ്ധാത്മാവ് സോറി, ಈಗ ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ, അനേകർ സാത്താന് ഇടം കൊടുത്തോണ്ടിരിക്കുക. ಅನೇಕರು ಸೈತಾನನಿಗೆ ಅವಕಾಶ ಮಾಡಿ ಕೊಡುತ್ತಿದ್ದಾರೆ. ആമേൻ. ഇവിടെ വരുമ്പോ ഒരു ഭാഷ, ಇಲ್ಲಿ ಬರುವಾಗ ಒಂದು ಭಾಷೆ, വീട്ടിൽ പോകുമ്പോ വേറൊരു ഭാഷ, ಮನೆಗೆ ಹೋದ್ಮೇಲೆ ಇನ್ನೊಂದು ಭಾಷೆ. ആമേൻ. ಆಮೇಲೆ കോപം വരുമ്പോ വീണ്ടും ഒരു വേറൊരു ഭാഷ. ಕೋಪ ಬಂದಾಗ ಮತ್ತೊಂದು ಭಾಷೆ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം സാത്താൻ നിന്റെ ഉള്ളിൽ കുടിൽ കെട്ടിയിട്ടുണ്ടെന്നാ. ಅದರ ಅರ್ಥ ಸೈತಾನನಿಗೆ ನೀನು ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟಿದ್ದಿ. ആമേൻ. ആമേൻ. ഇന്ന് അവന്റെ അവകാശങ്ങളെ പൊളിച്ചെടുക്കുന്ന ആമേൻ പകലായി ഇത് മാറട്ടെ. ಇಂದು ಸೈತಾನನಿಗೆ ನೀನು ಕೊಟ್ಟಿರುವ ಅವಕಾಶಗಳನ್ನು ಸಂಪೂರ್ಣ ಕ್ಷಯಿಸಿ ಹೋಗುವ ಅವಕಾಶವಾಗಿರಲಿ. ഹല്ലേലൂയ. Praise the Lord. ഈ കാലഘട്ടത്തിൽ നമുക്കൊരു വിടുതൽ വേണം. ಈ ಕಾಲಘಟ್ಟದಲ್ಲಿ ನಮಗೊಂದು ಬಿಡುಗಡೆ ಬೇಕಲ್ಲ? എവിടെന്ന് വിടുതൽ വേണം? ಎಲ್ಲಿಂದ ಬಿಡುಗಡೆ ಬೇಕು? നാം സാത്താന് കൊടുത്തിരിക്കുന്ന ജാഗകളെ നമ്മൾ തിരിച്ചറിയണം. ಸೈತಾನನಿಗೆ ಕೊಟ್ಟಿರುವ ಅವಕಾಶಗಳು ಎಲ್ಲಿ ಎಲ್ಲಿ ಎಂದು ನಾವು ತಿಳಿದುಕೊಳ್ಳತಕ್ಕದ್ದು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഇന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ അവനെ പുറത്താക്കണം. അവിടെ ಇವತ್ತು ನೀನು ಅದನ್ನು ತಿಳಿದುಕೊಂಡವನಾಗಿ ಅದನ್ನ ಆಚೆ ಹಾಕಬೇಕು. നീ അവിടെ നിന്ന് അവനെ പുറത്താക്കണം. ನೀನು ಅವನನ್ನ ಒಳಗಿಂದ ಹೊರ ಹಾಕಿ ಬಿಡಬೇಕು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞാൻ ഒരു വായിച്ച ഒരു കഥ കൂടെ ഞാൻ പറയുവാണ്. ನಾನು ಓದಿದ ಒಂದು ಕಥೆಯನ್ನು ಸಹ ಹೇಳ್ತೇನೆ. ആമേൻ. പണ്ട് ക്യാമറകൾ ഇറങ്ങുന്ന കാലഘട്ടം, ಅನೇಕ ವರ್ಷಗಳ ಹಿಂದೆ ಕ್ಯಾಮರಾಗಳು ಬರುವ ಸಮಯ, ಕ್ಯಾಮರಾ ಉಪಯೋಗಿಸುವ ಕಾಲ. ആമേൻ. ക്യാമറകൾ അവൻ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ಕ್ಯಾಮರಾಗಳು ಬರುವ ಸಮಯ ಅದು ಆಗ ಕಂಡುಹಿಡಿತಾ ಇದ್ದಾರೆ. ആമേൻ. അപ്പോ ക്യാമറ, ആമേൻ, ഒരു ക്യാമറയുള്ള ഒരു മനുഷ്യൻ പെട്രോൾ അടിക്കാൻ വേണ്ടി ആമേൻ കാറിൽ ചെന്ന് ആമേൻ പെട്രോൾ സ്റ്റേഷനിൽ നിന്നു. ಒಂದು ಸಾರಿ ಕ್ಯಾಮರಾ ಮೊಟ್ಟ ಮೊದಲು ತೆಗೆದುಕೊಂಡ ವ್ಯಕ್ತಿ ತನ್ನ ಕಾರಿಗೆ ಪೆಟ್ರೋಲ್ ಹಾಕುವುದಕ್ಕಾಗಿ ಪೆಟ್ರೋಲ್ ಬಂಕಿಗೆ ಹೋಗ್ತಾರೆ. ആമേൻ. അവൻ പെട്രോൾ അടിക്കുന്നതെല്ലാം താൻ ഫോട്ടോയിൽ പകർത്തി, ಪೆಟ್ರೋಲ್ ಅವನು ಹಾಕುವುದು ಬಿಡುವುದು ಎಲ್ಲವನ್ನು ಫೋಟೋ ತೆಗಿತಾನೆ. ആമേൻ. അവൻ ഫോട്ടോയിൽ പകർത്തിയിട്ട് ആമേൻ ആമേൻ അത് അവിടെ വച്ചിട്ട് അവൻ അങ്ങ് പോയി. ಫೋಟೋ ತೆಗೆದು ಅಲ್ಲೇ ಇಟ್ಟು ಹೋಗ್ತಾರೆ. ആമേൻ. എന്നാൽ ഈ പെട്രോൾ ബങ്കിന്റെ ഉടമസ്ഥൻ ഇത് കണ്ടിട്ട്, ಪೆಟ್ರೋಲ್ ಬಂಕಿನ ಒಂದು ಏನು ಯಜಮಾನ ಅದನ್ನ ನೋಡಿ, ആമേൻ, അവനുണ്ടായിരുന്ന കാർ എടുത്തിട്ട് ഇവന്റെ പിറകെ പോവുകയാണ്. ಆಮೇಲೆ ಅವನ ಕಾರಲ್ಲಿ ಇವನನ್ನು ಹಿಂಬಾಲಿಸಿಕೊಂಡು ಹೋದ್ರು. ആമേൻ. അവന്റെ കാറിൽ ആമേൻ തന്റെ കൂടെ വന്ന പലരും ഉണ്ടായിരുന്നു. ಆತನ ಜೊತೆಗೆ ಬಂದ ಅನೇಕರಿದ್ದರು. ആമേൻ. ഓടിക്കൊണ്ടുപോയി ഞങ്ങൾ തിരികെ കൊടുക്കുകയാണ്. ಇದನ್ನು ವಾಪಸ್ ತಗೊಂಡೋಗಿ ಈ ಕ್ಯಾಮರಾ ಆತನಿಗೆ ವಾಪಸ್ ಕೊಡುವುದಕ್ಕಾಗಿ ಹಿಂದೆ ಹೋಗ್ತಿದ್ದಾರೆ. ആമേൻ. കൊണ്ടുപോയി കൊടുത്തു. ಹಿಂದಕ್ಕೆ ತಗೊಂಡೋಗಿ ಕೊಟ್ರು. ആമേൻ. കൊടുത്തപ്പോൾ ആ സ്നേഹിതൻ പറഞ്ഞു, ಕೊಡುವಾಗ ಸ್ನೇಹಿತರೆ, നിങ്ങളുടെ ഇത്രയും വിശ്വസ്തത കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ನೀವು ಇಷ್ಟು ಒಳ್ಳೆಯವರಲ್ವಾ, ನಾನು ಮರೆತು ಬಂದ ಕ್ಯಾಮರಾ ನನ್ನ ಹಿಂದೆ ಬಂದು ನನಗೆ ಕೊಟ್ರಲ್ಲ, ಹಾಗಾಗಿ ನಿಮ್ಮ ಮೇಲೆ ಪ್ರೀತಿ ಇರುವುದರಿಂದ ನಿಮ್ಮ ಫೋಟೋ ತೆಗಿತೇನೆ. നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും മുന്നോട്ട് വന്ന് ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ನೀವು ಗಂಡ ಹೆಂಡತಿ ಒಟ್ಟಿಗೆ ನಿಂತುಕೊಳ್ಳಿ, ನಾನು ನಿಮ್ಮದೊಂದು ಫೋಟೋ ತಗೊಳ್ತೇನೆ. അപ്പോ പറയാ, ആമേൻ ആമേൻ ഞങ്ങളുടെ ഫോട്ടോ എടുക്കല്ലേ. ಆಗ ಆ ಬಂಕ್ ಓನರ್ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಬೇಡ ಬೇಡ, ನಿಮ್ಮ ಕ್ಯಾಮರಾದಲ್ಲಿ ನಮ್ಮ ಫೋಟೋ ತೆಗಿಬೇಡ್ರಿ. ഇത് എന്റെ ഭാര്യയല്ല, വേറെ ആളുടെ ഭാര്യ. ಆಗ ಅವನು ಹೇಳ್ತಾನೆ, ಇದು ನನ್ನ ಹೆಂಡತಿ ಅಲ್ಲ, ಅದು ಬೇರೊಂದು ವ್ಯಕ್ತಿಯ ಹೆಂಡತಿ ನಾನು ಕರ್ಕೊಂಡು ಬಂದಿದ್ದೇನೆ, ಹಾಗಾಗಿ ಫೋಟೋ ತೆಗಿಬೇಡಿ. ആമേൻ. ക്യാമറയുടെ വിഷയത്തിൽ അവർ ആമേൻ പെർഫെക്റ്റ് ആയിരുന്നു. ಅವನು ಕ್ಯಾಮರಾದ ವಿಷಯದಲ್ಲಿ ಅವನು ಪರ್ಫೆಕ್ಟ್ ಆಗಿದ್ದ, പക്ഷേ ലൈഫിൽ പെർഫെക്റ്റ് അല്ലായിരുന്നു. ಆದ್ರೆ ಅವನ ಜೀವಿತದಲ್ಲಿ ಅವನೇನಾಗಿರ್ಲಿಲ್ಲ, ಪರ್ಫೆಕ್ಟ್ ಆಗಿರ್ಲಿಲ್ಲ. വിശ്വസ്തനാണ്, ಅವನು ನಂಬಿಗಸ್ತನಾಗಿದ್ದಾನೆ, അവൻ ചില ഭാഗങ്ങളിൽ മാത്രം. ಅವನು ಕೆಲವು ವಿಚಾರಗಳಲ್ಲಿ ನಂಬಿಗಸ್ತನು, പക്ഷേ അവൻ എല്ലായിടത്തും വിശ്വസ്തനല്ല. ಅವನು ಎಲ್ಲಾ ವಿಚಾರಗಳಲ್ಲಿಯೂ ನಂಬಿಗಸ್ತನಲ್ಲ. എല്ലാരും ഇവിടെ ഉണ്ടോ? ಎಲ್ಲರೂ ಇಲ್ಲಿದ್ದೀರಾ? പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പാസ്റ്റർ കഥയൊക്കെ പറയുന്നതൊക്കെ കൊള്ളാം, ಪಾಸ್ಟ್ರೆ ಕತೆ ಹೇಳುವುದೆಲ್ಲ ಚೆನ್ನಾಗಿದೆ, ഞങ്ങളുടെ തലക്കിട്ടടിക്കല്ല. ಆದ್ರೆ ನಮ್ಮ ತಲೆಗೆ ಇಷ್ಟು ಹೊಡಿಬಾರದು ಮಾರೇರೆ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം,
ಇವತ್ತು ನಾನು ಒಂದು ಸಂಗತಿ ಹೇಳ್ತೇನೆ, സാത്താന്റെ അവകാശങ്ങളും കൊടുത്ത് വച്ചുകൊണ്ട് നീ ഇരിക്കുമ്പോൾ എത്ര സാത്താനോട് പോന്ന് പറഞ്ഞാലും അവൻ നിന്നെ വിട്ടു പോകത്തില്ല. ಸೈತಾನನಿಗೆ ಕೂತ್ಕೊಳ್ಳುವುದಕ್ಕೆ ಅವಕಾಶ ಕೊಟ್ಟ ಮೇಲೆ ಬಿಟ್ಟೋಗು 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 ಅಂತ ಹೇಳಿದರೆ ಅವನು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ. അവൻ നിന്റെ ജീവിതത്തിൽ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ಅವನು ನಿನ್ನ ಜೀವಿತವನ್ನು ನಾಶ ಮಾಡುತ್ತಲೇ ಇರ್ತಾನೆ. അവൻ നിന്റെ ജീവിതത്തെ ಅವನ ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കും. ಜೀವಿತವನ್ನ ಬಲಹೀನಪಡಿಸುತ್ತಲೇ ಇರ್ತಾನೆ. ഇന്ന് അവയുടെ മേൽ നിന്ന് ഒരു വിടുതൽ പ്രാപിച്ച് എഴുന്നേൽക്കുന്ന ദിവസമായി ദിവസം ಇಂದು ಹಗಲು ಸೈತಾನನ ಮೇಲಿಂದ ಬಿಡುಗಡೆ ಹೊಂದಿ ಆಚೆ ಬರುವ ಒಂದು ಹಗಲಾಗಿರಲಿ. ആമേൻ ആമേൻ. ദൈവം നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ದೇವರು ನಿಮ್ಮನ್ನು ಬಿಡುಗಡೆಗೊಳಿಸಲಿಕ್ಕೆ ಬಯಸುತ್ತಿದ್ದಾರೆ. വചനം ഇങ്ങനെ പറയുന്നു. ದೇವರ ವಾಕ್ಯ ಹೀಗೆ ಹೇಳ್ತದೆ. 1 യോഹന്നാൻ ആമേൻ 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. 1 ಯೋಹಾನ 3ನೇ ಅಧ್ಯಾಯ 1 ಯೋಹಾನ 3ನೇ ಅಧ್ಯಾಯ 9ನೇ ವಾಕ್ಯ 8-ാമത്തെ വാക്യം 8ನೇ ವಾಕ್ಯ. ആമേൻ ആമേൻ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ಸೈತಾನನ ಕಾರ್ಯಗಳನ್ನು ಲಯ ಮಾಡುವುದಕ್ಕಾಗಿ ದೇವಕುಮಾರನು ಪ್ರತ್ಯಕ್ಷನಾದನಲ್ಲವೋ. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് കൈ എടുത്തിട്ട് പറഞ്ഞേ, ಪಕ್ಕದಲ್ಲಿ ಕೂತವರಿಗೆ ಕೈ ಕೊಟ್ಟು ಹೇಳ್ರಿ, ആമേൻ ആമേൻ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ಸೈತಾನನ ಕಾರ್ಯಗಳನ್ನು ಲಯ ಮಾಡುವುದಕ್ಕಾಗಿ ಸೈತಾನನ ಕೆಲಸಗಳನ್ನು ಲಯ ಮಾಡುವುದಕ್ಕೋಸ್ಕರವೇ ದೇವಕುಮಾರನು ಪ್ರತ್ಯಕ್ಷನಾದನು. ആമേൻ. ആമേൻ. പിശാചിന്റെ പ്രവർത്തികളെ നിന്നിൽ നിന്ന് അഴിച്ചു മാറ്റാൻ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ಹೌದು, ಪಕ್ಕದಲ್ಲಿರಿಗೆ ಹೇಳಿ, ಆಮೇಲೆ ಪ್ರೈಸರಡು ಸೈತಾನನ ಕಾರ್ಯಗಳನ್ನು ನಿಮ್ಮಿಂದ ಲಯ ಮಾಡುವುದಕ್ಕಾಗಿ ಕರ್ತನಾದ ಯೇಸು ಇಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ആമേൻ. പിശാചിന്റെ പ്രവർത്തികൾ ഒന്നുപോലും നിന്റെ മേൽ ശേഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ಸೈತಾನನ ಕೆಲಸಗಳಲ್ಲಿ ಒಂದು ಸಹ ನಿನ್ನಲ್ಲಿ ಇರುವುದಕ್ಕೆ ಅವಕಾಶ ಇರಬೇಡ. ആമേൻ. അവൻ എല്ലാം അഴിക്കാൻ റെഡിയാണ്. ಆಮೇಲೆ ದೇವರು ಎಲ್ಲಾ ಸೈತಾನನ ಕೆಲಸಗಳನ್ನು ಬಿಚ್ಚುವುದಕ್ಕೆ ತಯಾರಾಗಿದ್ದಾನೆ. സാത്താൻ കെട്ടാൻ വരുമ്പോൾ ആമേൻ യേശു അഴിക്കാൻ വന്നു. ಸೈತಾನನು ಕಟ್ಟುವುದಕ್ಕೆ ಬರುವಾಗ ಯೇಸು ಬಿಚ್ಚಲಿಕ್ಕೆ ಬರುತ್ತಾರೆ. ആമേൻ. സാത്താന് കെട്ടാൻ ഒരു ദിവസം ഉണ്ടെങ്കിൽ ആമേൻ യേശുവിനെ അഴിക്കാൻ ഒരു ദിവസം ഉണ്ടാകും. ಕಟ್ಟುವುದಕ್ಕಾಗಿ ಸೈತಾನಿಗೊಂದು ದಿವಸ ಇರುವುದಾದರೆ ಬಿಚ್ಚುವುದಕ್ಕಾಗಿ ಕರ್ತನಿಗೆ ಮತ್ತೊಂದು ದಿವಸವಿರುತ್ತದೆ. ആമേൻ. അത് ഇന്നാണ്. ಅದು ಇಂದು ಹಗಲೇ ಆಗಿದೆ. അത് ഈ ദിവസമാണ്. ಅದು ಈ ದಿವಸವೇ ಆಗಿದೆ. ആത്മാവിൽ സ്വതന്ത്രരായി നമ്മൾ എഴുന്നേൽക്കാൻ ಆತ್ಮನಲ್ಲಿ പോകുകയാണ്. ಸ್ವತಂತ್ರರಾಗಿ ನಾವು ಮಾರ್ಪಡಬೇಕಾಗಿದೆ ಪ್ರಿಯರೇ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ, Praise the Lord. ಹಲ್ಲೆಲೂಯಾ. യേശു ആമേൻ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. ಯೇಸು ಬಂದು ಹೀಗೆ ಹೇಳಿದ್ರು. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം. ಯೋಹಾನ ಸುವಾರ್ತೆ 8ನೇ ಅಧ್ಯಾಯ 32ನೇ ವಾಕ್ಯ. ആമേൻ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ಸತ್ಯವನ್ನು ನೀವು ನಂಬರಿ, ಸತ್ಯವು ನಿಮ್ಮನ್ನು ಸ್ವಾತಂತ್ರ್ಯ ಮಾಡುತ್ತದೆ. ആമേൻ. എന്താണ് നിങ്ങളെ വിടുവിക്കുന്നത്? ಏನು ನಿಮ್ಮನ್ನು ಬಿಡಿಸುತ್ತದೆ? എന്താണ് നിങ്ങളെ വിടുവിക്കുന്നത്? ಯಾರು ನಿಮ್ಮನ್ನು ಬಿಡಿಸುತ್ತಾರೆ? ആമേൻ. നിങ്ങൾ സത്യം അറിയും, ನೀವು ಸತ್ಯವನ್ನು ತಿಳಿದುಕೊಳ್ಳುವಿರಿ, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ಸತ್ಯವು ನಿಮ್ಮನ್ನು ಸ್ವತಂತ್ರ ಮಾಡುವುದು. സാധാരണ നമ്മൾ ഈ വാക്യം എടുത്തിട്ട് ആമേൻ നല്ല നല്ല പാരമ്പര്യ ക്രിസ്ത്യർക്ക് അടി കൊടുക്കാൻ എടുക്കുന്ന വാക്യമാണ് ഈ വാക്യം. ಸಾಮಾನ್ಯವಾಗಿ ಪಾರಂಪರ್ಯ ಸಾಂಪ್ರದಾಯಿಕ ಕ್ರೈಸ್ತರಿಗೆ ಒಳ್ಳೆ ಹೊಡೆತ ಕೊಡುವುದಕ್ಕಾಗಿ ಉಪಯೋಗಿಸುವ ವಾಕ್ಯ. ആമേൻ. എന്താണെന്നറിയോ? ಏನು ಗೊತ್ತುಂಟು? സത്യം നിങ്ങൾ അറിയണം, ನೀವು ಸತ್ಯ ತಿಳ್ಕೊಳ್ಬೇಕು, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണം. ಸತ್ಯ ನಿಮ್ಮನ್ನು ಸ್ವತಂತ್ರ ಮಾಡುತ್ತದೆ. ആദ്യം സത്യം നീ അറിയണം. ಮೊದಲು ಸತ್ಯ ನಾವು ಅಥವಾ ನೀವು ತಿಳ್ಕೊಳ್ಬೇಕು. അവൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ದೇವರ ವಾಕ್ಯ ಹೇಳ್ತದೆ, ഇതിനകത്തെ സത്യം ಇದರೊಳಗಿರುವ ಸತ್ಯ നിന്റെ സത്യമായി മാറണം. ನಿನ್ನ ಸತ್ಯವಾಗಿ ഈ ಮಾರ್ಪಡಬೇಕು. സത്യം നിന്നെ സ്വതന്ത്രമാക്കണം. ಈ ಸತ್ಯ ನಿನ್ನನ್ನು ಸ್ವಾತಂತ್ರ್ಯ ಮಾಡಬೇಕು. ഇതിനകത്ത് അനേക സത്യമുണ്ട്. ಇದರೊಳಗೆ ಅನೇಕ ಸತ್ಯಗಳಿದೆ. ആ സത്യം നിന്റെ സത്യമായി മാറണം. ಆ ಸತ್ಯವು ನಿನ್ನ ಸತ್ಯವಾಗಿರಬೇಕು. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് കൈ എടുത്തിട്ട് പറഞ്ഞേ, ಪಕ್ಕದಲ್ಲಿರುವ ಕೈ ಕೊಟ್ಟು ಹೇಳ್ರಿ, ഇതിന്റെ അകത്തുള്ള സത്യം ಸತ್ಯವೇದದಲ್ಲಿರುವ ಸತ್ಯ നിന്റെ സത്യമായി മാറണം. ನಿಮ್ಮ ಸತ್ಯವಾಗಬೇಕು. അവൻ നീ ഇത് അറിയണം. ನೀವಿದನ್ನು ತಿಳಿಯಬೇಕು. അപ്പോൾ നീ സ്വതന്ത്രമാകും. ಆಗ ನೀವು ಸ್ವಾತಂತ್ರ್ಯ ಹೊಂದುವಿರಿ. സത്യം അറിയാതെ നിനക്ക് സ്വതന്ത്രമാകാൻ പറ്റത്തില്ല. ಸತ್ಯ ಬರದ ಹೊರತು ನೀನು ಸ್ವತಂತ್ರನಲ್ಲ. അപ്പൊ സത്യം അറിയണം. ಹಾಗಿರುವುದರಿಂದ ಸತ್ಯ ತಿಳ್ಕೊಳ್ಬೇಕು. അടുത്തിരിക്കുന്ന ഒരാളൊന്ന് തട്ടി വിളിച്ചിട്ട് പറഞ്ഞ സത്യം അറിയണം. ಪಕ್ಕದಲ್ಲಿ ಕೂತವರನ್ನ ತಟ್ಟಿ ಎಬ್ಬಿಸಿ ಹೇಳಿ, ಸತ್ಯವನ್ನ ತಿಳ್ಕೊಳ್ರಿ. ആമേൻ. സത്യം അറിയണം. ಸತ್ಯವನ್ನ ತಿಳ್ಕೊಳ್ರಿ. സത്യം അറിയണം. ಸತ್ಯವನ್ನ ನಂಬ್ರಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. സത്യം അറിഞ്ഞാൽ അവൻ കെട്ടിനകത്ത് നമ്മൾ കിടക്കത്തില്ല. ಸತ್ಯವು ನಾವು ತಿಳ್ಕೊಂಡ್ರೆ ಆಮೇಲೆ ಕಟ್ಟಿನೊಳಗೆ ನಾವು ಇರುವುದಿಲ್ರಿ. സത്യം അറിഞ്ഞാൽ നമ്മൾ പിശാച് നമ്മളെ കെട്ടാൻ പറ്റത്തില്ല. പിന്നെ ಸತ್ಯವನ್ನ ನಾವು ತಿಳ್ಕೊಂಡ ಮೇಲೆ ಸೈತಾನ ನಮ್ಮನ್ನು ಮತ್ತೆ ಎಲ್ಲಿಯೂ ಕಟ್ಟುವುದಕ್ಕೆ ಸಾಧ್ಯವೇ ಇಲ್ಲ. സത്യം അറിഞ്ഞാൽ പിശാചിന്റെ ഒരു അവകാശം നമ്മുടെ മേൽ ഇരിക്കത്തില്ല. ಸತ್ಯವನ್ನು ನಾವು ತಿಳ್ಕೊಂಡ ಮೇಲೆ ಸೈತಾನನ ಯಾವ ಅವಕಾಶಗಳು ನಮ್ಮಲ್ಲಿ ಇರುವುದಿಲ್ಲ. സത്യം അറിഞ്ഞാൽ പിശാചിന് നമ്മെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. ಸತ್ಯವನ್ನ ನಾವು ತಿಳ್ಕೊಂಡ್ರೆ ಸೈತಾನ ಮತ್ತೆ ನಮ್ಮನ್ನು ಸ್ವಾಧೀನ ಮಾಡುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്, ಆಮೆನ್, പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ಎಲ್ಲರೂ ಇದ್ದೀರಲ್ಲ. ഹല്ലേലൂയ. സത്യം അറിയണം. ಸತ್ಯವನ್ನ ತಿಳ್ಕೊಳ್ರಿ. എന്താണ് സത്യം? ಏನಾಗಿದೆ ಸತ್ಯ? സാത്താൻ
നമ്മളെ മേൽ അവകാശം ഇടാൻ ആഗ്രഹിക്കുമ്പോൾ, ಸೈತಾನ್ ನಮ್ಮ ಮೇಲೆ ಅವಕಾಶ ಹಾಕುವುದಕ್ಕಾಗಿ ಹೋರಾಡುವಾಗ, യേശു നിങ്ങളിലുള്ളവൻ, ಯೇಸು ನಿಮ್ಮಲ್ಲಿರುವಾತನು, ആമേൻ, അവൻ നിങ്ങളെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നു. ಆತನು ನಿಮ್ಮನ್ನು ಸ್ವಾತಂತ್ರ್ಯ ಮಾಡಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತಿದ್ದಾರೆ. ആമേൻ. 1 യോഹന്നാൻ 4-ാമത്തെ വാക്യം പറയുന്നു, 1 ಯೋಹಾನ 4 ವಾಕ್ಯ ಹೇಳ್ತದೆ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ಮಕ್ಕಳೇ ನೀವು ದೇವರಿಗೆ ಹುಟ್ಟಿದವರಾಗಿದ್ದೀರಿ. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ಪಕ್ಕದಲ್ಲಿ ಮುಖ ನೋಡಿ ಹೇಳ್ರಿ. ആമേൻ. അവര് ഒത്തിരി വയസ്സുള്ളവരായിരിക്കും, ಅವರಿಗೆ ತುಂಬಾ ಪ್ರಾಯ ಇರಬಹುದು, പക്ഷെ വയസ്സില്ലാത്തവരും ആയിരിക്കും. ಒಂದು ವೇಳೆ ವಯಸ್ಸಿಲ್ಲದವರಾಗಿರಬಹುದು. മോനെ അല്ലെങ്കിൽ മോളെ എന്ന് വിളിച്ചോ. ನೀವು ಪಕ್ಕದಲ್ಲಿ ಕೂತವ್ರು ಯಾರು ಅಂತ ನೋಡ್ಬೇಡಿ, ಮಗನೇ ಮಗಳೇ ಅಂತಲೇ ಕರೀರಿ. മോനെ നീ ദൈവത്തിന്റെ മോന, ಮಗನೇ ನೀನು ದೇವರಿಗೆ ಮಗ, അവൻ ദൈവത്തിന്റെ മകളാ, ಮಗಳೇ ನೀನ್ ದೇವರಿಗೆ ಮಗಳು, അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാ, ನೀವು ದೇವರಿಂದ ಹುಟ್ಟಿದವರು. ആമേൻ. ഒന്നാമത്തെ സത്യം, ಮೊದಲನೇ ಸತ್ಯ, നിന്റെ അപ്പനും അമ്മയും അല്ല നിന്നെ ജനിപ്പിച്ചത്, ನಿನ್ನ ತಂದೆ ತಾಯಿಗಳಲ್ಲ ನಿನಗೆ ಆಮೇಲೆ ಜನ್ಮ ಕೊಟ್ಟಿದ್ದು. നിന്റെ ഒറിജിൻ യേശുവാ. ಆಮೇಲೆ നിന്റെ ഒറിജിൻ നിന്റെ ആമേൻ ആമേൻ ഉറവിടം യേശുവാ. ನಿನ್ನ ಪ್ರೈಸರ ಮೂಲ ಕಾರಣನು ಕ್ರಿಸ್ತನೇ. യേശുവാണ് നിന്റെ കാരണം. ನಿನ್ನ ಸೃಷ್ಟಿಗೆ ಕಾರಣಸ್ಥನು ಕ್ರಿಸ್ತನೇ. ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ചിലര് പറയാറുണ്ട്, ಕೆಲವರು ಹೇಳ್ತಾರೆ, എന്റെ കോപം ഉണ്ടല്ലോ പാസ്റ്റർ, ನನಗೆ ಕೋಪ ಬಂದರೆ ಉಂಟಲ್ಲ, എന്റെ കുടുംബത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ನನ್ನ ಫ್ಯಾಮಿಲಿಯ ಸಮಸ್ಯೆ ಏನು ಗೊತ್ತುಂಟ, ആമേൻ, ഞങ്ങൾക്ക് കോപത്തിന്റെ ഫാമിലിയാ, ನಮ್ಮ ಫ್ಯಾಮಿಲಿಯ ಕೋಪದ ಫ್ಯಾಮಿಲಿ. ആമേൻ. ഞങ്ങൾക്ക് കോപം വന്നാൽ വായല്ല സംസാരിക്കുന്നത്, കൈയാണ് സംസാരിക്കുന്നത്. ನಮಗೆ ಕೋಪ ಬಂದ್ರೆ ನಮ್ಮ ಬಾಯಿ ಮಾತಾಡೋದಿಲ್ಲ, ನಮ್ಮ ಕೈ ಮಾತಾಡ್ತದೆ. ആമേൻ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇത് പറഞ്ഞ് ഭയങ്കര ആമേൻ ആമേൻ എൻ്റെ അപ്പൻ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു, അവൻ അത്രയും കോപമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും കോപം വെച്ചോണ്ടിരിക്കാറുണ്ട്. ಇದೆಲ್ಲ ಹೇಳ್ಕೊಂಡು ನಮ್ಮ ಅಪ್ಪ ಹಾಗಿದ್ರು, ನಮ್ಮ ತಾತ ಭಯಂಕರ ಕೋಪಿಷ್ಟ, ಇದನ್ನೆಲ್ಲ ಹೇಳ್ಕೊಂಡು ನಾವು ಕೂಡ ಉಬ್ಬಿಕೊಳ್ತೇವೆ. ആമേൻ. അത് പറഞ്ഞ അവകാശം കൊടുക്കണോ സാത്താന്? ಇದು ಹೇಳಿ ಹೇಳಿ ಸೈತಾನನಿಗೆ ಮತ್ತು ಅವಕಾಶ ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಕೊಡಬೇಕಾ? നിന്റെ അപ്പൻ ആരാ? ನಿಮ್ಮ ತಂದೆ ಯಾರು? നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ನೀವು ದೇವರಿಗೆ ಮಕ್ಕಳಾಗಿದ್ದೀರಿ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു. ನೀವು ದೇವರಲ್ಲಿ ಹುಟ್ಟಿದವರಾಗಿದ್ದೀರಿ. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് കേട്ടു, നീ നിന്റെ അപ്പനും അമ്മയല്ല. ആമേൻ ആമേൻ. ഈ ലോകത്തിൽ അപ്പന്റെ അമ്മയുടെയും ചരിത്രമല്ല, യേശുവിൽ നിന്നാണ് നീ ജനിച്ചത്. ಪಕ್ಕದಲ್ಲಿ ಕೂತವರಿಗೆ ಹೇಳಿ, ನಿಮ್ಮ ಅಪ್ಪ ಅಮ್ಮನ ಚರಿತ್ರೆ ಹೇಳ್ಬೇಡ್ರಿ, ನೀವು ದೇವರಿಗೆ ಮಕ್ಕಳಾಗಿದ್ದೀರಿ, ಹಾಗಾಗಿ ದೇವರನ್ನೇ ತಿಳ್ಕೊಳ್ರಿ. Praise the Lord. ಹಲ್ಲೆಲೂಯ. Praise the Lord. ಹಲ್ಲೆಲೂಯ. നിന്റെ അപ്പൻ ആരാന്നറിയോ? യേശുവാ. ನಿಮ್ಮ ಅಪ್ಪ ಯಾರು ಗೊತ್ತಾ? ಯೇಸು. അപ്പൊ നിന്റെ മേൽ ഇരിക്കേണ്ട സ്വഭാവം ആരുടെയാ? യേശുവിൻ്റെതാ. ಹಾಗಾದ್ರೆ ನಿಮ್ಮ ಮೇಲೆ ಇರಬೇಕಾದ ಸ್ವಭಾವ ಯಾರ ಸ್ವಭಾವ ಇರಬೇಕು? ಯೇಸುವಿನ ಸ್ವಭಾವ. യേശുവിന്റെ സ്വഭാവം. ಯೇಸುವಿನ ಸ್ವಭಾವ. യേശുവിന്റെ സ്വഭാവം. ಯೇಸುವಿನ ಸ್ವಭಾವ. ചിലർക്ക് ഭയങ്കര അഹങ്കാരം, ಕೆಲವರಿಗೆ ತುಂಬಾ ಅಹಂಕಾರ. എന്റെ കുടുംബത്തിന്റെ സ്വഭാവം ഞാൻ വിടത്തില്ല, ನನ್ನ ಕುಟುಂಬದ ಸ್ವಭಾವ ನಾನು ಬಿಡೋದಿಲ್ಲ. അതുകൊണ്ട് സാത്താൻ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും. ಹಾಗಾಗಿ ಸೈತಾನ ಹಿಡ್ಕೊಂಡು ಕೂರಿಸ್ತಾನೆ. ഇത് ഹെറിഡിറ്ററി ആന്ന് പറയും. ಇದು ಇದು ವಂಶಾವಳಿ ಅಥವಾ ಏನು ಸಾಂಪ್ರದಾಯಿಕ ಸ್ವಭಾವ ಎಂದು ಹೇಳ್ತಾರೆ. അപ്പന്റെ മേലിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. ಇದು ನಮ್ಮ ಅಪ್ಪನಿಂದ ಬಂದದ್ದು. ലോകത്തിന്റെ പ്രകാരത്തിലുള്ള അപ്പന്റെ അമ്മയുടെ മേൽ നിന്ന് നിനക്കൊന്നും വേണ്ട. ಲೋಕದ ತಂದೆ ತಾಯಿಗಳಲ್ಲಿರುವ ಸಾಂಪ್ರದಾಯಿಕ ಸ್ವಭಾವಗಳು ಏನು ನಿಮಗೆ ಬೇಡ. ആ നല്ല സ്വഭാവങ്ങൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എടുത്തോ. ಏನಾದ್ರೂ ಒಳ್ಳೆಯ ಸ್ವಭಾವ ಅವರಲ್ಲಿ ಇದ್ರೆ ಅದನ್ನ ತಗೊಳ್ರಿ. ഹല്ലേലൂയ. വേണ്ടാത്ത സ്വഭാവങ്ങൾ എടുത്തിട്ട് ಬೇಡವಾದ ಸ್ವಭಾವಗಳನ್ನ ഇത് ಅವರಿಂದ ತಗೊಂಡು, ഹെറിഡിറ്ററിയാന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. ಅಯ್ಯೋ ಇದು ಸಂಪ್ರದಾಯ ಎಂದು ಹೇಳಿಕೊಂಡಿರಬೇಡ. ആമേൻ. അത് പറഞ്ഞിട്ട് സാത്താൻ നിന്റെ അകത്തിരിക്കുക. ಅದು ಹೇಳಿಕೊಂಡು ಇದು ನಿಮ್ಮ ಅಪ್ಪನ ಸ್ವಭಾವ, ನಿಮ್ಮ ಅಮ್ಮನ ಸ್ವಭಾವ ಅಂತ ಹೇಳಿ ಸೈತಾನ್ ಒಳಗಡೆ ಕೂತ್ಕೊಂಡಿದ್ದಾನೆ. എന്നാൽ യേശു എന്ന് പറയുക, ಇವತ್ತು ಯೇಸು ಹೇಳ್ತಿದ್ದಾರೆ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ಮಕ್ಕಳೇ ನೀವು ದೇವರಿಂದ ಹುಟ್ಟಿದವರಾಗಿದ್ದೀರಿ. നിങ്ങൾ അവരെ ജയിച്ചു വരിക്കുന്നു. ನೀವು ಅವರನ್ನು ಗೆದ್ದಿದ್ದೀರಿ. അവൻ എങ്ങനെ ജയിച്ചു? ಯಾರನ್ನು ಗೆದ್ದಿದ್ದೀರಿ? എങ്ങനെ ജയിച്ചു? എങ്ങനെ ജയിച്ചു? ಹೇಗೆ ಗೆದ್ದಿದ್ದೀರಿ? കാരണം നിങ്ങളിലുള്ളവൻ ನಿಮ್ಮಲ್ಲಿರುವ ಆತನು ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ಲೋಕದಲ್ಲಿರುವವನಿಗಿಂತ ದೊಡ್ಡವನಾಗಿದ್ದಾನೆ. നിങ്ങളിലുള്ളവൻ ನಿಮ್ಮಲ್ಲಿರುವ ಆತನು ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ಈ ಲೋಕದಲ್ಲಿರುವವನಿಗಿಂತ ದೊಡ್ಡವನಾಗಿದ್ದಾನೆ. കരങ്ങളെ
ಜೋರಾಗಿ ಕರಗಳನ್ನು ತಟ್ಟಿ ಆರಾಧಿಸಿರಿ. ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ. ಎನ್ನ ಉಳ್ಳಿಲುಳ್ಳವನ್ ನನ್ನ ಒಳಗಿರುವ ಆತನು ಸಾಧಾರಣಕಾರನಲ್ಲ, ಕ್ರೈಸ್ತರು ಸಾಧಾರಣ ವ್ಯಕ್ತಿಯಲ್ಲ. ಅವನ್ ಲೋಕದಲ್ಲಿರುವವನೇಕಾൾ വലിയവനാണ്. ಆತನು ಲೋಕದಲ್ಲಿರುವವನಿಗಿಂತ ದೊಡ್ಡವನಾಗಿದ್ದಾನೆ. അവനാണ് എന്റെ അപ്പൻ. ಆತನೇ ನಮ್ಮಪ್ಪ. അവന്റെ സ്വഭാവം എനിക്ക് വരണ്ടേ. ಆತನ ಸ್ವಭಾವವೇ ನನ್ನಲ್ಲಿರುವುದು. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അടുത്തൊരു ഇത് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്യണേ. ಪಕ್ಕದಲ್ಲಿ ಕೂತವ್ರು ಕೈ ಕೊಟ್ಟು ಹೇಳಿ, ಇನ್ನು ನಾನು ಹೇಳೋದು ನೀವು ಮಾಡಬೇಕು. ಆಮೇನ್ ಹೇಳಿ. ಅಲ್ಲ, നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യണം. ಈಗ ನಾವು ಏನು ಹೇಳ್ತೇವೆ ಅದನ್ನ ನೀವು ಮಾಡಬೇಕು. ಓಕೆ? നിന്റെ അപ്പൻ ആരാന്നറിയോ? ನಿಮ್ಮ ಅಪ್ಪ ಯಾರು ಗೊತ್ತಾ ಕೇಳಿ. ಓಕೆ, യേശു ಅല്ല, ಯೇಸು. അവൻ എവിടെ ഇരിപ്പുണ്ടെന്നറിയാവോ? ಆತನು ಎಲ್ಲಿದ್ದಾನೆ ಗೊತ್ತಾ? ಯೇಸು ಎಲ್ಲಿದ್ದಾರೆ? നോക്കി പറ, എൻ്റെ ഉള്ളിലുണ്ട്. ಹೇಳಿ, ನನ್ನ ಒಳಗಿದ್ದಾನೆ. ആമേൻ. അവൻ ആരാണെന്നറിയാവോ? ಆತ ಯಾರು ಗೊತ್ತಾ? ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. ಆತನು ಈ ಲೋಕದಲ್ಲಿರುವವ ಎಲ್ಲವುಗಳಿಗಿಂತ ದೊಡ್ಡವನಾಗಿದ್ದಾನೆ. അപ്പൊ സാത്താനാണോ വലിയവൻ? സാത്താനാണോ വലിയവൻ? ಆಗ ಸೈತಾನ್ ದೊಡ್ಡವನೋ? ಮಂತ್ರವಾದം വലുതാ? ಮಂತ್ರವಾದം വലുതാ? ಮಂತ್ರವಾದವು ದೊಡ್ಡದು. ഹല്ലേലൂയ. ആഭിചാരം നിന്നെ തൊടുവോ? ಮಾಟ ಮಂತ್ರ ನಿನ್ನನ್ನು ಮುಟ್ಟುತ್ತದ? നിന്റെ ഉള്ളിലുള്ളവൻ, ನಿನ್ನೊಳಗಿರುವ ಆತನು ഈ ലോകത്തിലുള്ള ശക്തികളെക്കാൾ വലിയവനാണ്. ಈ ಲೋಕದಲ್ಲಿರುವ ಶಕ್ತಿಗಳಿಗಿಂತ ದೊಡ್ಡವನಾಗಿದ್ದಾನೆ. ആയിരക്കണക്കിന് ശക്തികൾ എത്ര എഴുന്നേറ്റ് നിന്നാലും നിന്റെ ഉള്ളിൽ യേശു വലിയവനാണെങ്കിൽ, ಸಾವಿರಾರು ಶಕ್ತಿಗಳು ಒಟ್ಟಾಗಿ ಎದ್ದು ನಿಂತರು ಯೇಸು ನಿನ್ನೊಳಗೆ ಇರುವುದೇ ದೊಡ್ಡ ಕಾರ್ಯ. ആമേൻ. ആ ശക്തികൾ നിന്റെ അടുക്കൽ വരത്തില്ല. ಆ ಶಕ್ತಿಗಳು ನಿನ್ನ ಬಳಿಗೆ ಬರುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേരും, ನಿನ್ನ ಭಾಗದಲ್ಲಿ 1000 ಜನರು, ആമേൻ, നിന്റെ വലതുവശത്ത് 10000 പേരും വീഴും. ನಿನ್ನ ಪಕ್ಕದಲ್ಲಿ 1000 ಜನರು, ನಿನ್ನ ಬಲಭಾಗದಲ್ಲಿ 10,000 ಜನರು ಸತ್ತು ಬಿದ್ದರು. ആമേൻ. എന്നാൽ വൈരി നിന്നെ അടുത്ത് വരത്തില്ല. ಆದ್ರೂ ನಿನಗೇನು ಆಗುವುದಿಲ್ಲ. കാരണം എന്തെന്നറിയാവോ? ಕಾರಣವೇನು ಗೊತ್ತುಂಟು? നിന്റെ ഉള്ളിലുള്ളവൻ ನಿಮ್ಮೊಳಗಿರುವ ಆತನು ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകും. ಲೋಕದಲ್ಲಿರುವವನಿಗಿಂತ ದೊಡ್ಡವನಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ, ಪ್ರೈಸ್ ಗಾಡ್, ഹല്ലേലൂയ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. എന്റെ അപ്പന്റെ അമ്മയുടെ ഒരു ഇംപാർട്ടേഷൻ എനിക്കില്ല. ತಂದೆ ತಾಯಿಗಳಲ್ಲಿರುವ ಯಾವ ಸ್ವಭಾವಗಳು ನನ್ನೊಳಗೆ ಹರಡುವುದಿಲ್ಲ. ആമേൻ, ഹല്ലേലൂയ. എന്റെ അപ്പൻ യേശുവിന്റെ സ്വഭാവം മാത്രം എന്റെ ഉള്ളിൽ വരും. ನಮ್ಮ ಅಪ್ಪನ ಸ್ವಭಾವ ಅಂದ್ರೆ ಕ್ರಿಸ್ತನ ಸ್ವಭಾವ ಮಾತ್ರ ನಮ್ಮೊಳಗೆ ಬರುವುದು. അതുകൊണ്ട് ಆದ ಕಾರಣ സാത്താന്റെ എല്ലാ അധികാരങ്ങളെയും ഞാൻ ജയിക്കുന്നവനാണ്. ಸೈತಾನನ ಎಲ್ಲ ಅಧಿಕಾರಗಳನ್ನು ನಾನು ಗೆಲ್ಲುವವನಾಗಿದ್ದೇನೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒത്തിരി കർത്താവിന്റെ പ്ലാൻ തന്നെ ആയിരുന്നു ദൈവജനത്തെ വിടുവിച്ചെടുക്കുക. ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ದೇವರ ದೊಡ್ಡ ಉದ್ದೇಶವಾಗಿತ್ತು ಜನರನ್ನ ಹೊರತರುವುದು, ಬಿಡುಗಡೆ ಮಾಡಿ ಹೊರತರುವುದು. വിടുതൽ കർത്താവിന്റെ ലക്ഷ്യമാണെന്ന് പറഞ്ഞ അടുത്ത ಬಿಡುಗಡೆ ಕರ್ತನ ಗುರಿಯಾಗಿದೆ. ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಹೇಳಿ, ಬಿಡುಗಡೆ ಕರ್ತನ ಗುರಿಯಾಗಿದೆ. ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ പദ്ധതിയാണ്. ದೇವರು ನಿನ್ನನ್ನು ಬಿಡುಗಡೆಗೊಳಿಸುವುದಕ್ಕೆ ಬಯಸುವುದು ಕರ್ತನ ಗುರಿಯಾಗಿದೆ, ಆಲೋಚನೆಯಾಗಿದೆ. ഇതിനകത്ത് ചിലരുടെ മേലും ദൈവാത്മാവ് ശക്തമായ വിടുതലുകൾ അയക്കാൻ പോകുകയാണ്. ಇದರೊಳಗೆ ಕೆಲವರ ಮೇಲೆ ಪ್ರೈಸರು ದೈವಿಕ ಬಿಡುಗಡೆಗಳು ಆಮೇಲೆ ಕರ್ತನ ಕಳಗಿಸುತ್ತಿದ್ದಾನೆ. ട്രബിളിൽ നിന്ന് ചില പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ ಕಟ್ಟುಪಾಡುಗಳಿಂದ ಕರ್ತನು ಕೆಲವರನ್ನ ಬಿಡುಗಡೆ ಮಾಡುತ್ತಿದ್ದಾನೆ. ആമേൻ. അവിടെ ഇരിക്കുന്ന ഒരു ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലിയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ಅಲ್ಲಿ ಕೂತ್ಕೊಂಡಿರುವ ಕುಟುಂಬವನ್ನ ಪರಿಶುದ್ಧಾತ್ಮನು ನೋಡಿ ಮಾತಾಡ್ತಾನೆ. ആന്റി ഒന്ന് എഴുന്നേറ്റ്. ಸಿಸ್ಟರ್ ನೀವು ಎದ್ದೋಳ್ರಿ. ആമേൻ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. കർത്താവിനോട് പറയുക, ಕರ್ತನು ನಿಮಗೆ ಹೇಳುತ್ತಿದ್ದಾರೆ. ആമേൻ. ചില ഡേഞ്ചർ എന്ന് പറയുന്ന ചില അപായങ്ങളുടെ നടുവിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നത് ദൈവാത്മാവിനെ കാണിക്കുന്നു. ಕೆಲವು ಅಪಕಾರಿ ಘಟನೆಗಳಲ್ಲಿ, ಡೇಂಜರ್ ಅವಸ್ಥೆಗಳಲ್ಲಿ ನೀವು ಇದ್ದೀರಿ. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളെ കുലുക്കിക്കളയുന്ന കൊടുങ്കാറ്റുകളുടെ നടുവിലൂടെ നിങ്ങൾ പോകുന്നത് ഞാൻ ಕೆಲವು ಸಮಸ್ಯೆಗಳ ಮಧ್ಯದಲ್ಲಿ ನೀವು ಪ್ರಯಾಣ ಮಾಡುತ್ತಿದ್ದೀರಿ. ಭಯಂಕರವಾದ ಬಿರುಗಾಳಿ ನಿಮಗೆ ಎದುರಾಗಿ ಎದ್ದಿದೆ. ആമേൻ, ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ, ജീവിക്കാൻ പറ്റുമോ എന്ന് എന്നെ ഭയപ്പെടുകയാണ്. ಈ ಸಮಸ್ಯೆಗಳ ಮಧ್ಯದಲ್ಲಿ ನಾವು ಗೆಲ್ಲಲಿಕ್ಕೆ ಸಾಧ್ಯವೋ, ಬದುಕಲಿಕ್ಕೆ ಸಾಧ್ಯವೋ ಎಂಬುದಾಗಿ ನೀವು ಯೋಚನೆ ಮಾಡುತ್ತೀರಿ. ഞങ്ങളെ വിടുവിക്കുമെന്ന് നിങ്ങൾ പറയുന്നു. ಯಾರು ನಮ್ಮನ್ನು ಇದರಿಂದ ತಪ್ಪಿಸುವರು ಎಂದು ನೀವು ಯೋಚನೆ എന്നാൽ ಮಾಡುತ್ತೀರಿ. പരിശുദ്ധാത്മ പറയുന്നു,
ಆದರೆ ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳುತ್ತಿದ್ದಾರೆ, ആമൻ ഈ ലോകത്തിലെ ആമൻ ആരും നിങ്ങൾക്ക് വേണ്ടി ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. ಈ ಲೋಕದಲ್ಲಿ ಯಾರು ನಿಮಗಾಗಿ ಬರದಿದ್ರು ಪರಲೋಕದಿಂದ ನಾನು ನಿಮಗೆ ಸಹಾಯ ಮಾಡುವೆನು. ഞാൻ നിങ്ങളെ വിടുവിച്ചെഴുന്നേൽക്കും. ನಾನು ನಿನ್ನನ್ನು ಬಿಡುಗಡೆ ಮಾಡಿ ಎಬ್ಬಿಸುವ ದೇವರು. ആമൻ കുടുംബത്തിനകത്ത് ആമൻ അവൻ തമ്മിൽ കലഹമുണ്ടാക്കി ആമൻ തകർത്ത് കളയാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ, ಕುಟುಂಬದೊಳಗೆ ತಮ್ಮೊಳಗೆ ಜಗಳವಾಡಿ ಕಲಹ ಉಂಟಾಗಿ ಕುಟುಂಬವನ್ನು ಹಾಳು ಮಾಡುವುದಕ್ಕೆ ಸೈತಾನ್ ನಿಂತಿದ್ದಾನೆ. ആമൻ എന്നാൽ യേശു പറയുവാണ്, ಆದ್ರೆ ಯೇಸು ಹೇಳುತ್ತಿದ್ದಾರೆ, ഞാൻ നിങ്ങളെ വിടുവിച്ചെഴുന്നേൽപ്പിക്കാൻ ನಾನು ನಿನ್ನನ್ನು ಬಿಡಿಸಿ ಹೊರತರುವೆನು. ആമൻ മാത്രമല്ല പല കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ಮಾತ್ರವಲ್ಲ ಅನೇಕ ವಿಚಾರಗಳನ್ನು ನೀವು ಪ್ರಾರಂಭ ಮಾಡಿದ್ದೀರಿ. അനേക കാര്യങ്ങൾ ഇനിഷിയേഷൻ ചെയ്തു. ಅನೇಕ ಕೆಲಸಗಳನ್ನ ಕಾರ್ಯಗಳನ್ನು ನೀವು ಪ್ರಾರಂಭಿಸಿದ್ದೀರಿ. ആമൻ എല്ലാത്തിലും പരാജയം. ನೀವು ಯಾವ್ದನ್ನು ಪ್ರಾರಂಭ ಮಾಡಿದಿರೋ ಅದೆಲ್ಲ ಸೋಲೆ. ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ നടുവിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ಹಣದ ಭಯಂಕರವಾದ ಸಮಸ್ಯೆಯ ಒಳಗೆ ನೀವು ಪ್ರಯಾಣ ಮಾಡುತ್ತಿದ್ದೀರಿ. എന്നാൽ യേശു പറയുവാണ്, ಆದ್ರೆ ಯೇಸು ಹೇಳುತ್ತಿದ್ದಾರೆ, ഞാൻ നിങ്ങളുടെ മേൽ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ನಾನು ನಿನ್ನ ಕೈ ಹಿಡಿದು ಮೇಲೆತ್ತುವೆನು. അവൻ ചില ശോധനകളെ എടുത്തു കളയാൻ പോകുകയാണ്. ಕೆಲವು ಶೋಧನೆಗಳನ್ನ ನಿಮ್ಮಿಂದ ತೆಗೆದು ಹಾಕುವೆನು. അവൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ದೇವರ ಆತ್ಮನು ನನಗೆ ചില ಮಾತಾಡುತ್ತಿದ್ದಾನೆ, രോഗശക്തികളെ ഞാൻ നിങ്ങളുടെ കാൽ കീഴാക്കും. ಕೆಲವು ರೋಗ ಶಕ್ತಿಗಳನ್ನ ನಾನು ನಿಮ್ಮ ಕಾಲ ಕೆಳಗೆ ಹಾಕುವೆನು. ആത്മാവിനോട് പറയുന്നു, നിങ്ങൾ ഈ തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരുടെ നടുവിൽ, ದೇವರ ಆತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ, ನೀವು ನಾಶವಾಗುವ ನಿಟ್ಟಿನಲ್ಲಿ അനേകർ നോക്കുന്ന ಅನೇಕರು ಎದುರು ನೋಡುತ್ತಿದ್ದಾರೆ. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ അവരുടെ നടുവിൽ നിന്നെ ഉയർത്തി എഴുന്നേൽപ്പിക്കും. ಆದರೆ ಪವಿತ್ರಾತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ, ಅವರ ಮಧ್ಯದಲ್ಲಿ ನಾನು ನಿನ್ನನ್ನು ಮೇಲಕ್ಕೆ ಎತ್ತುವೆನು. രാത്രിയിലെല്ലാം ഞെട്ടി എഴുന്നേൽക്കുന്നത് പോലെ, ರಾತ್ರಿಯಲ್ಲಿ ಎಲ್ಲ ನೀವು ತಟ್ಟನೆ ಎದ್ದೇಳ್ತೀರಿ, ഭയപ്പെടുന്നത് പോലെ ಭಯಪಡುತ್ತೀರಿ. എന്നാൽ ഇന്ന് കർത്താവ് പറയുവാണ്, ಆದರೆ ಇವತ್ತು ಕರ್ತನು ಹೇಳುತ್ತಿದ್ದಾನೆ, ആ സാത്താന്യ മണ്ഡലങ്ങളെ യേശു ഇന്ന് ഉടയ്ക്കാൻ ಆ പോകുകയാണ്. ಸೈತಾನ್ಯ ಮಂಡಲಗಳನ್ನು ಯೇಸು ಇವತ್ತು ಒಡೆದಾಕುತ್ತಿದ್ದಾನೆ. വീട്ടിനകത്തിരിക്കാൻ ഭയം, ಮನೆಯೊಳಗೆ ಕೂತ್ಕೊಳ್ಳುವುದಕ್ಕೆ ಭಯ, ചില സമയത്ത് എവിടെയെങ്കിലും ഓടിപ്പോകണമെന്ന ചിന്ത, ಕೆಲವು ಸಮಯದಲ್ಲಿ ಎಲ್ಲಿಗಾದ್ರೂ ಓಡಿ ಹೋಗ್ಬೇಕು ಅನ್ನೋ ಆಲೋಚನೆ. എന്നാൽ യേശു എന്ന് പറയുക, ಆದ್ರೆ ಯೇಸು ಇವತ್ತು ಹೇಳುತ್ತಿದ್ದಾನೆ, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. ನಾನು ನಿನ್ನನ್ನು ಬಿಡುಗಡೆ ಮಾಡುತ್ತೇನೆ. എല്ലാവരും കരങ്ങളെ തട്ടി യേശുവിന് നന്ദി പറഞ്ഞു. ಎಲ್ಲರೂ ಕರಗಳನ್ನು ತಟ್ಟಿ ಕರ್ತನಿಗೆ ഇപ്പോൾ ಸ್ತೋತ್ರ. തന്നെ ഈ കുടുംബത്തിനകത്തേക്ക് ಈಗಲೇ ಈ ಕುಟುಂಬದ ಕಡೆಗೆ ഒരു വിടുതൽ വ്യാപരിക്കുക. ಒಂದು ಬಿಡುಗಡೆ ವ್ಯಾಪರಿಸುತ್ತಾ കണ്ണടച്ച് ಇದೆ. കർത്താവിന് നന്ദി പറഞ്ഞേ. ಆಮೇಲೆ ನೀವು ಕಣ್ಣು ಮುಚ್ಚಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ, യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇപ്പോൾ തന്നെ ಈಗಲೇ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. ಒಂದು ಬಿಡುಗಡೆ ವ್ಯಾಪರಿಸಲಿ. കരങ്ങളെ തട്ടി യേശുവിന് നന്ദി പറഞ്ഞേ. ಆಮೇಲೆ ಕರಗಳನ್ನು ತಟ್ಟಿ ಯೇಸುವಿಗೆ ಒಂದು ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. യേശുവിൻ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಆಮೇಲೆ ಚಪ್ಪಾಳೆ ತಟ್ಟಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡಿ. ಹಲ್ಲೆಲೂಯಾ, 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 ಹಲ್ಲೆಲೂಯಾ. ಯೇಸು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. യേശു നിങ്ങളെ തൊടുന്നു. ಯೇಸು ನಿಮ್ಮನ್ನು യേശു ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. നിങ്ങളെ തൊടുന്നു. ಯೇಸು ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾರೆ. ಓ ಜೀಸಸ್. ಜೋರಾಗಿ ಸ್ತುತಿಸಿರಿ. ಎಲ್ಲ ಕಟ್ಟುಗಳನ್ನ ഞാൻ അഴിക്കുന്നു. ಎಲ್ಲ ಕಟ್ಟುಗಳನ್ನ ಬಿಚ್ಚುತ್ತಾ ಇದ್ದೇವೆ. ಮಂತ್ರ ಮಾಟಗಳನ್ನು ഞാൻ അഴിക്കുന്നു. ಮಂತ್ರವಾದ ಕಟ್ಟುಗಳನ್ನು ಬಿಚ್ಚುತ್ತಾ ಇದ್ದೇನೆ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന എല്ലാ കെട്ടുകളും അഴിയണം. ಕುಟುಂಬದೊಳಗೆ ಆ ಕಟ್ಟಲ್ಪಟ್ಟಿರುವ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲಿ. അഴിഞ്ഞു മാറണം. ഹല്ലേലൂയ. ಕರಗಳನ್ನು ತಟ್ಟಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഈ ചെസ്റ്റ് പെയിൻ വരാറുണ്ടോ? ನಿಮಗೆ ಎದೆ ನೋವು ಬರ್ತದ? ഒരു ഭാരം വരുന്നത് പോലെ ഇങ്ങനെ ನಿಮಗೆ ಒಂದು ಭಾರ, ನಿಮ್ಮ ಎದೆಯಲ್ಲಿ ಒಂದು ಭಾರ. ಎಲ್ಲ ಕರ್ತಾವ್ ഇപ്പോൾ എടുത്തു മാറ്റാം. ಯೇಸು ಸ್ವಾಮಿ ಈಗಲೇ ಸೌಖ್ಯ ಮಾಡ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. ಆಮೆನ್. ಅನೇಕ ಸಮയം മരിച്ചാ മതി എന്ന് ചിന്തിക്കാറുണ്ട്. ಅನೇಕ ಸಾರಿ ಬದುಕುವುದು ಬೇಡ, ಸತ್ತರೆ ಸಾಕು ಎಂಬುದಾಗಿ ನೀವು ഒരു സൂയിസൈഡിന്റെ ചിന്ത, ಒಂದು ಆತ್ಮಹತ್ಯೆಯ ಪ್ರೇರಣೆ. ആമേൻ. യേശു എടുത്ത് മാറ്റാൻ പോകും. ಯೇಸು ಅದನ್ನ ತೆಗೆದಾಕ್ತಾ ಇದ್ದಾರೆ. പല പ്രാവശ്യം യേശു തട്ടി മാറ്റിയതാ മരണം. ಅನೇಕ ಸಾರಿ ಮರಣದಿಂದ ಯೇಸು ಬಿಡಿಸಿದ್ದಾರೆ. ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് ഈ കഴിഞ്ഞ അതായത് 2 വർഷമായിട്ട് ഒത്തിരി പ്രാവശ്യം മരിക്കണം എന്ന ചിന്തയിൽ ಕಳೆದ 2 ವರ್ಷಗಳಿಂದ ಬಹಳಷ್ಟು ಸಾರಿ ಸಾಯಬೇಕೆಂದು ಬಯಸುತ್ತೀರಿ. എന്നാൽ യേശു എന്ന് പറയുക, ಆದರೆ ಯೇಸು ಇವತ್ತು ಹೇಳ್ತಿದ್ದಾರೆ, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ പോവാ. ನಾನು ನಿನ್ನನ್ನು ಬಿಡಿಸುವ ದೇವರು. ഇന്ന് ക്രിസ്തുവിൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാവോ? ಯೇಸುವಲ್ಲಿ ಒಂದು ದೃಢ ನಿರ್ಧಾರ ತಗೊಳ್ತೀರಾ? ഹല്ലേലൂയ. എത്ര നാളായി നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്? ಎಷ್ಟು ದಿನದಿಂದ ಇಲ್ಲಿ ಬರ್ತಾ ಇದ್ದೀರಿ? ഫസ്റ്റ് ടൈം.
വലിയൊരു വിടുതൽ നിങ്ങളുടെ മേലേക്ക് ഇന്ന് വ്യാപരിക്കും. ಯೇಸು ದೊಡ್ಡ ಒಂದು ಬಿಡುಗಡೆ ನಿಮ್ಮ ಕುಟುಂಬದಲ್ಲಿ ಕೊಡ್ತಿದ್ದಾರೆ. ഫസ്റ്റ് ടൈം നിങ്ങൾ വരുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ പിടിക്കുക ഇന്ന്. ಮೊದಲನೇ ಸಾರಿ ನೀವು ಇಲ್ಲಿ ಬಂದಾಗಲೇ ಯೇಸು ನಿಮ್ಮಲ್ಲಿ ಬದಲಾವಣೆ ಕೊಡ್ತಿದ್ದಾರೆ. ആത്മാവിനോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിന് വേണ്ടിയവരാ. ದೇವರ ಆತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ, ನೀವು ಬದುಕಿದ್ದು ಕರ್ತನಿಗೆ ಪ್ರಯೋಜನ ಪಡಬೇಕಾದವರು. അല്ലെങ്കിൽ കൂട്ട മരണത്തിന് വേണ്ടി പ്രിപ്പയർ ആയതാ നിങ്ങൾ. ಇಲ್ಲದಿದ್ದರೆ ಕುಟುಂಬವಾಗಿ ಮರಣ ಹೊಂದುವುದಕ್ಕೆ ಯೋಚನೆ ಮಾಡಿದವರು ನೀವು ഇಲ್വാ? ആമേൻ. എന്നാൽ ദൈവം പറയുക, ഞാൻ നിങ്ങളെ വിടുവിക്കാൻ പോകും. ಆದ್ರೆ ದೇವರು ಹೇಳ್ತಿದ್ದಾರೆ, ನಾನು ನಿಮ್ಮನ್ನು ಬಿಡಿಸ್ತೇನೆ. കരം കോർത്ത് പിടിച്ച നിങ്ങൾ ಆ രണ്ടുപേരും ಕೈಯನ್ನ ಸೇರಿಸಿ ಹಿಡ್ಕೊಳ್ರಿ. എല്ലാ സഭയൊന്ന് പ്രാർത്ഥിച്ചേ. ಸಭೆಯವರೊಟ್ಟಾಗಿ ಪ್ರಾರ್ಥಿಸಿರಿ. ഇത് പുതുതായിട്ട് വന്നൊരു ഫാമിലിയാ ഇത്. ಇದು ಹೊಸದಾಗಿ ಬಂದಿರೋ ಒಂದು ಕುಟುಂಬ. അവര് പറയാ, ഫസ്റ്റ് ടൈം ആ ഞങ്ങൾ വന്നേന്ന്. ಮೊದಲನೇ ಸಾರಿ ಬಂದಿದ್ದೇವೆ. ഇന്ന് അവർ അനുഭവിക്കണം നമ്മൾ അനുഭവിച്ച ദൈവ സാന്നിധ്യം. ಇಂದು ನಾವು ಅನುಭವಿಸಿದ ದೈವಿಕ ಸಾನ್ನಿಧ್ಯ അവർ അനുഭവിക്കണം. ಇವರು ಅನುಭವಿಸಬೇಕು. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചേ. ಎಲ್ಲ ಕಣ್ಣುಗಳು ಮುಚ್ಚಿ നിങ്ങളുടെ ಪ್ರಾರ್ಥಿಸಿ. വായിലുള്ള അധികാരം പുറപ്പെട്ടു വരട്ടെ. ನಿಮ್ಮ ಬಾಯಿಂದ ಅಧಿಕಾರ ಹೊರಪಟ್ಟು ഓ ಬರಲಿ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇപ്പോൾ ಈಗಲೇ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ಇವರ ಮೇಲೆ ವ್ಯಾಪರಿಸುವ എല്ലാ ഇരുളുകളെയും, ಎಲ್ಲ ಕತ್ತಲೆಯನ್ನು, എല്ലാ ഇരുട്ടിന്റെ ಎಲ್ಲ ശക്തികളെയും ಕತ್ತಲೆಯ ಶಕ್ತಿಗಳನ್ನು യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അഴിക്കുന്നു. ಲಯ ಮಾಡುತ್ತೇವೆ. Jesus. Thank you, Lord. ಕಟ್ಟುಗಳು ಆಚೆ ಬರಲಿ. ಎಲ್ಲ ಸಾತಾನ್ಯ ಪಾಪಗಳು ಅಯ್ಯದೆ. ಎಲ್ಲ ಸೈತಾನ ಕಟ್ಟುಗಳು, ಸರ್ಪ ಶಕ್ತಿಗಳು, ಸರ್ಪ ಶಕ್ತಿಗಳು ಲಯವಾಗಲಿ യേശുവിൻ നാമത്തിൽ. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി ചോരങ്ങ. ഇപ്പോൾ ಈಗಲೇ വിടുതൽ വ്യാപരിക്കുന്നു. ಈಗಲೇ ಬಿಚ್ಚಲಿ. വിടുതൽ വ്യാപരിക്കുന്നു. ಬಿಡುಗಡೆ ವ್ಯಾಪರಿಸಲಿ. വിടുതൽ വ്യാപരിക്കുന്നു. ಬಿಡುಗಡೆ ವ್ಯಾಪರಿಸಲಿ. വിടുതൽ വ്യാപരിക്കുന്നു. ಬಿಡುಗಡೆ ವ್ಯಾಪರಿಸಲಿ. വിടുതൽ വ്യാപരിക്കുന്നു. ಬಿಡುಗಡೆ ವ್ಯಾಪರಿಸಲಿ. യേശുവിന്റെ സാന്നിധ്യം നിങ്ങളെ തൊടുന്നു. ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯ ನಿನ್ನನ್ನು കരങ്ങളെ ಮುಟ್ಟುತ್ತಾ തട്ടി, ಇದೆ. കരങ്ങളെ തട്ടി ജോರಾಗಿ ಕರಗಳನ್ನು ತಟ್ಟಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. യേശുവേ സ്തോത്രം എന്ന് ಹೇಳ್ರಿ. ಯೇಸುವೆ ಸ್ತೋತ್ರ. യേശുവേ ಸ್തೋತ್ರ എന്ന് ಹೇಳ್ರಿ. ಯೇಸುವೆ ಸ್ತೋತ್ರ. യേശുവേ സ്തോത്രം എന്ന് ಹೇಳ್ರಿ. ಯೇಸುವೆ ಸ್ತೋತ್ರ. യേശുവേ ಸ್തೋತ್ರ എന്ന് ಹೇಳ್ರಿ. ಯೇಸುವೆ ಸ್ತೋತ್ರ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഈ കുടുംബത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. ಕುಟುಂಬದಲ್ಲಿ ಬಿಡುಗಡೆ ವ್ಯಾಪರಿಸಲಿ. ആമേൻ. ಆಮೆನ್. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, കർത്താവായി സ്വീകരിച്ച്, ആമേൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്നുള്ള പ്രതിഷ്ഠയോടെ ഇവിടുന്ന് പോകണം കേട്ടോ. ಇಲ್ಲಿಂದ ಹೋಗುವುದಕ್ಕಿಂತ ಮುಂಚೆ ಯೇಸು ಸ್ವಾಮಿಯನ್ನು ಹೃದಯಕ್ಕೆ ಕರೆದುಕೊಂಡು ರಕ್ಷಕನಾಗಿಯೂ ದೇವರಾಗಿಯೂ ಇಟ್ಟುಕೊಂಡು ಆಮೇಲೆ ಒಳ್ಳೆ ತೀರ್ಮಾನದಿಂದ ಪ್ರತಿಷ್ಠೆಯಿಂದ ಇಲ್ಲಿಂದ ಹೋಗ್ಬೇಕು ನೀವು. ആമേൻ. പെട്ടെന്ന് തന്നെ നിങ്ങൾ ದೀಕ್ಷಾಸ್ನಾನ ತೆಗೆದುಕೊಂಡು ಸಭೆಯೊಂದಿಗೆ ಸೇರಿಕೊಳ್ಬೇಕು. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് വേണ്ടത് ഒരു ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ആണ്. ನಿಮಗೆ ಬೇಕಾಗಿರುವುದು ದೈವಿಕ ಸಂರಕ್ಷಣೆ. അത് നിങ്ങൾക്ക് ദൈവം തരും. ಅದು ನಿಮ್ಮೊಳಗೆ ಬರುವುದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്നേക്ക് 3-ാം മാസത്തിനുള്ളിൽ, ಇವತ್ತಿಗಿಂತ 3 ತಿಂಗಳೊಳಗೆ ആമേൻ, ദൈവത്തിനാണ് പറഞ്ഞു, നഷ്ടപ്പെട്ട ചില മണ്ഡലങ്ങളിൽ ദൈവിക ഉയർച്ചകൾ ഉണ്ടാകും. ದೇವರ ಮುಂದೆ ನೀವು ಪ್ರತಿಷ್ಠೆ ಮಾಡಿಕೊಂಡು ಹೋಗುದಾದ್ರೆ 3 ತಿಂಗಳೊಳಗೆ ನಿಮಗೆ ಏನ್ ನಷ್ಟವಾಯಿತು ದೇವರದನ್ನು ಹಿಂತಿರುಗಿ ಕೊಡುವನು. ആമേൻ. പരിശുദ്ധാത്മാ പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನು ಹೇಳುತ್ತಿದ್ದಾನೆ, നിങ്ങൾ എവിടെ നിന്ന് വിട്ടുപോകണമെന്ന് ചിന്തിക്കുന്നു ആ വീട് നിങ്ങൾക്കൊരു സ്വർഗമാകും. ನೀವು ಯಾವ ಮನೆಯನ್ನು ಬಿಟ್ಟು ಹೋಗಬೇಕೆಂದಿದ್ದೀರೋ ಅದೇ ಮನೆ ನಿಮಗೆ ಪರಲೋಕವಾಗುವುದು. ആമേൻ. ഹല്ലേലൂയ. ഒരു സ്വർഗത്തിന്റെ സന്തോഷം നിങ്ങളുടെ വീട്ടിനകത്ത് ಅಂದರೆ വ്യാപരിക്കും. ಪರಲೋಕದ ಸಂತೋಷ ನಿಮ್ಮ ಮನೆಯೊಳಗೆ ಬರುವುದು. തോളിലിരിക്കുന്ന ഭാരം നീങ്ങിപ്പോകും. ನಿಮ್ಮ ಮೇಲಿರುವ ಭಾರ ನೀಗಿ ಹೋಗುತ್ತದೆ. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി കർത്താവിനെ ಕರಗಳನ್ನು ತಟ್ಟಿ പറയാം. ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മളെ ട്രബിളിൽ നിന്ന് വിടുവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ನಮ್ಮನ್ನು ಕಟ್ಟುಗಳಿಂದ ಬಿಡಿಸಬೇಕೆಂದು ಕರ್ತನು ಬಯಸುತ್ತಿದ್ದಾನೆ. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കർത്താവ് ನಮ್ಮನ್ನು ആഗ്രഹിക്കുന്നു. ಸಮಸ್ಯೆಗಳಿಂದ ಬಿಡಿಸಬೇಕೆಂದು ಕರ್ತನು ಬಯಸುತ್ತಿದ್ದಾನೆ. ആമേൻ. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ದುಷ್ಟನ ಕೈಗಳಿಂದ ಬಿಡಿಸಬೇಕೆಂದು ಕರ್ತನು ಬಯಸುತ್ತಿದ್ದಾನೆ. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಾವು ಓದುವಾಗ ദൈവം അവരെ ആമേൻ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ചു. ದೇವರು ಅವರನ್ನ ಸಮಸ್ಯೆಗಳಿಂದ ಬಿಡಿಸಿದನು. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈയെടുത്തിട്ട് പറഞ്ഞാട്ടെ, ಪಕ್ಕದಲ್ಲಿರೋರೊಬ್ಬರಿಗೆ ಕೈ ಕೊಟ್ಟು നീ ಹೇಳ್ರಿ, ഏത് പ്രശ്നത്തിന്റെ നടുവിലൂടെ പോയാലും ನೀವು ಯಾವ ಸಮಸ್ಯೆಗಳ ಒಳಗಿಂದ ಹೋದರೂ കർത്താവ് നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ಕರ್ತನು ನಿಮ್ಮನ್ನು ಬಿಡಿಸಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತಿದ್ದಾನೆ.
ಬಿಡಿಸುತ್ತಿದ್ದಾರೆ. ಆಮೆನ್. രണ്ട് അപകടത്തിൽ നിന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ಆತನು ನಿಮ್ಮನ್ನು ಅಪಮಾನಗಳಿಂದ ಬಿಡಿಸಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತಿದ್ದಾರೆ. അപകടങ്ങളിൽ നിന്ന്, ಅಪಘಾತಗಳಿಂದ ಬಿಡಿಸಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತಿದ್ದಾರೆ. അപകടങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ಅಪಘಾತಗಳಿಂದ ಬಿಡಿಸಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತಿದ್ದಾರೆ. ആമേൻ ആമേൻ. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ದುಷ್ಟರ ಕೈಯಿಂದ ಬಿಡಿಸಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತಿದ್ದಾರೆ. ആമേൻ. മാത്രമല്ല ക്ഷാമത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ ಮಾತ್ರವಲ್ಲ ആഗ്രഹിക്കുന്നു. ಕ್ಷಾಮದಿಂದಲೂ ನಿಮ್ಮನ್ನು ಬಿಡಿಸಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತಿದ್ದಾರೆ. നമ്മുടെ ദൈവം ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കുമോ? ನಮ್ಮ ದೇವರು ಕ್ಷಾಮಗಳಿಂದಲೂ ಬಿಡಿಸುತ್ತಾರೋ? ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കും. ಹೌದು, ಕ್ಷಾಮಗಳಿಂದಲೂ ಬಿಡಿಸುತ್ತಾರೆ. ആമേൻ. മരണത്തിൽ നിന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ಮರಣಗಳಿಂದ ಬಿಡಿಸುತ್ತಾರೆ. പ്രവാസത്തിൽ നിന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ನಿಮ್ಮನ್ನು ಪ್ರವಾಸಗಳಿಂದ ಬಿಡಿಸಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತಾರೆ. ഇത് പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്. ಇದು ಹಳೆ ಒಡಂಬಡಿಕೆಯ ಕಾರ್ಯಗಳು. എന്നാൽ പുതിയ നിയമത്തിൽ എന്താ ചെയ്തത്? ಆದ್ರೆ ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಏನು ಮಾಡುತ್ತಿದ್ದಾರೆ? എന്താ കർത്താവ് ചെയ്യുന്നത്? ಕರ್ತನು ಏನು ಮಾಡುತ್ತಿದ್ದಾರೆ? ആമേൻ ആമേൻ. നിങ്ങൾ ആമേൻ. എബ്രായ ലേഖനം ആമേൻ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കും. ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 2ನೇ ಅಧ್ಯಾಯ 14-ാമത്തെ വാക്യം. 14ನೇ ವಾಕ್ಯ ಓದುವಾಗ, ആമേൻ. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കും. ಇಬ್ರಿಯ 2:14. ആമേൻ ആമേൻ. വായിച്ചേ. ಇಬ್ರಿಯ 2:14. ಇದಲ್ಲದೆ ಮಕ್ಕಳು ರಕ್ತ ಮಾಂಸಧಾರಿಗಳಾಗಿರುವುದರಿಂದ ಆತನು ಅವರಂತೆಯೇ ಆದನು. ತನ್ನ ಮರಣದಿಂದಲೇ ಮರಣಾಧಿಕಾರಿಯನ್ನು ಅಂದರೆ ಸೈತಾನನನ್ನು ಅಡಗಿಸಿ ಬಿಡುವುದಕ್ಕೂ ಮರಣ ಭಯದ ದೆಸೆಯಿಂದ ತಮ್ಮ ಜೀವಮಾನವದಲ್ಲೆಲ್ಲ ದಾಸತ್ವದೊಳಗಿದ್ದವರನ್ನು ಬಿಡಿಸುವುದಕ್ಕೂ ಅವರಂತೆ ರಕ್ತ ಮಾಂಸಧಾರಿಯಾದನು. യേശു ഈ ലോകത്തിൽ വന്നത് എന്തിനെന്നറിയാവോ? യേശു ഈ ലോಕಕ್ಕೆ ಬಂದದ್ದು ಯಾಕೆ ಗೊತ್ತುಂಟು? അവൻ മാംസവും രക്തവും ധരിച്ചുകൊണ്ട്, അതായത് ശരീരം ധരിച്ചുകൊണ്ട് ഇവിടെ വന്നത് എന്തിനെന്നറിയാവോ? ಆತನು ಪ್ರೈಸಲೋಡ ರಕ್ತ ಮಾಂಸಧಾರಿಯಾಗಿ ಬಂದದಕ್ಕೆ ಕಾರಣ ಏನು? ആമേൻ. മരണഭീതിയിൽ ദാസരായിരിക്കുന്ന നമ്മളെ വിടുവിക്കാനായിട്ടാണ്. ಮರಣದ ಭೀತಿಯಲ್ಲಿ, ಪ್ರೈಸಲೋಡ ಮರಣದ ಭಯದಲ್ಲಿ ಆಮೇಲೆ ದಾಸರಾಗಿದ್ದ ನಮ್ಮನ್ನ ಬಿಡುಗಡೆ ಮಾಡುವುದಕ್ಕಾಗಿಯೇ. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. ചിലരിങ്ങനെ പറയാറുണ്ട്, ಕೆಲವರು ಈಗ ಹೇಳುತ್ತಾರೆ, രക്ഷിക്കപ്പെട്ടതാണ്, ರಕ್ಷಣೆ ಹೊಂದಿದ್ದೇವೋ, ആമേൻ ആമേൻ, സ്നാനപ്പെട്ടതാണ്, ದೀಕ್ಷಾ ಸ್ನಾನ ಆಗಿದೆಯೋ, പക്ഷേ ഇന്നും മരിക്കണം, ಆದ್ರೆ ಇನ್ನೂ ಸಾಯಬೇಕು, മരിക്കണം 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 എന്ന് ചിന്ത. ಸಾಯಬೇಕು, ಸಾಯಬೇಕು, Suicide ಆತ್ಮಹತ್ಯೆ ಮಾಡಬೇಕು ಅನ್ನೋ ಆಲೋಚನೆ. Praise the Lord. ಆಮೆನ್. ഹല്ലേലൂയ. ഇന്നൊരാൾക്ക് മരണത്തെ ഭയമാണ്. ಅನೇಕರಿಗೆ ಮರಣದ ಭಯ. ആമേൻ. ഒന്ന് മരണം വേണമെന്ന് ആഗ്രഹിക്കുന്നു, ಕೆಲವರು ಮರಣ ಬೇಕೆಂದು ಬಯಸ್ತಾರೆ. ആമേൻ ആമേൻ. ചിലരെ മരണം എന്ന് കേൾക്കുമ്പോഴേ ഭയം. ಎರಡನೇದಾಗಿ ಮರಣ ಎಂಬ ಸಂಗತಿ ಕೇಳುವಾಗಲೇ ಭಯ. അടുത്ത വീട്ടിൽ ഒരാൾ മരിച്ചു, പിന്നെ ഭയം. ಪಕ್ಕದ ಮನೆಯಲ್ಲಿ ಒಬ್ಬರು ಸತ್ರು, ಆ ವಿಚಾರ ಕೇಳುವಾಗಲೇ ಭಯ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇന്ന് അങ്ങനെയൊക്കെയുള്ള ഭയത്തെ കർത്താവ് ഇന്ന് പുറത്താക്കാൻ പോവാ. ಇವತ್ತು ಅಂತ ಭಯದ ದೆಸೆಯಿಂದ ದೇವರು ನಿಮ್ಮನ್ನ ಬಿಡಿಸಲಿಕ್ಕಿದ್ದಾರೆ. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് കൈയെടുത്തിട്ട് പറഞ്ഞാട്ടെ, ಪಕ್ಕದಲ್ಲಿ ಕೂತವರು ಕೈ ಕೊಟ್ಟೆ ಹೇಳ್ರಿ, നീ മരിക്കാനല്ല യേശു നിന്നെ രക്ഷിച്ചത്. ನೀನು ಸಾಯುವುದಕ್ಕಾಗಿ ಅಲ್ಲ ಯೇಸು ನಿನ್ನನ್ನು ರಕ್ಷಿಸಿದ್ದು. ಯೇಸು ನಿನ್ನನ್ನು ರಕ್ಷಿಸಿದ್ದು ಸಾಯುವುದಕ್ಕಾಗಿ ಅಲ್ಲ, നീ ജീവനോടെ ഇരിക്കാനാണ്. ನೀನು ಬದುಕಿದ್ದು ಕರ್ತನನ್ನು ಘನಪಡಿಸುವುದಕ್ಕಾಗಿ. ആമേൻ ಆಮೆನ್. ഇതിനകത്ത് ഞാൻ ചിലരുടെ മേലെ ഒരു സൂയിസൈഡിന്റെ സ്പിരിറ്റ് ഞാൻ കാണുന്നുണ്ട്. ಕೆಲವರೊಳಗೆ ಆತ್ಮಹತ್ಯೆಯ ಪ್ರೇರಣೆ ದೇವರು ತೋರಿಸ್ತಾ ಇದ್ದಾರೆ. ಕೆಲವರಲ್ಲಿ ಅದಿದೆ. ആമേൻ. പ്രാർത്ഥിക്കുന്നവരാണ്, ಪ್ರಾರ್ಥನೆ ಮಾಡುವವರೇ, എന്നാലും മരിക്കണം. ಆದ್ರೂ ಬದುಕಿರೋದು ಬೇಡ, ಸತ್ತು ಬಿಡ್ಬೇಕು. ആമേൻ. നീ ജീവിക്കണമെന്നതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ನೀನು ಬದುಕಿದ್ದು ಕರ್ತನನ್ನು ಘನಪಡಿಸಬೇಕೆಂದು ದೇವರು ಬಯಸುತ್ತಿದ್ದಾರೆ. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് തട്ടിപ്പറ. ചിലപ്പോൾ നിന്റെ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് സ്പിരിറ്റ് ഉള്ളത്. ಪಕ್ಕದಲ್ಲಿ ಕೂತವರನ್ನ ತಟ್ಟಿ ಹೇಳ್ರಿ. ಒಂದು ವೇಳೆ ಅವ್ರು ನಿಮ್ಮ ಪಕ್ಕದಲ್ಲೇ ಕೂತಿರ್ಬಹುದು, ಹೇಳಕ್ಕಾಗಲ್ಲ. ആമേൻ. ജീവിക്കണം കേട്ടോ. ಅವ್ರಿಗೆ ಹೇಳಿ, ಬದುಕಬೇಕಂಡ್ರಿ, ഈ ഒറ്റ ജീവിതമേ ഉള്ളൂ. ಒಂದೇ ಬದುಕಿರೋದು, ഒറ്റ ജീവിതമേ ഉള്ളൂ. ಒಂದೇ ಜೀವ ಇರೋದು, ഒറ്റ ജീവിതമേ ഉള്ളൂ. ಒಂದೇ ಬದುಕಿರೋದು. ജീവിച്ച് തീർക്കണം. ಅದನ್ನು ಬದುಕಿ ಕರ್ತನಿಗಾಗಿ ಆಮೆನ್ ಆಮೆನ್ ಪ್ರೈಸೋಡು ಮಹಿಮೆ ಪಡಿಸಬೇಕು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഞാൻ മരിക്കാൻ പോകുന്നവരോട് പറയാറുള്ള ഒരു കാര്യം, ಸಾಯಲಿಕ್ಕೆ ಇಷ್ಟಪಡುವವರಿಗೆ ನಾನು ಹೇಳೋ ಸಂಗತಿ, ആമേൻ, നീ എന്തായാലും മരിക്കാൻ തീരുമാനിച്ചല്ലോ, ಹೇಗೂ ನೀನು ಸಾಯುವುದಕ್ಕೆ ತೀರ್ಮಾನ ಮಾಡಿದೆಯಲ್ಲ, ആമേൻ, ഒരു കാര്യം ചെയ്യ, ആ ജീവിതം യേശുവിനങ്ങ് കൊടുത്തേ. ಆ ಜೀವಿತ ಯೇಸುಗೆ ಕೊಟ್ಟು ಬಿಡು. നീ അങ്ങ് നടന്നാ മതി, യേശു അങ്ങ് നടക്കട്ടെ നിന്റെ കൂടെ. ನೀನು ನಡೆದರೆ ಸಾಕು, ಯೇಸು ನಿನ್ನ ಜೊತೆ ನಡೀಲಿ.
Praise the Lord. Amen. Praise the Lord. Hallelujah. Praise the Lord. സ്തോത്രം. ചിലപ്പോൾ നീ അവൻ കടഭാരം കാരണമായിരിക്കാം മരിക്കാൻ ചിന്തിക്കുന്നത്. ಒಂದು ವೇಳೆ ಸಾಲಬಾರದ ನಿಮಿತ್ತ ನೀನು ಸಾಯುವುದಕ್ಕೆ ತೀರ್ಮಾನ ಮಾಡಿರಬಹುದು. മറ്റുള്ളവർ നിന്നെ കുറിച്ച് പറഞ്ഞ വാക്ക് കാരണമായിരിക്കാം മരിക്കുന്നത്. ಬೇರೆಯವರು ನಿನ್ನ ಕುರಿತು ಹೇಳಿದ ಮಾತಿನಿಂದ ಕೂಡ ನೀನು ಹಾಗೆ ತೀರ್ಮಾನ ಮಾಡಿರಬಹುದು. മടുത്തു, എന്റെ ജീവിതം മടുത്തു എന്ന് പറഞ്ഞിട്ടായിരിക്കാം മരിക്കാൻ ആഗ്രഹിക്കുന്നത്. ಅಯ್ಯೋ ಸಾಕು, ನನ್ನ ಜೀವಿತವೇ ಸಾಕು ಎಂದು ನೀನು ಎಣಿಸುವ ಸಮಯಗಳು. അവൻ എന്നാൽ ഈ ജീവിതം യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കാവോ? ಆದ್ರೆ ಈ ಜೀವಿತ ಯೇಸು ಕೈಗೆ ಕೊಡ್ತೀರೋ? അവൻ പുതിയ ജീവിതം നിനക്കൊരു അവൻ ഓഫർ തരിക. ಆತನು ನಿಮಗೊಂದು ಹೊಸ ಜೀವಿತವನ್ನು ಆಫರ್ ಮಾಡ್ತಿದ್ದಾನೆ. യേശു പറയുന്നത് എന്തെന്നറിയാമോ? ಯೇಸು ಹೇಳುವುದಾದ್ರೆ ಏನು? ഞാൻ ഈ ലോകത്തിൽ വന്നത് ജീവനെ നൽകുവാനും സമൃദ്ധിയായി ജീവനെ നൽകുവാനും. ನಾನು ಈ ಲೋಕಕ್ಕೆ ಬಂದದ್ದು ನಿಮಗೆ ಜೀವ ಕೊಡುವುದಕ್ಕೂ ಸಮೃದ್ಧಿಯನ್ನು ಕೊಡುವುದಕ್ಕೂ ಆಗಿದೆ. ಆಮೆನ್. ಜೀವನ ತರುವಾನು ಸಮೃದ್ಧಿಯಾದ ಜೀವಿತ. ಜೀವಿತ ಅಂದ್ರೆ ಸಮೃದ್ಧಿಯಾದ ಜೀವಿತ ಕೊಡುವುದಕ್ಕೆ ಯೇಸು ಬಂದರು. ಹಲ್ಲೆಲೂಯಾ, 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 ಹಲ್ಲೆಲೂಯಾ. ഒന്നുകൂടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞേ, ಇನ್ನೊಂದು ಸಾರಿ ತೋಳು ತಟ್ಟಿ ಹೇಳ್ರಿ, നീ മരിക്കണ്ടപ്പ, ನೀವು ಸಾಯಬಾರದು. നീ മരിക്കണ്ട. ಆಮೇಲೆ ನೀವು ಸಾಯಬಾರದು. നിനക്ക് വേണ്ടി ഒരുത്തൻ മരിച്ചു. ನಿಮಗೋಸ್ಕರ ಒಬ್ಬರು ಸತ್ರು. Praise the Lord. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. അവൻ നിനക്ക് വേണ്ടിയാ മരിച്ചത്. യേശു ನಿಮಗಾಗಿ ಸತ್ರು. അവൻ നിനക്ക് വേണ്ടി അവൻ കാൽവാരി ക്രൂശിൽ നിനക്ക് വേണ്ടി തകർന്നതാ. ಆತನು ನಿನಗೋಸ್ಕರ ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ಪ್ರಾಣ ಸಮರ್ಪಿಸಿದರು. ഹല്ലേലൂയ. എന്തിനാ നിന്റെ പ്രാണനെ വിട്ടുകളയുന്നേ? ಯಾಕೆ ನಿನ್ನ ಪ್ರಾಣವನ್ನು ಕಳಕೊಳ್ಬೇಕೆಂದಿದ್ದಿ? ആമേൻ. ഇന്ന് ആ മരണത്തിന്റെ ദുരാത്മാവിനെ യേശു പുറത്താക്കുകയാ. ಇವತ್ತು ಆ ಮರಣದ ದುರಾತ್ಮನನ್ನ ಯೇಸು ಆಚೆ ಕಳಿಸ್ತಾ ಇದ್ದಾನೆ. യേശുവിന്റെ നാമത്തിൽ മരണത്തിന്റെ ദുരാത്മാവേ മാറിപ്പോ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಮರಣದ ದುರಾತ್ಮವೇ ಈ ಕುಟುಂಬಗಳನ್ನ ವ್ಯಕ್ತಿಗಳನ್ನ ಬಿಟ್ಟು ತೊಲಗು. ಜೋರಾಗಿ ಚಪ್ಪಾಳಾಡುದು, ಚಪ್ಪಾಳಾಡುದು. ಜೋರಾಗಿ ಚಪ್ಪಾಳೆ ಹೊಡೆದು ಹೊಡೆದು ಶಾಂದರ ಬಲಬ ಹುಡವನ ರಬ ಶಿಖರ ಬಬ ರಬ ಶಾಂದರ. ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ. ಚಿಂತ ಮಾರಿಯಾ. ಮರಣ ಆಮೇಲೆ ಸಾಯಬೇಕೆಂಬ ಚಿಂತೆ ನೀಗಲಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇപ്പോൾ തന്നെ ಈಗಲೇ മരണത്തിന്റെ ദുരാത്മാവ് മാറിപ്പോ. ಮರಣದ ಆತ್ಮ ಶರೀರಗಳನ್ನ ಬಿಟ್ಟು ತೊಲಗಲಿ. ഇതിനകത്ത് ദൈവ സാന്നിധ്യം ചലിക്കുന്നു. ಇದರೊಳಗೆ ದೈವಿಕ ಸಾನ್ನಿಧ್ಯ ಚಲಿಸ್ತಾ ಇದೆ, ചലിക്കുന്നു, ಚಲಿಸುತ್ತಾ ಇದೆ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കല്ലേ. ನೋಡಿಕೊಂಡು ಕೂತ್ಕೊಳ್ಬೇಡ್ರಿ. അവൻ ചിലരുടെ ഉള്ളിൽ നിന്ന് മരണത്തിന്റെ ചിന്ത മാറി ജീവന്റെ ചിന്ത വരികയാ. ಕೆಲವರ ಒಳಗೆ ಸಾವಿನ ಯೋಚನೆಗಳು ಹೋಗಿ ಜೀವಿಸಬೇಕೆಂಬ ಆಲೋಚನೆ ಬರ್ತಾ ಇದೆ. മടുത്തുപോയ ജീവിതത്തെ യേശു പുതുതാക്കുകയാ. ಸಾಕು ಸಾಕಾಯ್ತು ಎಂಬ ಯೋಚನೆಗಳನ್ನ ಯೇಸು ಹೊಸ ಜೀವಿತವಾಗಿ ಮಾರ್ಪಡಿಸ್ತಾ ಇದೆ. യേശുവിನ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അത് സ്വീകരിക്കുക, ಅದನ್ನ ಸ್ವೀಕರಿಸಿರಿ, അത് സ്വീകരിക്കുക, ಅದನ್ನ ಸ್ವೀಕರಿಸಿರಿ. Praise the Lord. മരണഭയത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. ಮರಣ ಭಯದಿಂದ, ಮರಣ ಭಯದ ದಸೆಯಿಂದ ಬಿಡಿಸಿದರು. Praise the Lord. ಆಮೆನ್. ഇന്നത്തെ കാലത്ത് ഞാൻ വളരെ വിഷമിക്കുന്ന ഒരു കാര്യം, ಇವತ್ತಿನ ಕಾಲದಲ್ಲಿ ಅನೇಕ ವಿಷಯಗಳು ನನಗೆ ಬೇಸರ ಆಗ್ತದೆ. പാസ്റ്റേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നു. ಕೆಲವು ಪಾಸ್ಟರ್ಗಳು ಆತ್ಮಹತ್ಯೆ ಮಾಡಿಕೊಂಡ್ರು. ഹല്ലേലൂയ. പാസ്റ്റേഴ്സ് വൈഫ് സൂയിസൈഡ് ಮಾಡಿದ್ರು. ಪಾಸ್ಟರ್ ಹೆಂಡತಿಯರು ಸೂಸೈಡ್ ಅಥವಾ ಆತ್ಮಹತ್ಯೆ ಮಾಡಿಕೊಂಡಿದ್ದು. വിശ്വാസികൾ, ದೇವರ ಮಕ್ಕಳು, ವಿಶ್ವಾಸಿಗಳು ಆತ್ಮಹತ್ಯೆ ಮಾಡಿಕೊಳ್ಳುವುದು അവിടെ ഇവിടെയൊക്കെ കേൾക്കുക. ಇಂಥ ಸಂಗತಿಗಳು ಅಲ್ಲಲ್ಲಿ ಕೇಳ್ತಾ ಇದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ഞങ്ങൾക്കറിയാവുന്ന ഒരു സഭ പോലും ക്ലോസ് ചെയ്യാൻ കാരണമായത് ഒരു വിശ്വാസിയുടെ മരണമായിരുന്നു. ನಮಗೆ ಗೊತ್ತಿರುವಂತಹ ಒಂದು ಸಭೆ ಅದು ಮುಚ್ಚುವುದಕ್ಕೆ ಕಾರಣವಾದದ್ದು ಆ ಸಭೆಯ ಒಂದು ವಿಶ್ವಾಸಿ ಆತ್ಮಹತ್ಯೆ ಮಾಡಿದ್ದೆ ಕಾರಣ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ജീവൻ തരുന്ന യേശുവിന്റെ അടുക്ക വന്നിട്ട് ജീവൻ ത്യജിക്കുന്ന നിന്നെ അവൻ യേശു നരകത്തിൽ മാത്രമല്ല, അവൻ നരകത്തിന്റെ തീയുടെ ആഴങ്ങളിലായിരിക്കും ഇടുന്നത്. ಜೀವ ಕೊಡುವ ಯೇಸುವಿನ ಬಳಿಗೆ ಬಂದ ನಿನಗೆ ಆಮೇಲೆ ನೀನು ನಿನ್ನ ಜೀವವನ್ನು ನಾಶ ಮಾಡಿಕೊಂಡರೆ ಅದು ಜೀವಕ್ಕೆ ನೀನು ನಡೆಯುವುದಿಲ್ಲ. ಆಮೇಲೆ ನೀನು ಸ್ವಂತ ನೀನು ನಿನ್ನ ಜೀವಿತವನ್ನು ಹಾಳು ಮಾಡಿದ್ರಿಂದ ನರಕಕ್ಕೆ ತಳ್ಳಲ್ಪಡುವಿ. ആമേൻ. ಆಮೇಲೆ സാധാരണ നരകത്തിലല്ല,
നരകത്തിലല്ല, ಅದು ಸಾಧಾರಣ ನರಕಕ್ಕೆ ಅಲ್ಲ, നരകത്തിന്റെ ആഴത്തിലായിരിക്കും നീ പോകുന്നത്. ನರಕದ ಅಗಾಧಕ್ಕೆ ನೀನು ಬೀಳುವೆ. അറിഞ്ഞുകൊണ്ട് നീ പാപം ചെയ്യുന്നു, ನೀನು ತಿಳಿದು ಪಾಪ അറിഞ്ഞുകൊണ്ട് ಮಾಡುತ್ತಿರುವುದರಿಂದ, നീ നിന്നെ തന്നെ കൊല്ലുന്നു. ತಿಳಿದು ನೀನು ನಿನ್ನ ಜೀವಿತವನ್ನು ಹಾಳು ಮಾಡುತ್ತಿರುವುದರಿಂದ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Amen. Amen. ഒന്നുകൂടെ അടുത്തിരിക്കുന്ന ഒരാളൊന്ന് തട്ടി മുഖത്തൊന്ന് നോക്കി, ഒന്ന് മുഖം ഒന്ന് നോക്കണേ. ಇನ್ನೊಂದು ಸಾರಿ ಪಕ್ಕದಲ್ಲಿ ಕೂತವರನ್ನ ತಟ್ಟಿ ಅವರ ಮುಖ ನೋಡಿ. ജീവിക്കണം കേട്ടോ, ಬದುಕಬೇಕು, മരിക്കല്ല. ಸಾಯಬಾರದು. നീ മരിക്കാതിരിക്കാൻ യേശു നിനക്ക് വേണ്ടി മരിച്ചു. ನೀನು ಸಾಯದೇ ಇರುವುದಕ್ಕಾಗಿ ಯೇಸು ನಿನಗಾಗಿ ಪ್ರಾಣ ಸಮರ್ಪಿಸಿದ. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ, ಏನಾದರೂ ಬೇಸರಗಳಿದ್ರೆ യേശുവിന്റെ കയ്യിൽ അങ്ങ് കൊടുത്തേ. ಯೇಸು ಕೈಗೆ ಕೊಡ್ರಿ. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നിന്റെ ഭാരമെല്ലാം കർത്താവിന്റെ കയ്യിൽ. ನಿಮ್ಮ ಭಾರವೆಲ್ಲ ಕ್ರಿಸ್ತನ ಕೈಗೆ ಕೊಡ್ರಿ. ನಿಮ್ಮ ಭಾರ ಎಲ್ಲ ಕ್ರಿಸ್ತನ ಮೇಲೆ ಹಾಕ್ರಿ. നീ ചുമക്കണ്ട, ನೀವು ಹೊರಬೇಕಾಗಿ. അവൻ ചുമന്നോണ്ട് ക്രൂശി കയറി. ಯೇಸು ಹೊರುತ್ತಾ ಶಿಲುಬೆಗೆ ಹತ್ತಿದ್ರು. ഞാൻ എന്തിനാ ഇത് പറയുന്നത് എനിക്ക് അറിയുന്നില്ല. ನಾನು ಯಾಕೆ ಇದನ್ನು ಹೇಳುತ್ತಿದ್ದೇನೋ ಗೊತ್ತಿಲ್ಲ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮ ನನಗೆ ചില ಹೇಳುತ್ತಿದ್ದಾನೆ. കുടുംബങ്ങളിൽ അവകാശം പറഞ്ഞു നിൽക്കുന്ന ഒരു സ്പിരിറ്റാണ് മരണത്തിന്റെ ദുരാത്മാവ്. ಕೆಲವು ಕುಟುಂಬಗಳಲ್ಲಿ ಆ ಅವಕಾಶ ಹೇಳಿಕೊಂಡು ಹೋರಾಡುತ್ತಿರುವ ಒಂದು ಆತ್ಮ, ಅದು ಮರಣದ ಆತ್ಮ. ഹല്ലേലൂയ. Hallelujah. എന്നാൽ ഇന്ന് നീ പറയണം, ಆದ್ರೆ ಇವತ್ತು ನೀನು ഞാൻ ಹೇಳಬೇಕು, ജീവനോടെ ഇരുന്ന് ನಾನು ಬದುಕಿದ್ದು അവൻ ദൈവത്തിന്റെ മഹിമകളെ പ്രസ്താവിക്കും. ದೇವರ ಮಹಿಮೆಯನ್ನು ಆಮೆನ್ ಹೊಗಳುತ್ತೇನೆ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ಆಮೆನ್. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಹೇಳುತ್ತಾನೆ, ആമേൻ, ഞാൻ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാകുന്നു. ನಾನು ಬದುಕುವುದಾದರೆ ಕ್ರಿಸ್ತನಿಗಾಗಿಯೂ, ನಾನು ಸಾಯುವುದಾದರೆ ಲಾಭವೂ ಆಗಿದೆ. ആമേൻ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ನಾನು ಬದುಕುವುದಾದರೆ ಕ್ರಿಸ್ತನಿಗಾಗಿಯೇ. Praise the Lord. Praise the Lord. ಸ್ತೋತ್ರ. ഒരു ദിവസം കർത്താവ് എന്നെ വിളിക്കും. ಕರ್ತನೊಂದು ದಿವಸ ನಿನ್ನನ್ನು ಕರೆಯುತ್ತಾನೆ. ആമേൻ. അത് ആക്സിഡന്റിലാണോ, ആമേൻ, അല്ല ಆಕ್ಸಿಡೆಂಟೋ, ആമേൻ, ആമേൻ, സാധാരണ മരണമാണോ എന്ന് നമുക്കറിയില്ല. ಅದು ಸಾಮಾನ್ಯ ಮರಣವೋ ಅದು ಗೊತ್ತಿಲ್ಲ. ആമേൻ. പക്ഷെ ഒരു ദിവസം ദൈവം നമ്മളെ വിടുവിക്കും. ಆದ್ರೆ ಒಂದು വിളിക്കും, ದಿವಸ വിളിക്കും. ದೇವರು ನಮ್ಮನ್ನು ಕರೀತಾರೆ. അപ്പം നമ്മൾ പോയാ മതി. ಆಗ ನಾವು ಹೋದ್ರೆ ಸಾಕು. അതിനു മുമ്പേ കയറി ചെല്ലല്ല. ಅದಕ್ಕಿಂತ ಮುಂಚೆ ಅಲ್ಲಿ ಹೋಗಕ್ಕೆ ಪ್ರಯತ್ನ ಪಡಬಾರದು. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, ಪಕ್ಕದಲ್ಲಿರೋರಿಗೆ ಹೇಳ್ರಿ. ആമേൻ. ഹല്ലേലൂയ. വിളി ಮುಂಚೆ ಹೋಗ್ಬೇಡ್ರಿ. ഹല്ലേലൂയ. ಆಮೆನ್. അവിടെ പ്ലേസ് കിട്ടത്തില്ല നിനക്ക്. ಅಲ್ಲಿ ಜಾಗ ಸಿಕ್ಕುದಿಲ್ರಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ಆಮೆನ್. മരണഭീതിയിൽ നിന്ന് അവരെ വിടുവിച്ചു. ಮರಣದ ಭೀತಿಯಿಂದ ಅವರನ್ನು ಬಿಡಿಸಿದರು. ഇന്ന് മരണഭീതിയിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോകുകയാ. ಇವತ್ತು ಮರಣ ಭೀತಿಯಿಂದ ಕರ್ತ ನಿಮ್ಮನ್ನ ಬಿಡಿಸಲಿದ್ದಾರೆ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തേ. ನಂಬುವವರು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡಲಿ. നമ്മൾ ജഡരക്തങ്ങളോടുകൂടെ ആയവരാകൊണ്ട് നമുക്ക് വേണ്ടി അവൻ ജഡരക്തങ്ങളോടുകൂടെ ഇറങ്ങി വന്നിട്ട് അവൻ നമ്മളെ വിടുവിച്ചു. ನಾವು ರಕ್ತ ಮಾಂಸಧಾರಿಗಳಾಗಿರುವುದರಿಂದ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ನಮಗೋಸ್ಕರ ರಕ್ತ ಮಾಂಸಧಾರಿಯಾಗಿ ಬಂದು ಖುದ್ದಾಗಿ ನಮ್ಮನ್ನ ಬಿಡಿಸಿದನು. ഹല്ലേലൂയ. ಆಮೆನ್. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു, ಗಲಾತ್ಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯ 4ನೇ ವಾಕ್ಯ ഈ ಹೇಳುತ್ತದೆ, ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ അവൻ റെഡിയാണ്. ಆಮೆನ್. ಪ್ರೈಸ್ ದ ಲಾರ್ಡ್. ಈ ಕಟ್ಟುಗಳಿಂದ ನಿಮ್ಮನ್ನ ಬಿಡಿಸಲಿಕ್ಕೆ ಆತನು ರೆಡಿ ಇದ್ದಾನೆ, ഈ ಸಿದ್ಧನಾಗಿದ್ದಾನೆ. ദുഷ്ടലോകത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ റെഡിയാണ്. ಈ ದುಷ್ಟ ಲೋಕದಿಂದ ನಿನ್ನನ್ನು ಬಿಡಿಸಲಿಕ್ಕೆ ಕರ್ತನು ಶಕ್ತನಾಗಿದ್ದಾನೆ. Praise the Lord. Praise the Lord. ಆಮೆನ್. ഈ ലോകം ദുഷ്ടതയുടെ ലോകമാ. ಈ ಲೋಕವು ದುಷ್ಟ ಲೋಕವಾಗಿದೆ. എന്നാൽ എന്നെ വിടുവിക്കുന്നവൻ എന്നോട് കൂടെ ഉണ്ട്. ಆದರೆ ನನ್ನನ್ನು ಬಿಡಿಸುವ ಆತನು ನನ್ನ ಸಂಗಡ ಇದ್ದಾನೆ. Praise the Lord. Hallelujah. കൊലോസ്യർ 1:13 പറയുന്നു. ಕೊಲೋಸ್ಯ 1:13 ಹೇಳ್ತದೆ. ആമേൻ. ഞാൻ വേഗം അങ്ങ് പറഞ്ഞു പോവുകയാണ്. ಬೇಗನೆ ಹೇಳಿ ಹೋಗ್ತಾ ಇದ್ದೇನೆ. ആമേൻ, ആമേൻ. കൊലോസ്യർ 1:13 പറയുന്നു. ಕೊಲೋಸ್ಯ 1:13 ಹೇಳ್ತದೆ. ആമേൻ. ആമേൻ ഇങ്ങനെ പറയുന്നേ, സാത്താന്റെ അധികാരത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച്, ಸೈತಾನನ ಅಧಿಕಾರದಿಂದ ನಿನ್ನನ್ನು ಬಿಡಿಸಿ, ആമേൻ, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ಪ್ರೀತಿ ಸ್ವರೂಪನಾದ ಪುತ್ರನ ರಾಜ್ಯದಲ್ಲಿ ನಮ್ಮನ್ನು ಕೂರಿಸಿದನು. നീ സാത്താന്റെ അധികാരത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചു. ನೀನನ್ನು ಸೈತಾನನ ಅಧಿಕಾರದಿಂದ ಬಿಡಿಸಿದನು. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് കൈ എടുത്തിട്ട് പറഞ്ഞേ, ಪಕ್ಕದಲ್ಲಿ ಕೂತವರಿಗೆ ಕೈ ಕೊಟ್ಟೆ ಹೇಳ್ರಿ. സാത്താന്റെ അധികാരത്തിൽ നിന്ന്, ಸೈತಾನನ ಅಧಿಕಾರದಿಂದ. ആമേൻ, ഇത് കള്ളമല്ല. ಇದು ಸುಳ್ಳಲ್ಲ. ആമേൻ, ഇത് സത്യമാ പറയുന്നേ. ಹೇಳುತ್ತಿರುವುದು ಸತ್ಯವಾಗಿದೆ. ആമേൻ. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ಸೈತಾನನ ಅಧಿಕಾರದಿಂದ നിന്നെ വിടുവിച്ചു. ನಿನ್ನನ್ನ ಬಿಡಿಸಿದರು. വിടുവിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നേ,
ಬಿಡಿಸುತ್ತಾರೆ ಎಂದು ಬರಲಿಲ್ಲ, ಆಮೆನ್, വിടുവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ಬಿಡಿಸಿದ್ದಾರೆ ಎಂದು ಆಮೆನ್ ಬರೆಯಲ್ಪಟ್ಟಿದೆ. വിടുവിച്ചു, ಬಿಡಿಸಿದ್ದಾರೆ. ആമേൻ, ಆಮೆನ್. അടുത്തിരിക്കുന്ന ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, ಪಕ್ಕದಲ್ಲಿ ಕೂತವರಿಗೆ ಒಂದು ಕೈ ಕೊಟ್ಟು ಹೇಳ್ರಿ. ಬಿಡಿಸುತ್ತಾರೆ ಎಂದಲ್ಲ, ಬಿಡಿಸಿದ್ದಾರೆ. നാളെ ചെയ്യാവുന്നതല്ല, ഇന്നേ ചെയ്തു കഴിഞ്ഞു. ನಾಳೆ ಬಿಡಿಸ್ತೇನೆ ಎಂದಲ್ಲ, ಇವತ್ತೇ ಬಿಡಿಸಿದ್ದೇನೆ. സാത്താന് പല അധികാരങ്ങൾ നിനക്കുണ്ടായിരുന്നിരിക്കാം, നിന്റെ മേലുണ്ടായിരുന്നിരിക്കാം. ಸೈತಾನನ ಅಧಿಕಾರ ನಿನ್ನ ಮೇಲೆ ಇದ್ದಿರಬಹುದು. എന്നാൽ ദൈവവചനം പറയുന്നു നിന്നെ വിടുവിച്ചു. ಆದರೆ ಆ ಅಧಿಕಾರದಿಂದ ನಿನ್ನನ್ನು ಬಿಡಿಸಿದೆ ಎಂದು ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ. ഇപ്പോൾ സാത്താന് നിന്റെ മേൽ അധികാരമില്ല. ಇವತ್ತು ಸೈತಾನನಿಗೆ ನಿನ್ನ ಮೇಲೆ ಯಾವ ಅಧಿಕಾರವೂ ಇರುವುದಿಲ್ಲ. വചനം പറയുന്നു, ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ, അവൻ സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചവിട്ടിക്കളയും. ಸಮಾಧಾನದ ದೇವರು ಆಮೇಲೆ ನಿಮ್ಮನ್ನ ಬಲಹೀನಪಡಿಸುವ ದುಷ್ಟನನ್ನ ತುಳಿದು ಬಿಟ್ಟಿದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. അപ്പൊ സാത്താന് നിന്റെ മേൽ അധികാരം ഉണ്ടോ? ಸೈತಾನ್ ನಿನ್ನ ಮೇಲೆ ಅಧಿಕಾರ ಇದೆಯಾ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇല്ല പറ, ഇല്ലെന്ന് പറ. ಇಲ್ಲ ಎಂದು ಹೇಳ್ರಿ. ഇല്ലെന്ന് പറ. ಸೈತಾನಿಗೆ ನನ್ನ ಮೇಲೆ ಅಧಿಕಾರ ಇಲ್ಲ ಎಂದಲೇ ಹೇಳ್ರಿ. തലയിലോട്ട് പറ, ഇത് യേശുവിന്റേതാ. ತಲೆಯ ಮೇಲೆ ಕೈ ಇಟ್ಟು ಹೇಳಿದ್ದು ಯೇಸುವಿನ ವಸ್ತು. സാത്താന്റെ ഒരു കാര്യം എനിക്ക് വേണ്ട. ಸೈತಾನ ಯಾವ ಕಾರ್ಯ ನನ್ನ ಮೇಲೆ ಇಲ್ಲ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. 2:11 പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. 2 ಕೊರಿಂಥ 2:11 ಹೇಳ್ತದೆ, ಸೈತಾನ್ ನಿಮ್ಮನ್ನು ಸೋಲಿಸುವುದಕ್ಕಾಗಿ. അവൻ തോൽപ്പിക്കരുത്. ಸೈತಾನ್ ನಿಮ್ಮನ್ನು ಸೋಲಿಸಬಾರದು. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. ಸೈತಾನನ ತಂತ್ರೋಪಾಯಗಳನ್ನು ನೀವು ತಿಳಿದವರಾಗಿರಬೇಕು. അവൻ ഡയറക്റ്റ് അവൻ ഒനിഡ ടിവിയുടെ പരസ്യം പോലെ നിന്റെ അടുത്ത് വരത്തില്ല. ಸೈತಾನನು ಯಾವತ್ತು ಒನಿಡಾ ಟಿವಿಯ ಜಾಹೀರಾತಿನಲ್ಲಿ ತೋರಿಸುವ ರೀತಿ 2 ಕೊಂಬಿಟ್ಟುಕೊಂಡು ಬರುವುದಿಲ್ಲ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെങ്ങനെയെന്നറിയാവോ? ಆದ್ರೆ ಅವನು ಹೇಗೆ ಬರುತ್ತಾನೆ ಗೊತ್ತುಂಟ? വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് വരും. ಅವನು ಪ್ರಕಾಶ ದೂತನ ಆಮೆನ್ ವಸ್ತ್ರಧಾರಣೆ ಮಾಡಿಕೊಂಡು ಬರ್ತಾನೆ. അവൻ 2 കൊരിന്ത്യർ 11:14 പറയുന്നു, 2 ಕೊರಿಂಥ 2:14 ಹೇಳ್ತದೆ, അവൻ വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ ಅವನು വരും. ಪ್ರಕಾಶ ದೂತನ ವೇಷವನ್ನು ಹಾಕಿಕೊಂಡು ಬರ್ತಾನೆ. അവന്റെ ഉള്ളിൽ അവൻ കറുപ്പാണ്, ಅವನ ಒಳಭಾಗ ಕಪ್ಪುಗಾಗಿರ್ತದೆ. അവൻ പുറത്ത് നല്ല വെള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വരും. ಆದರೆ ಹೊರಗಡೆ ಅವನು ಬಿಳಿ ವಸ್ತ್ರ ಧಾರಣೆ ಮಾಡಿಕೊಂಡು ಬರ್ತಾನೆ. ഭാഷ പറഞ്ഞുകൊണ്ട് വരും, ಅಂದ್ರೆ ಅನ್ಯ ಭಾಷೆ ಹೇಳಿಕೊಂಡು ಬರ್ತಾನೆ, പ്രവചനം പറഞ്ഞുകൊണ്ട് വരും. ಪ್ರವಾದನೆ ಹೇಳಿಕೊಂಡು ಬರ್ತಾನೆ. പക്ഷേ ഉള്ളിൽ എന്തായിരിക്കും അറിയാവോ? ಆದರೆ ಅವನ ಒಳಗೆ ಏನಿದೆ? സ്പിരിറ്റ് ഓഫ് ജലസി നിന്റെ ഉള്ളിൽ തരും. ಅವನು ನಿನ್ನ ಒಳಗೆ ಹೊಟ್ಟೆ ಕಿಚ್ಚಿನ ಆತ್ಮವನ್ನು ಕೊಡುತ್ತದೆ. എന്തോ ಏನು ಕೊಡುತ್ತದೆ? അവന്റെ ഒരു ആത്മാവാണ്. ಅವನ ಆತ್ಮನ ಹೆಸರು അവൻ ಹೊಟ್ಟೆ ಕಿಚ್ಚಿನ ആത്മാ. ಅದು ಹೊಟ್ಟೆ ಕಿಚ್ಚಿನ ಆತ್ಮ. അടുത്തിരിക്കുന്ന ഒരാൾക്ക് പറഞ്ഞ ഇത് വരാറുണ്ടോ? ಹೊಟ್ಟೆ ಕಿಚ್ಚು വരാറുണ്ടോ? ಪಕ್ಕದಲ್ಲಿ ಇವರು ಕೇಳಿ, ಹೊಟ್ಟೆ ಕಿಚ್ಚು ಬರ್ತದ? അപ്പൊ അതിന്റെ പിന്നിൽ ഒരു ആത്മാവുണ്ട്. ಹೊಟ್ಟೆ ಕಿಚ್ಚು ಬರುವುದಾದ್ರೆ ಅದರ ಹಿಂದೆ ಒಂದು ಆತ್ಮ ಇದ್ದೆ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അയ്യോ പാസ്റ്റർ, ഞങ്ങള് രക്ഷിക്കപ്പെട്ടവരല്ലേ, ഞങ്ങൾക്ക് പകയൊന്നുമില്ല. ಪಾಸ್ಟರ್, ನಾವು ರಕ್ಷಣೆ ಹೊಂದಿದವರಲ್ವಾ, ನಮ್ಮೊಳಗೆ ಹಾಗೆತನ ಯಾವುದೂ ಇಲ್ಲ. പണ്ട് നമ്മളെ അടിക്കാൻ വരുന്നവരെ കാത്തിരുന്ന് അടിക്കുമായിരുന്നു. ಹಳೆ ಕಾಲದಲ್ಲಿ ರಕ್ಷಣೆಗೆ ಮುಂಚೆ ಯಾರಾದ್ರೂ ನಮ್ಮನ್ನು ಹೊಡಿಬೇಕೆಂದು ಕಾದಿದ್ದರೆ ನಾವು ಅವರನ್ನು ಕಾದಿದ್ದು ಹೊಡಿತಿದ್ದೆವು. ആമേൻ. എന്നാൽ ഇന്ന് നേരെ തിരിച്ച് കൊട്ടേഷൻ കർത്താവിന് കൊടുക്കുക. ಆದರೆ ಇವತ್ತಿನ ಕಾಲದಲ್ಲಿ ನಾವು ಹೊಡೆಯುವುದಿಲ್ಲ, ಕೊಟೇಶನ್ ದೇವರಿಗೆ ಕೊಟ್ಟು ಬಿಡ್ತೇವೆ. കർത്താവേ, അവനെ നീ അടിക്കണം. ದೇವರೇ, ನೀನೇ ಅವನಿಗೆ ಹೊಡಿಬೇಕು. വിശുദ്ധ പക, ಅದಕ್ಕೆ ಪರಿಶುದ್ಧ ಹಾಗೆತನ ಎಂದು ಹೇಳ್ತಾರೆ. ಪರಿಶುದ್ಧವಾದ പകയുടെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സാത്താന്റെ അവകാശം നിന്റെ മേലുണ്ട്. ಈ ಹಗೆತನದ ಆತ್ಮ ನಿನ್ನ ಒಳಗೆ ಇದ್ದರೆ ಸೈತಾನನ ಅವಕಾಶ ಇವತ್ತು ನಿನ್ನೊಳಗಿದೆ. ആ പക നിന്നിൽ നിന്ന് വിടുവിക്കപ്പെടണം. ಆ ಹಗೆತನ ಇವತ್ತೇ ನಿನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗ್ಬೇಕು. റെഡിയാണോ? ರೆಡಿ ಇದ್ದೀರಾ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വഞ്ചനയുടെ ആത്മാവ്, ವಂಚನೆಯ ಆತ್ಮ. ആമേൻ. അത് സ്പിരിറ്റ് ഓഫ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത് വലിയൊരു വിവരിക്കേണ്ട ഒരു കാര്യമാണ്. ಅದು ಆಮೇಲೆ ವಿವರಿಸತಕ್ಕ ವಿಚಾರವಾಗಿದೆ. ವಂಚನೆಯ ಆತ್ಮ. ആമേൻ. നിരാശയുടെ ആത്മാവ്, ನಿರಾಶೆಯ ಆತ್ಮ. വ്യഭിചാരത്തിന്റെ ആത്മാവ്, ವ್ಯಭಿಚಾರದ ಆತ್ಮ. ഭയത്തിന്റെ ആത്മാവ്, ಭಯದ ಆತ್ಮ. ആമേൻ. വിഗ്രഹാരാധനയുടെ ആത്മാവ്, ವಿಗ್ರಹಾರಾಧನೆ ಆತ್ಮ. അനുസരണക്കേടിന്റെ ആത്മാവ്, ಅದು ಮಾತು ಕೇಳದ ಸ್ವಭಾವದ ಆತ್ಮ. ദ്രവ്യാഗ്രഹത്തിന്റെ ആത്മാവ്, ಅದು ಹಣದಾಸೆಯ ಆತ್ಮ. ആമേൻ. സംശയത്തിന്റെ ആത്മാവ്, ಅದು ಸಂಶಯದ ಆತ್ಮ. ഇങ്ങനെ തുടങ്ങി പല ആത്മാവിനാല അവൻ നിന്റെ അടുക്കൽ വരുന്നേ. ಹೀಗೆ ಹಲವು ಆತ್ಮಗಳ ರೂಪ ವೇಷ ಹಾಕಿಕೊಂಡು ಬರುತ್ತದೆ. ആമേൻ.
ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പുറമെ നോക്കുമ്പോൾ ഒരു ദൂതനെ പോലെ നീ തോന്നും. ಹೊರಗಡೆ ನೋಡುವಾಗ ಒಬ್ಬ ದೇವದೂತನ ಹಾಗೆ ಕಾಣಿಸ್ತದೆ. നീ എന്നോട് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും നല്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല എന്ന് പറയും. ಒಂದು ವೇಳೆ ಆತನು ಬಂದು ನಿಮಗೋಸ್ಕರ ಮಾತನಾಡುವಾಗ ಇಷ್ಟು ಒಳ್ಳೆ ರೀತಿ ನನಗೆ ಹೇಳಿಕೊಡುವ ಒಬ್ಬ ಮನುಷ್ಯನನ್ನು ದೇವರೇ ನೀನು ಕೊಟ್ಟಿದೆಯಲ್ಲ ಎಂದು ಹೇಳುತ್ತೀರಿ. ഹല്ലേലൂയ. എന്നാൽ നിന്റെ ഉള്ളിൽ ഈ ആത്മാക്കളെ ഇടാനാണ് സാത്താൻ ഇഷ്ടപ്പെടുന്നത്. ಆದರೆ ನಿನ್ನೊಳಗೆ ಈ ಆತ್ಮಗಳನ್ನು ಹಾಕುವುದಕ್ಕೆ ಸೈತಾನ್ ഞാൻ ಬಯಸ್ತಾನೆ. ഒരൊറ്റ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. ನಾನೊಂದು ಉದಾಹರಣೆ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. ശൗൽ എന്ന് പറയുന്ന ആ രാജാവിന്റെ ഉള്ളിൽ ಸೌಲನೆಂಬ ಅರಸನ ಒಳಗೆ ആദ്യം വന്ന ആത്മാവ് ഏതെന്നറിയാവോ? ಮೊದಲು ಬಂದ ಆತ್ಮ ಯಾವುದು ಗೊತ್ತುಂಟು? അനുസരണക്കേടിന്റെ ആത്മാവ്. ಅದು ಆಮೇಲೆ ಮಾತು ಕೇಳದ ಅಂದರೆ അവിധേയത്വದ ಆತ್ಮ. ആമേൻ ആമേൻ. എപ്പോഴും ആമേൻ ആമേൻ ഇവർക്ക് ആദ്യം വരുന്ന ആത്മാവ് എന്തായിരിക്കും അറിയാം? അനുസരണക്കേട്. ಮೊದಲು ಬರುವ ಆತ್ಮ ಯಾವುದು ಗೊತ್ತಾ? ಅವಿಧೇಯತ್ವದ ಆತ್ಮ. ആമേൻ ಆಮೆನ್. കർത്താവ് പറയുന്ന എല്ലാം കേൾക്കത്തില്ല. ಕರ್ತರು ಹೇಳುವುದನ್ನೆಲ್ಲ ಕೇಳುವುದಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അടുത്തിരിക്കുന്നത് ಪಕ್ಕದಲ್ಲಿ ಕೇಳಿ ಹಾಗೆಯಾ? ആമേൻ. അല്ലല്ലോ. ಅಲ್ಲಲ್ಲ. Yes. ಅಲ್ಲವಲ್ಲ. പിന്നെ സ്വർഗത്തിൽ വലിയൊരു മൗനമുണ്ടായി. ಹಾಗೆ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಓದುತ್ತೇವೆ, ಪರಲೋಕದಲ್ಲಿ ಕೆಲವು ನಿಮಿಷಗಳು ಮೌನ ಉಂಟಾಯಿತು. ಈಗ ഇവിടെ എല്ലാവരും മൗനമായി. ಹಾಗೆ ಇಲ್ಲಿಯೂ ಮೌನ ಉಂಟಾಗಿದೆ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പറയാനാ പറഞ്ഞേ. ಹೇಳಿ ಕೇಳಿ. Hallelujah. ಪಕ್ಕದಲ್ಲಿ ಕೇಳಿ. ദൈവത്തിന്റെ വചനം പറയുന്നു. ದೇವರ ವಾಕ್ಯ ಹೇಳ್ತದೆ, ആമേൻ ആമേൻ. നിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആത്മാവിനെ വേണ്ട നമുക്ക്. ನಿಮ್ಮ ಒಳಗೆ ಅಂತ ಒಂದು ಆತ್ಮ ಇರಬಾರದು. ആമേൻ. സൗലിന്റെ ഉള്ളിൽ ആദ്യം അവിധേയത്തിന്റെ ആത്മാവ് വന്നു. ಸೌಲನ ಒಳಗೆ ಮೊದಲು ಅವಿಧೇಯತ್ವದ ಆತ್ಮ ಬಂತು. ആമേൻ. രണ്ടാമത് വന്നതറിയാവോ? ಎರಡನೇದು ಯಾವುದು ಬಂತು ಗೊತ್ತುಂಟು? അവൻ മത്സരത്തിന്റെ ആത്മാവ് വന്നു. ಈಗೋ ಆಮೇನ್ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್, ಹೋರಾಡುವ ಆತ್ಮ ಬಂತು. ആമേൻ. ആദ്യം എവിടെ ആമേൻ ദൈവം പറഞ്ഞതെല്ലാം അവൻ കേട്ടില്ല. ಆಮೇನ್ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್, ಮೊದಲು ಅವನು ಹೇಳಿದನ್ನೆಲ್ಲ ಕೇಳಲಿಲ್ಲ. ആമേൻ ആമേൻ. രണ്ടാമത് അവൻ ആമേൻ ശമൂവേലിനോട് മത്സരിച്ചു. ಸಮುವೇಲನೊಂದಿಗೆ ಹೋರಾಡಿದನು. ആമേൻ. ആ ശമൂവേലിനോട് മത്സരിച്ചപ്പോൾ ആ ആത്മാവ് വർദ്ധിച്ചു. അവന്റെ ഉള്ളിലിരുന്ന ദുരാത്മാവ് വർദ്ധിച്ചു. ಅವನು ಯಾವಾಗ ಸಮುವೇಲ್ ಪ್ರವಾದಿಯೊಂದಿಗೆ ಹೋರಾಡಿದನು ಅಥವಾ ಅವನು ವ್ಯಾಜ್ಯವಾಡಿದನು, ಆಗಲೇ ಅವನೊಳಗೆ ಆ ದುರಾತ್ಮ ಕೆಲಸ ಮಾಡಲಿಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ വർദ്ധിച്ച് ಮತ್ತೆ ಅದು ಬೆಳೀತಾ 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 ആമേൻ ദൈവം പറഞ്ഞതിനെ കള്ളസാക്ഷ്യം പറയാൻ തുടങ്ങി. ದೇವರು ಹೇಳಿದಕ್ಕೆ ಸುಳ್ಳು ಸಾಕ್ಷಿ ಹೇಳಲಿಕ್ಕೆ ആമേൻ. ಪ್ರಾರಂಭವಾಯಿತು. ദൈവം പറയാത്തത് ചെയ്യാൻ തുടങ്ങി. ದೇವರು ಹೇಳದೆ ಇರುವುದನ್ನು ಮಾಡುವುದಕ್ಕೆ ആമേൻ. ಪ್ರಾರಂಭವಾಯಿತು. ദൈവം എന്താ ചെയ്തെന്നറിയോ? അവന്റെ ഉള്ളിൽ നിന്ന് നല്ല ആത്മാവിനെ അങ്ങ് എടുത്തു മാറ്റി. ದೇವರೇನು ಮಾಡಿದ್ರು? ಅವರ ಒಳಗಿದ್ದ ಒಳ್ಳೆಯ ಆತ್ಮನನ್ನು ತೆಗೆದು ಬಿಟ್ಟರು. ആമേൻ ആമേൻ. ദൈവം തന്നെ ഒരു ദുരാത്മാവിനെ അയച്ചെന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. ದೇವರು ತಾನೇ ಅವನೊಳಗೊಂದು ದುರಾತ್ಮನನ್ನು ಕಳುಹಿಸಿದರು ಎಂದು ನೋಡುತ್ತೇವೆ. ആമേൻ. ദൈവം ദുരാത്മാവിനെ അയച്ചില്ലെങ്കിലും സാധാരണ ആമേൻ നീ തെറ്റായ കാര്യം ചെയ്യുമ്പോൾ ഒരു ദുരാത്മാവ് നിന്റെ ഉള്ളിൽ പ്രവേശിക്കും. ದೇವರು ನಿನ್ನ ಮೇಲೆ ದುರಾತ್ಮನನ್ನು ಕಳುಹಿಸದಿದ್ದರೂ ನೀನು ತಪ್ಪಾದ ಮಾರ್ಗದಲ್ಲಿ ನಡೆಯುವಾಗ ದುರಾತ್ಮನು ನಿನ್ನೊಳಗೆ ಹೊಕ್ಕಿದ್ದಾನೆ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദുരാത്മാവിനെ ഇടം കൊടുക്കല്ലേ. ದುರಾತ್ಮನಿಗೆ ಅವಕಾಶ ആമേൻ. ಕೊಡಬೇಡ. അവൻ എന്ത് ചെയ്തെന്നറിയാവോ? ಅವನೇನು ಮಾಡಿದರೂ ಗೊತ್ತುಂಟಾ? പിന്നെ ആമേൻ ദാവീദിനെ കൊല്ലണമെന്നായിരുന്നു അവന്റെ ചിന്ത. ದಾವೀದನನ್ನು ಸಾಯಿಸಬೇಕೆಂದು ಬಯಸಿದನು. ആമേൻ. അവൻ പക ഉള്ളവനായി. ಅವನು ಹಗೆತನ ಉಳ್ಳವನಾದನು. അവൻ അസൂയയുള്ളവനായി. ಅವನು ಹೊಟ್ಟೆ ಕಿಚ್ಚುಳ್ಳವನಾದನು. ദാവീദ് ഗോലിയാത്തിനെ കൊന്നപ്പോൾ ದಾವೀದನು ಗೋಲಿಯಾತನನ್ನು ಸಾಯಿಸಿದಾಗ ഇവന് ഇഷ്ടപ്പെടുന്നില്ല. ಅದು ಇವನ ಒಳಗೆ ಇಷ್ಟವಾಗಲಿಲ್ಲ. ആമേൻ. ഇവൻ പറയുവാണ്, ഞാൻ ചെയ്ത യുദ്ധങ്ങളില്ലയോ? ಇವನೇ ಹೇಳುತ್ತಿದ್ದಾನೆ, ನಾನು ಹೇಳಿದ ಯುದ್ಧಗಳಿಲ್ಲವೋ? ആമേൻ. ദാവീദ് 10,000 കൊന്നു, ശൗലോ 1000 കൊന്നെന്ന് ದಾವೀದನು പറഞ്ഞപ്പോൾ 1000 ಜನರನ್ನು, ಸೌಲನು 1000 ಜನರನ್ನು, ದಾವೀದನು 10,000 ಜನರನ್ನು ಸಾಯಿಸಿದನೆಂದು ಜನ ಹಾಡಿದಾಗ ആമേൻ ഇവന് ദേഷ്യം വർദ്ധിക്കുമായിരുന്നു. ಆಮೇಲೆ ಸೌಲನ ಒಳಗೆ ಹಗೆತನ ಹೆಚ್ಚಾಯಿತು. Praise the Lord. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അത് വർദ്ധിച്ച് ഇവനെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കുക. ಅದು ಹೆಚ್ಚುತ್ತಾ ಅವನನ್ನು ಸಾಯಿಸಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದಾಗ, എന്നാൽ ശൗലിന്റെ ജീവിതത്തിൽ അവസാനം എന്താ സംഭവിച്ചെന്നറിയാമോ? ಆದರೆ ಸೌಲನ ಜೀವಿತದಲ್ಲಿ ಕೊನೆಯದಾಗಿ ಏನ್ ನಡೆಯಿತು? കൊല്ലണം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ കൊന്നുകളഞ്ഞു. ಸಾಯಿಸ್ಬೇಕು ಎಂದು ಹೇಳಿ ತಾನು ತನ್ನನ್ನೇ ಸಾಯಿಸಿಕೊಂಡನು. ഒരു ആത്മാവിനെ നീ അലോ ചെയ്താൽ, ಒಂದು ಆತ್ಮನಿಗೆ ನೀನು ಅವಕಾಶ ಮಾಡಿಕೊಟ್ರೆ അവൻ നിന്നെ ഇല്ലാതാക്കി കളയും. ಅವನು ನಿನ್ನನ್ನು ಹಾಳು ಮಾಡಿ ಬಿಡುವನು. ആമേൻ. അടുത്തിരിക്കുന്ന ഒരാൾക്കൊന്ന് പറ. ಪಕ್ಕದಲ್ಲಿ ಕೂತವರ ಮುಖ ನೋಡಿ ಹೇಳ್ರಿ, ആമേൻ. സാത്താൻ ഒരു ചൂർ അവകാശം നീ കൊടുത്താൽ, ಸೈತಾನನಿಗೆ ಚೂರು ಅವಕಾಶ ನೀನು ಮಾಡಿಕೊಟ್ರೆ അവൻ നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. ಅವನು ನಿನ್ನ ಜೀವಿತವನ್ನು ಹಾಳು ಮಾಡಿ ಬಿಡುವನು. എന്നാൽ നീ ഇന്ന് അവൻ എഴുന്നേറ്റ് നിന്നിട്ട്, ಆದರೆ ಇವತ್ತು ನೀನು ಎದ್ದು ನಿಂತುಕೊಂಡು ആമേൻ, സാത്താനെ നീ പുറത്താക്കണം. ಸೈತಾನನನ್ನು ಆಚೆ ತಳ್ಳಬೇಕು. എല്ലാ അന്ധകാര ശക്തിയെ നീ പുറത്താക്കണം. ಅಂಧಕಾರ ಶಕ್ತಿಯನ್ನು ಆಚೆ ತಳ್ಳಬೇಕು. ആമേൻ. നീ അവനോട് പോരാടണം. ನೀನು ಅವನೊಂದಿಗೆ ಹೋರಾಡಬೇಕು. റെഡിയാണോ?
ಸಿದ್ಧವಾಗಿದ್ದೀರೋ? ಆಮೆನ್. ನೀ ಸಾತಾನೋಡು ಹೋರಾಡೋಣ. ನೀನು ಸೈತಾನನಿಗೆ ಹೋರಾಡಬೇಕು. ಪಾಪത്തോട് ಹೋರಾಡೋಣ. ಪಾಪದೊಂದಿಗೆ ಹೋರಾಡಬೇಕು. ಆಮೆನ್. ನೀ ಪೈಶಾಚಿಕ ಶಕ್ತಿಗಳೋடு ಹೋರಾಡೋಣ. ಸೈತಾನ್ಯ ಸ್ವಭಾವ ಶಕ್ತಿಗಳೊಂದಿಗೆ ಹೋರಾಡಬೇಕು. Praise the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഇങ്ങനെ സാത്താന്റെ ദുരാത്മാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ಸೈತಾನ ದುರಾತ್ಮಗಳ ಕುರಿತು ಹೇಳುವುದಾದ್ರೆ ತುಂಬಾ ದೊಡ್ಡ ಲಿಸ್ಟೇ ಇದೆ. ആമേൻ. അതൊന്നും നമുക്ക് വേണ്ട. ಅದು ಯಾವುದು ನಮಗೆ ಬೇಕಿಲ್ಲ. ആമേൻ. പുതിയ നിയമത്തിൽ ആമേൻ ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് എഴുതിയിരിക്കുന്നതെല്ലാം സാത്താന്യ പ്രവൃത്തികളാണ്. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಶರೀರಾಧೀನ ಸ್ವಭಾವಗಳೆಂದು ರೋಮಾಪುರದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರುವುದೆಲ್ಲವೂ ಸೈತಾನನ ಸ್ವಭಾವಗಳೇ. ആമേൻ. അതൊന്നും നമുക്ക് വേണ്ട. ಅದು ಯಾವುದು ನಮಗೆ ಬೇಡ. ഇന്ന് വിടുതൽ പ്രാപിക്കണം. ಬಿಡುಗಡೆ ಹೊಂದಬೇಕು. വിടുതൽ പ്രാപിക്കണം. ಬಿಡುಗಡೆ ಹೊಂದಬೇಕು. വിടുവിക്കപ്പെടാൻ റെഡിയാണോ? ಬಿಡುಗಡೆ ಹೊಂದುವುದಕ್ಕೆ ತಯಾರಿದ್ದೀರಾ? അവന്റെ അവകാശങ്ങൾ നമുക്ക് വേണ്ട പ്രിയമുള്ളവരെ. ಅವನ ಅವಕಾಶಗಳು ನಮಗೆ ಬೇಡ. അവന്റെ അവകാശങ്ങൾ നമുക്ക് വേണ്ട. ಸೈತಾನನ ಸ್ವಾಸ್ಥ್ಯ ನಮಗೆ ಬೇಡ. അവന്റെ സ്വാധീനങ്ങൾ നമുക്ക് വേണ്ട. ಅವನ ಸ್ವಾಧೀನತೆ ನಮ್ಮ ಮೇಲೆ ಬೇಡ. അവനൊരു ജാഗ നമുക്ക് കൊടുക്കാനില്ല. ನಮ್ಮಲ್ಲಿ ಒಂದು ಸ್ವಲ್ಪ ಜಾಗವು ಅವನಿಗೆ ಕೊಡಬಾರದು. അവൻ ഇനി ഒരു കാര്യം പറയട്ടെ. ಇನ್ನೊಂದು ಸಂಗತಿ ಹೇಳುತ್ತೇನೆ. അവൻ സാത്താൻ എവിടെ പോരാടുന്നതറിയോ? ಸೈತಾನ್ ಎಲ್ಲಿ ಹೋರಾಡುತ್ತಾನೆ ಗೊತ್ತುಂಟು? അവൻ നിന്റെ മനസ്സിലാ വന്ന് പോരാടുന്നത്. ಆತನ ನಿನ್ನ ಹೃದಯಕ್ಕೆ ಬಂದು ಹೋರಾಡುತ್ತಾನೆ. അവൻ നിന്റെ മനസ്സിലാ വന്ന് ಆತನ പോരാടുന്നത്. ನಿನ್ನ ಹೃದಯದಲ್ಲಿ ಹೋರಾಡುತ್ತಾನೆ. അവൻ മനസ്സിലാ നിന്റെ ചിന്ത ಅವನ തരുന്നത്. ನಿನ್ನ ಮನಸ್ಸಿನಲ್ಲಿ ಕೆಟ್ಟ ಯೋಚನೆ ತರುತ್ತಾನೆ. ഇന്ന് നമുക്ക് പുറത്താക്കാം. ಇಂದು ಹಾಗಲ್ಲ, ಅದನ್ನು ಹೊರ ಹಾಕೋಣ. അവൻ എവിടെ നിന്ന് പുറത്താക്കണം? ಎಲ್ಲಿಂದ ಹೊರ ಹಾಕ್ಬೇಕು? സാത്താനേ, ಹೇ ಸೈತಾನನೇ, നിന്റെ അധികാരങ്ങൾ എനിക്ക് വേണ്ട. ನಿನ್ನ ಅಧಿಕಾರಗಳು ನನಗೆ ಬೇಡ ಬೇಡ. അവൻ നിന്റെ ഓരോ അവകാശവും എനിക്ക് വേണ്ട. ನಿನ್ನ ಯಾವ ಸ್ವಾಸ್ಥ್ಯಗಳು ನನಗೆ ಬೇಡವೇ ಬೇಡ. അവൻ എല്ലാ കണ്ണുകളും അടച്ചിട്ട്, ಎಲ್ಲ ಕಣ್ಣುಗಳು ಮುಚ್ಚಲ್ಪಟ್ಟವು, ബൈബിൾ എല്ലാം താഴെ വെച്ചിട്ട്, ಸತ್ಯವೇದ ಒಂದು ಭಾಗದಲ್ಲಿಟ್ಟು അവൻ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಎದ್ದು ನಿಂತುಕೊಳ್ಳ್ರಿ. അവൻ നിങ്ങൾക്ക് അവൻ ഇന്ന് പറഞ്ഞ ചില ഭാഗങ്ങളിൽ ಎಂದು ಹೇಳಿದ ಕೆಲವು ಭಾಗಗಳಲ್ಲಿ എനിക്ക് വിടുതൽ വേണമെന്ന് പറയുന്നവർ, ನನಗೆ ಬಿಡುಗಡೆ ಬೇಕೆಂದು ಹೇಳುವವರು അവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ಆರಂಭಿಸಿರಿ. അവർ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. ತಲೆ ಮೇಲೆ ಕೈ ಇಟ್ಟು ಪ್ರಾರ್ಥಿಸಿರಿ. മരണത്തിന്റെ ആത്മാക്കൾ പുറത്തു പോകുന്നു. ಮರಣದ ಆತ್ಮಗಳು ಕೆಲವರಿಂದ ಬಿಟ್ಟು ಹೋಗುತ್ತಿದೆ. സാത്താന്യ ദുരാത്മാക്കൾ അവൻ വിട്ടുപോകുന്നു. ಸೈತಾನ್ಯ ದುರಾತ್ಮಗಳು ಕೆಲವನ್ನ ಬಿಟ್ಟು ಹೋಗುತ್ತಿದೆ. സംശയത്തിന്റെ ആത്മാവ് വിട്ടുപോകുന്നു. ಸಂಶಯದ ಆತ್ಮಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತಿದೆ. അവൻ ഇങ്ങനെ പറഞ്ഞേ, ಹೀಗೆ ಹೇಳ್ರಿ. എല്ലാരും എന്നോട് കൂടെ ഇങ്ങനെ പറഞ്ഞേ, ಎಲ್ಲರೂ ಹೀಗೆ ಹೇಳ್ರಿ. അവൻ കർത്താവായ യേശുവിന്റെ നാമത്തിൽ, ಕರ್ತನಾದ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച്, ಆಮೇನ್ ಪ್ರಕಾಶ ದೂತನ ಆಮೇನ್ ವೇಷ ಧರಿಸಿಕೊಂಡು അവൻ എന്റെ മേൽ വ്യാപരിക്കുന്ന, ನನ್ನ ಮೇಲೆ ಬಂದು ಹೋರಾಡುವ അവൻ എല്ലാ ദുരാത്മാക്കളെയും, ಎಲ್ಲಾ ದುರಾತ್ಮಗಳನ್ನು യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഞങ്ങൾ ഇപ്പോൾ പുറത്താക്കുന്നു. ನಾವು ಈಗಲೇ ಹೊರ ಹಾಕುತ್ತೇವೆ. മരണത്തിന്റെ ആത്മാവേ, ಮರಣದ ಆತ್ಮವೇ, യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ എന്നെ വിട്ടുപോ. ನನ್ನನ್ನು ಬಿಟ್ಟು ತೊಲಗು. ഭയത്തിന്റെ ആത്മാവേ, ಭಯದ ಆತ್ಮವೇ, ഭയത്തിന്റെ ആത്മാവേ, ಭಯದ ಆತ್ಮವೇ, എന്നെ വിട്ടുപോ. ನನ್ನನ್ನು ಬಿಟ್ಟು ತೊಲಗು. അസൂയയുടെ ആത്മാവേ, ಹೊಟ್ಟೆ ಕಿಚ್ಚಿನ ಆತ್ಮವೇ, എന്നെ വിട്ടുപോ. ನನ್ನನ್ನು ಬಿಟ್ಟು ತೊಲಗು. വിചാരത്തിന്റെ ആത്മാവേ, ವಿಚಾರದ ಆತ್ಮವೇ, എന്നെ വിട്ടുപോ. ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗು. സംശയത്തിന്റെ ആത്മാവേ, ಸಂಶಯದ ಆತ್ಮವೇ, എന്നെ വിട്ടുപോ. ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗು. അവൻ നിരാശയുടെ ആത്മാവേ, ನಿರಾಶೆಯ ಆತ್ಮವೇ, എന്നെ വിട്ടുപോ. ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗು. ആകുലതയുടെ ആത്മാവേ, ಓ ಕೆಟ್ಟ ಆತ್ಮಗಳೇ, എന്നെ വിട്ടുപോ. ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗು. അവൻ അസൂയയുടെ ആത്മാവേ, ಆಮೇಲೆ ಹೊಟ್ಟೆ ಕಿಚ್ಚಿನ ಆತ್ಮವೇ, എന്നെ വിട്ടുപോ. ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗು. അവൻ പകയുടെ ആത്മാവേ, ಹಗೆತನದ ಆತ್ಮವೇ, എന്നെ വിട്ടുപോ. ನನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗು. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ എല്ലാ കോപത്തിന്റെ ആത്മാവേ, ಎಲ್ಲ ಕೋಪದ ಆತ್ಮಗಳು, അവൻ ദുശാഠ്യത്തിന്റെ ആത്മാവേ, ಎಲ್ಲ ಆಮೇಲೆ ಹಠದ ಸ್ವಭಾವಗಳು, അവൻ മത്സരത്തിന്റെ ആത്മാവേ, ಎಲ್ಲ ಹೋರಾಟದ ಸ್ವಭಾವಗಳು, എന്നെ വിട്ടുപോ. ಅದನ್ನು ಬಿಟ್ಟು ಹೋಗು. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ സാത്താനേ, ಸಾತಾನನೇ, നിന്റെ അവകാശങ്ങൾ എടുത്തുകൊണ്ട് ಸೈತಾನ ನಿನ್ನ ಸ್ವಾಸ್ಥ್ಯಗಳನ್ನು ತೆಗೆದುಕೊಂಡು എന്നെ വിട്ടു പോക. ನನ್ನನ್ನು ಬಿಟ್ಟು ತೊಲಗು. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ಇದನ್ನು ಹೇಳುತ್ತಿರುವಾಗಲೇ ആമേൻ, ചില രോഗങ്ങൾ നിങ്ങളെ വിട്ടു മാറുന്നു. ಕೆಲವು ರೋಗಗಳು ನಿಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗುತ್ತಿದೆ. മൈഗ്രൈൻ തലവേദനയുടെ പിന്നിലിരിക്കുന്ന ഒരു ദുരാത്മാവ. ಕೆಲವು തലനോವು മൈഗ്ರೇನ್ ಕಾಯಿಲೆ ಹಿಂದಿರುವುದು ದುರಾತ್ಮನ ಹೋರಾಟವೇ. ആമേൻ, ഹല്ലേലൂയ. ചില നെഞ്ചുവേദനയുടെ പിന്നിൽ നിൽക്കുന്ന ദുരാത്മാവ. ಕೆಲವು ಎದೆ ನೋವಿನ ಹಿಂದೆ ಇರುವುದು ಹೋರಾಟಗಳೇ. ആമേൻ, അത് ഇപ്പോൾ വിട്ടുമാറുന്നു. ಅದು ಈಗಲೇ ಬಿಟ್ಟು ತೊಲಗುತ್ತಿದೆ. ചില സിക്നസ് വിട്ടുമാറാൻ ಕೆಲವು ರೋಗ ಶಕ್ತಿಗಳು ಬಿಟ್ಟು ಹೋಗುತ್ತಿದೆ.
ಹೋಗುತ್ತಿದೆ. ಬಂಧನಗಳು ಅಳಿದು ಮಾರುಗ. ರೋಗ ಬಂಧನಗಳು ಬಿಚ್ಚಿ ಹೋಗುತ್ತಿದೆ. ದೈವಾತ್ಮವು ಸ್ವತಂತ್ರವಾಗಿಕೊಂಡಿರುತ್ತೀರಾ. ದೇವರಾತ್ಮನು ಕೆಲವರನ್ನು ಸ್ವಾತಂತ್ರ್ಯ ಮಾಡುತ್ತಿದ್ದಾರೆ. ಆಮೇಲೆ ಸ್ವಸ್ಥತೆ ಅನುಭವಿಸಿದವರು ಕರಗಳ ತಟ್ಟಿ ಸ್ತುತಿಸಿ ಹೊರಗೆ. ಆಮೇಲೆ ಸೌಖ್ಯ ಬೇಕಾದವರು ಕರಗಳನ್ನು ತಟ್ಟಿ ತಟ್ಟಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ಆಮೇಲೆ ತುಳ್ಳಿ ಚಾಡಿ ಕರ್ತನ ಸ್ತುತಿಸಿ ಹೊರಗೆ. ಕುಣಿದಾಡಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ತುಳ್ಳಿ ಚಾಡಿ ಕರ್ತನ ಸ್ತುತಿಸಿ ಹೊರಗೆ. ಕುಣಿದಾಡಿ ದೇವರ ಸ್ತೋತ್ರ ಮಾಡ್ರಿ. ಕರ್ತನ ಸಾನ್ನಿಧ್ಯದ ಚಲಿಸೊಂಡಿರಿಗೆ. ಕರ್ತನ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಚಲಿಸ್ತಾ ಇದೆ. ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯದ ಚಲಿಕೆ. ಯೇಸುವಿನ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಚಲಿಸ್ತಾ ಇದೆ. ಬಾಬಾ ಬೌಡ ರಿಬಾ ಶಾಬಾ ಬಾಬಾ ಶಾಂತರೆ. ರೂಢ ಬರಂದಲ ಬರಬ ರೂಢಗ ರಗನ ರಗನ ರಗಸ್ಯ ರೀಗಲ್ ಕಾರಗ ವಂಶ ರಾಜಗ ಹಂತ ರಾಜಗ ವೈಡ ಬಾಲ ಬರಂದಲ ಬರಬ ಸೈಡ ಹಂತ ಕಾರಗ ವಂಶ ಪ್ರೌಢರ ಹಸ್ತಲ್ ಕಾರಗ ಬೌಡ ರಾಜಗ ರಗದೆ ರೂಢ ಬಲ ಉಡಬರ ಬಲವ ಶಾಂತರ ವೈಡರ ಬೌಡ ರಾಜಗ ರಗನ ರಗಸ್ಯ ರೀಗಲ್ ಕಾರಗ ವಂಶ ಬಾಲ ಬೌಡ ಬರಂದಲ ವೈಡ ಪ್ರೌಢಲ ಹಂತಲ್ ಕಡಗಲ ರಗದ ರಗದ ರಗಸ್ಯ ಶಾಂತರ ಬಲವ ಸೈಡ ಬರಂದಲ ಬರಬಲ ಬೌಡ ಬರಂದಲ ಬೌಡ ರೂಢ ಬರಂದಲ ಬೌಡ ಬರಂದಲ ಜೋರಾಗಿ ಜಬಲಡ ವಂಶ ಬಾಲ ರೂಢ ಬರಂದಲ ಬರಬ ಸಂದರ ಬಲಬರ ಬೌಡ ಬರಂದರ ಬಲಬ ರೂಢ ಬಾಬಾ 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 ರೂಢ ಬಾಬಾ ಬಾಬಾ ಸಂದರ ರೂಢ ಬಾಬಾ ಬಾಬಾ ಎಲ್ಲ ಅಸಾಧ್ಯಗಳು ಮಾರಿపోಗಿಯ. ಎಲ್ಲ ಆಮೇಲೆ ಸೈತಾನ ಕಾರ್ಯಗಳು ಲೈವ್ ಆಗುತ್ತಿದೆ. ಆಮೇಲೆ ಎಲ್ಲ ಅಸಾಧ್ಯತೆಗಳು ಮಾರಿపోಗಿಯ. ಎಲ್ಲ ಸಾಧ್ಯತೆಗಳು ನೀಗಿ ಹೋಗುತ್ತಾ ಅಸಾಧ್ಯತೆಗಳು ನೀಗಿ ಹೋಗುತ್ತಾ ಇದೆ. ಎಲ್ಲ ಅಂಧಕಾರ ಶಕ್ತಿಗಳ ಮೈಗೆ ಬಾರದು. ಎಲ್ಲ ಅಂಧಕಾರ ಶಕ್ತಿಗಳು ಬಿಚ್ಚಿ ಹೋಗುತ್ತಾ ಇದೆ. ರೋರಾಮ ಶೈಡ ಬರ ಬಲ 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 ರಾಜಗ ನೀಗಲ್ ಕಾರಗ ವಂಶ ಪ್ರೌಢಲ ಹಸ್ತಲ್ ಕಾರಗ ಬೌಡ ರಾಜಗ ರಗದ ರಗನ ರಗಸ. Hallelujah. ಶಿಖ ಬಾಬಾ ಬಾಬಾ ಶಬರ ಬಲ ಬಲ ರಿಬಲ ಬರ ಬಲ ಬಲ ಶೈಡ ಬರ ಬಲ ಬರ ಬಲ റബബ ശൈഡബര ബലബര ബലബര ബല ചിലർക്ക് പിന്നിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ കണക്ഷൻ ദൈവാത്മാവ് വെട്ടിമാറ്റി ഞാൻ കാണുക. ಕೆಲವರ ಹಿಂದೆ ವ್ಯಾಪರಿಸುವ ಅಂಧಕಾರ ಶಕ್ತಿಗಳ ಕಟ್ಟುಗಳು ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೊಡೆಯುತ್ತಾ ಇದೆ ಹೊಡೆಯುತ್ತಾ ಇದೆ. ആമേൻ. റോസ് ആമേൻ ആമേൻ ചുരിദാർ ഇട്ട ആ നിൽക്കുന്ന ആന്റി ആമേൻ ദൈവാത്മാവ് തൊടുകയാ. ಆ ರೋಸ್ ಕಲರ್ ಚೂರಿದಾರ್ ಹಾಕಿರುವ ಆಂಟಿಯನ್ನು ಕರ್ತನ ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ದೇವರಾತ್ಮ ನಿಮಗೆ ಹೇಳುತ್ತಿದ್ದಾರೆ. ആമേൻ. ചില ആമേൻ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. ಕೆಲವು ಸ್ವಾತಂತ್ರ್ಯವನ್ನು ನೀವು ಕಾಣುವಿರಿ. ആമേൻ. കുടുംബത്തിനകത്ത് കെട്ടിയിട്ടിരിക്കുന്ന അനുഭവങ്ങളെ ദൈവാത്മാവ് ನಿಮ್ಮ അഴിക്കുക. ಕುಟುಂಬದೊಳಗೆ ಕಟ್ಟಲ್ಪಟ್ಟಿರುವ ಅನುಭವಗಳನ್ನು ದೇವರಾತ್ಮ ಬಿಚ್ಚುತ್ತಿದ್ದಾರೆ. ആമേൻ. കരങ്ങളെ തട്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. ಕರಗಳನ್ನು ತಟ್ಟಿ ಎಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങി. ಎಲ್ಲರೂ ಪ್ರಾರ್ಥಿಸಿರಿ. ರಬಬ ಶಂದರೆ ಕುಟಮನ ಶಂದರೆ ರಬಬಬಬಬ ಶಂದರೆ ರಬಲ ರಬಲ ಶೈಡ ಬಾಬಾ 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 ಅರಬಲ ಬೌಡ ಬಾರಬ രാജക രാജ റീഗൽ കാര മണ്ഡൽ കാരക ബൗഷാ ബാലെ. ചിലരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി ಕೆಲವು ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡುತ್ತಾ ಇದೆ. ചിലരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി കഴിയുമ്പോൾ ಕೆಲವು ಬಂಧನಗಳು ಬಿಚ್ಚಲ್ಪಡುವಾಗ ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ മേൽ പുതിയ അഭിഷേകം ചലിക്കും. ನಿಮ್ಮ ಮೇಲೆ ಹೊಸ ಅಭಿಷೇಕ ಚಲಿಸುವುದು. ആമേൻ. പുതിയ അഭിഷേകം ചലിക്കും. ಹೊಸ ಅಭಿಷೇಕ ಚಲಿಸುವುದು. പുതിയ അഭിഷേകം ചലിക്കും. ಹೊಸ ಅಭಿಷೇಕ ಚಲಿಸುವುದು. പുതിയ അഭിഷേകം ചലിക്കുന്നു. ಹೊಸ ಅಭಿಷೇಕ ಚಲಿಸುತ್ತಿದೆ. പുതിയ ಅಭಿಷೇകം ചലിക്കുന്നു. ಹೊಸ ಅಭಿಷೇಕ ಚಲಿಸುತ್ತಿದೆ. പുതിയ അഭിഷേകം ചലിക്കുന്നു. ಹೊಸ ಅಭಿಷೇಕ ಚಲಿಸುತ್ತಿದೆ. ಓ ಹೋ ರೀಖ ಬಾಬಾ ಶೌಡ ಬಾಲ ವೈರ ರಾಜ 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 ರೀಖ ಬಾಲ ಶೌಡ ಬಾಲ ಅಂದಲ ರೀಖ ಬರ ಬರ ಬಲ ಬಲ ಶೈಡ ಬಾಲ ಬಾಲ ರೂಢ ಬಾಬಾ 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 ರೂಢ ಬಾಲ ಬಾಲ ಬಶಮ ಬಾಬಾ ಋಗ ಬಾಬಾ ಶಿಗ ಬರ ಬಲ ಬಶಮಾನ ಬರ ಬಲ ಬಶಂದರ. ആമേൻ. ഹല്ലേലൂയ. ഒരു മലയാളം പാട്ട് ഇങ്ങനെയുണ്ട്. ಒಂದು ಮಲಯಾಳಂ ಹಾಡಿ ಇದೆ. ആർ.എസ്. വിജയരാജ് ആമേൻ ആമേൻ സാർ എഴുതിയ പാട്ടാണ്. ವಿಜಯರಾಜನ್ ಸರ್ ಎಂಬುದಾಗಿ ಹೇಳುವರು. അസാധ്യമേ വഴി മാറുക. ಅಸಾಧ್ಯವೇ ದಾರಿ ಬಿಡು. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ രോഗശക്തികളെ വിട്ടുമാറുക. ರೋಗ ಶಕ್ತಿಗಳೇ ಬಿಟ್ಟು ಹೋಗು. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ അസാധ്യമേ വഴി മാറുക മാറു യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറു യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറു യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ. രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ.
ಅಸಾಧ್ಯವೇ ಮಣಿ ಮಾರುದ ಯೇಸುವಿನ ಅಸಾಧ್ಯವೇ മാറുക യേശുവിൻ നാമത്തിൽ തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിൽ തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിൽ അസാധ്യമേ മണി മാറുക യേശുവിൻ നാമത്തിൽ സാധ്യമേ എന്ന സാധ്യമേ യേശുവിൻ നാമത്തിൽ സാധ്യമേ അസാധ്യമേ യേശുവിൻ നാമത്തിൽ സാധ്യമേ അസാധ്യമേ യേശുവിൻ നാമത്തിൽ സാധ്യമേ അസാധ്യമേ ನನ್ನ യേശുവിൻ നാമത്തിൽ അസാധ്യമായ ഒന്നുമില്ല ಕ್ರಿಸ್ತನಲ್ಲಿ ಜೀವಿಸುವೆ ಜಯ ಉಂಟು ನನಗೆ ಜಯ ಉಂಟು 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 ನನಗೆ ಜಯ ಉಂಟು ಜಯ ಉಂಟು ಜಯ ಉಂಟು ಏನೇನು ಕಷ್ಟ ಬಂದರು ನನಗೇನು ಸಂದೇಹ ಕಷ್ಟ ಬಂದರು ನನಗೇನು ಸಂದೇಹ ಯಾರೇನು ಹೇಳಿದರು ನನಗೆ ಯಾರೇನು ಹೇಳಿದರು ಸೋತು ಹೋಗಲಾರೆ ಮುಂದೆ ಸಾಗುವ ಧ್ವಜ ಹಾರಿಸುವ
ರಾಜ ಮುಂದೆ ಸಾಗುವ ಧ್ವಜ ಹಾರಿಸುವ ಹರಿಗಳ ಕೈಯಲ್ಲಿ ಹಿಡಿದು ನಾನು ಹರಿಗಳ ಕೈಯಲ್ಲಿ ಹಿಡಿದು ಹೊಸನ ಹಾಡುವೆನು ಹೊಸನ ಹಾಡುವೆನು ಕ್ರಿಸ್ತನಲ್ಲಿ ಜೀವಿಸುವೆ ನನಗೆಂದು ಜಯ ಜಯ ಕ್ರಿಸ್ತನಲ್ಲಿ ಜೀವಿಸುವೆ ನನಗೆಂದು ಜಯ 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 ಉಂಟು 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 ಶಾಪವ ನೀಗಿಸಿದನು ಪಾಪವ ಅಳಿಸಿದನು ಶಾಪವ ನೀಗಿಸಿದನು ಆತನ ಗಾಯದಿಂದ ಸುಖವಾದೆ 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 ಕ್ರಿಸ್ತನಲ್ಲಿ ಜೀವಿಸುವೆ ಜೀವ ಜಲ ಇದು ದೇವರ ಆತ್ಮನ ಬಲ ಜಲ 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 ಜೀವ ಜಲ ಇದು ದೇವರ ಆತ್ಮನ ಬಲ ಯೇಸುವೇ ನಾವು ನಿನ್ನ ಆಲಯ ಹೊಂದಿಸು ನಮ್ಮಲ್ಲಿ ಜೀವನ ಯೇಸುವೇ ನಾವು ನಿನ್ನ ಆಲಯ ಹೊಂದಿಸು ನಮ್ಮಲ್ಲಿ ಜೀವನ ದುರಾತ್ಮ ಸೈನ್ಯಗಳ ಮೇಲೆ ನಾವು ಹೋರಾಡಿ ಜಯ ಹೊಂದಲು ದುರಾತ್ಮ ಸೈನ್ಯಗಳ ಮೇಲೆ ನಾವು ಹೋರಾಡಿ ಜಯ ಹೊಂದಲು ಜಯ ಪಾಲಿಸೋ ನಿನ್ನ ಆತ್ಮದ ಬಲ ಜಯ ಪಾಲಿಸೋ ನಿನ್ನ ಆತ್ಮ ಚಲ 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 ಜೀವ ಜಲ ಇದು ದೇವರ ಆತ್ಮನ ಬಲ ಚಲ 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 ಜೀವ ಜಲ ಇದು ದೇವರ ಆತ್ಮನ ಬಲ ಚಲ 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 ಜೀವ ಜಲ ಇದು ದೇವರ ಆತ್ಮನ ಬಲ ಚಲ 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 ಜೀವ ಜಲ ಇದು ದೇವರ ಆತ್ಮನ ಬಲ ಯೇಸುವೇ ನಾವು ನಿನ್ನ ಆಲಯ ಹುಡುಕಿಸೋ ನಮ್ಮಲ್ಲಿ ಜೀವ ಜಲ ಯೇಸುವೇ ನಾವು ನಿನ್ನ ಆಲಯ ಹುಡುಕಿಸೋ ನಮ್ಮಲ್ಲಿ ಜೀವ ಜಲ ಶಕ್ತಿಗಳ ಮೇಲೆ ನಾವು ಹೋರಾಡಿ ಜಯ ಹೊಂದಲು
ದಯಪಾಲಿಸೋ ದೇವರಾತ್ಮನ ಬಲ. ಜಲ 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 ಜೀವ ದೇವರ ಆತ್ಮನ ಬಲ. ಜಲ 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 ಜೀವ ದೇವರ ಆತ್ಮನ ಬಲ. ಜಲ 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 ಜೀವ ದೇವರ ಆತ್ಮನ ಬಲ. ಜಲ 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 ಜೀವ ಜಲ ದೇವರ ಆತ್ಮನ ಬಲ. ಸುರೇ ನಾವು ಸುರೇ ನಾವು ಸೇನೆಗಳ ಮೇಲೆ ನಾವು ಹೋರಾಡಿ ಜಯ ಹೊಂದಲು. ಸೇನೆಗಳ ಮೇಲೆ ನಾವು ಹೋರಾಡಿ ಜಯ ಹೊಂದಲು. ದಯಪಾಲಿಸೋ ಆತ್ಮನ ಬಲ. ಜಲ 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 ದೇವರ ಆತ್ಮನ ಬಲ. ಜಲ 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 ಜೀವ ಜಲ ದೇವರ ಆತ್ಮನ ಬಲ. ಜಲ 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 ಜೀವ ದೇವರ ಜಲ 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 ಜೀವ ದೇವರ ಆತ್ಮನ ಬಲ. ಜಲ 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 ಜೀವ ಜಲ ದೇವರ ಆತ್ಮನ ಬಲ. ಜಲ 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 ಜೀವ ಜಲ ಇದು ದೇವರ ಆತ್ಮನ ಬಲ. ಹಲ್ಲೆಲೂಯಾ. Thank you, Jesus. Hallelujah.